ബൈബിളുള്ള എല്ലാവരും ಸತ್ಯವೇದಿರುವಂತ ಎಲ್ಲರೂ ಕೂಡ ചേർന്ന് വായിക്കാമോ? ಸೇರಿ ಓದೋಣವಾ? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 1ನೇ ಅಧ್ಯಾಯ 7-8. മറ്റൊരാൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:49. 7-8 വാക്യಗಳು. ಇನ್ನೊಬ್ಬರು ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆ 24ನೇ ಅಧ್ಯಾಯ 49ನೇ ವಾಕ್ಯ. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ദൈവവചനം ഓർപ്പിക്കുന്നു. ದೇವರ ವಾಕ್ಯ ನೆನಪಿಸ್ತಾ ಇದೆ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ಆದರೆ ಪವಿತ್ರಾತ್ಮನು ನಿಮ್ಮ ಮೇಲೆ ಬರಲು നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ನೀವು ಬಲವನ್ನು ಹೊಂದಿ യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ಯೆರೂಸಲೇಮಿನಲ್ಲೂ ಎಲ್ಲ ಯೂದಾಯ ಸೀಮೆಗಳಲ್ಲಿ ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ಸಮರಿಯ ಸೀಮೆಗಳಲ್ಲಿ ಭೂಲೋಕದ ಕಟ್ಟಕಡೆಯವರೆಗೂ ನನಗೆ ಸಾಕ್ಷಿಗಳಾಗಿರಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് ഈ ആലയത്തിൽ ഇരിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ಇವತ್ತು ಈ ಆಲಯದಲ್ಲಿರುವವರ ಕುರಿತಾಗಿ ದೇವರಿಗೆ ಒಂದು ಉದ್ದೇಶವಿದೆ. ശക്തി പ്രാപിക്കുക, ಬಲ ಹೊಂದಬೇಕು, യേശുവിന്റെ സാക്ഷികളാകുക. ಯೇಸು ಕರ್ತನ ಸಾಕ್ಷಿಗಳಾಗಬೇಕು. എന്താണ് ശക്തി പ്രാപിക്കുക, സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ? ಏನು ಹೇಳುವಂತದ್ದು? ಬಲ ಹೊಂದುವಂತದ್ದು, ಸಾಕ್ಷಿಗಳಾಗುವಂತದ್ದು ಅಂತ ಹೇಳಿದರೆ, പുതിയ സാക്ഷ്യങ്ങൾ ഇന്ന് പകൽ ദൈവം ചിലരുടെ മേൽ വെച്ച് പിടിപ്പിക്കാൻ പോവാണ്. ಹೊಸ ಸಾಕ್ಷಿಗಳನ್ನು ದೇವರು ಕೆಲವರ ಮೇಲೆ ಇಡುವುದಕ್ಕಾಗಿ ಹೋಗ್ತಾ ಇದ್ದಾರೆ. പുതിയ പുതിയ സാക്ഷ്യങ്ങൾ ഇതിന്റെ അകത്തുണ്ടാകും. ಹೊಸ ಹೊಸ ಸಾಕ್ಷಿಗಳು ಇದರಲ್ಲಿ ಉಂಟಾಗ್ತದೆ. ചെറിയ രോഗം മാറിയത്, വലിയ രോഗം മാറിയത്, അസാധാരണമായ ഉണങ്ങിപ്പോയ മരങ്ങൾ പുഷ്പിച്ചത്, അതുപോലത്തെ വലിയ സാക്ഷ്യങ്ങളെ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ചെയ്യും. ಚಿಕ್ಕ ರೋಗಗಳು ಸೌಖ್ಯವಾಗಿರುವಂತದ್ದು, ದೊಡ್ಡ ರೋಗಗಳು ಸೌಖ್ಯವಾಗಿರುವಂತದ್ದು, ಒಣಗಿ ಹೋಗಿರುವಂತಹ ಮಲಗಳು ಅದು ಚಿಗುರಿ ಪುಷ್ಟಿ ಆಗುವಂತದ್ದು, ಆ ರೀತಿಯ ಸಾಕ್ಷ್ಯಗಳು ದೇವರು ಕೊಡುತ್ತಾರೆ. ഈ സാക്ഷ്യങ്ങൾ നടക്കുവാൻ ഒറ്റ കാര്യം ചെയ്യണം. ಈ ಸಾಕ್ಷ್ಯಗಳು ನಡೆಯುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಒಂದೇ ಸಂಗತಿ ಮಾಡಬೇಕು. യേശു എന്ന ജീവന്റെ ഉറവുമായി, ಯೇಸು ಕರ್ತನ ಎಂಬುದಾಗಿರುವ ಜೀವದ ಬುಗ್ಗಿಯಾಗಿ, യേശു എന്ന ദൈവവുമായി ಯೇಸು ಎಂಬುದಾಗಿರುವ ದೇವರಾಗಿ നിങ്ങളുടെ വേരുകൾ അവനോട് കൂടെ പറ്റിയിരിക്കട്ടെ. ನಿಮ್ಮ ಬೇರುಗಳು ಆತನ ಸಂಗಡ ಜೋಡಣೆ ಆಗಬೇಕು. യേശുവിനോട് ചേർന്ന് നിങ്ങൾ ഇരുന്നാൽ ಯೇಸು ಕರ್ತನೊಟ್ಟಿಗೆ ಸೇರಿ ನೀವು നിങ്ങളുടെ ಇರುವುದಾದರೆ ജീവിതത്തിൽ പുതിയ നന്മകൾ പുറത്തു വരും. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಹೊಸ ಆಶೀರ್ವಾದಗಳು ಹೊರಗೆ ಬರುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾ ഇന്ന് വരെ കണ്ടതുപോലെയല്ല, കർത്താവിനാൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങും. ನೀವು ಇದುವರೆಗೆ ನೋಡಿದ ರೀತಿಯಲ್ಲ ಕರ್ತನಿಂದ ಉಪಯೋಗಿಸಲ್ಪಡುತ್ತೀರಿ. ഉയരത്തിൽ നിന്ന് ഒരു ശക്തി ലഭിക്കുക. ಪರಲೋಕದಿಂದ ಒಂದು ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. Receive a power from above. ಪರಲೋಕದಿಂದ ಒಂದು ಬಲವನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. നമ്മൾ ഇവിടെ കഴിക്കുന്ന മെഡിസിനുകൾക്ക് ನಾವು ಇಲ್ಲಿ ತಿನ್ನುವಂತ ಔಷಧಿಗೆ ഒരു ശക്തിയുണ്ട്. ಒಂದು ಬಲ ಇದೆ. ഇവിടെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളിന് ഒരു ലഹരിയുണ്ട്. ಇಲ್ಲಿ ಮನುಷ್ಯನು ಉಪಯೋಗಿಸುವಂತ ಮದ್ಯಪಾನಕ್ಕೆ ಒಂದು ರೀತಿಯಾದ ಅಮಲೇರಿಸುವಂತ ಶಕ್ತಿ ಇದೆ. ഈ സർജറികൾ നടക്കുന്നതിന് മുന്നേ ಶಸ್ತ್ರಕ್ರಿಯೆ ಮಾಡೋಕೆ ಮುಂಚಿತವಾಗಿ ഒരു അനസ്തേഷ്യ ആ പേഷ്യന്റിന് കൊടുക്കും. ಆ ಒಂದು ರೋಗಿಗೆ ಅನಸ್ತೇಶಿಯಾ ಎಂಬುದಾಗಿರುವಂತದ್ದು ಕೊಡ್ತಾರೆ. ആ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ಆ ಅನಸ್ತೇಶಿಯಾ ಕೊಡುವಾಗ അതിനകത്ത് എന്താ സിസ്റ്റം ഉപയോഗിക്കുന്നത് ಅದ್ರ ಏನು ಉಪಯೋಗಿಸ್ತಾರೆ അറിയില്ല. ക്ലോറോഫോം ആയിരിക്കും. ಕ್ಲೋರೋಫಾರ್ಮ್ ಉಪಯೋಗಿಸ್ತಾರೆ. ഇവരങ്ങ് മയങ്ങിപ്പോകും. ಅವರು ಹಾಗೆ ಸೆಡೇಷನ್ ಆಗಿ ಹೋಗ್ತಾರೆ. അവര് ಜ್ಞಾನ ತಪ್ಪಿ ಹೋಗ್ತಾರೆ. ഇവിടെ ശരീരം കീറിയാല്, വയറ് കീറിയാല്, കൈകാല് കീറിയാല്, വലിയ വലിയ സിസർ വെച്ച് കീറിയാൽ ആളുകൾ അറിയത്തില്ല, വേദന അറിയത്തില്ല. ಅವರ ಶರೀರ ಮುರಿದ್ರು ಕೂಡ, ಕೈ ಕಾಲುಗಳು ಏನೇ ಕೂಡ ಮುರಿದ್ರು ಕೂಡ ಅವರಿಗೆ ಗೊತ್ತಾಗುವುದಿಲ್ಲ. അങ്ങനെയാണോ? ಹಾಗೇನಾ? ഇതല്ലെങ്കിൽ ഒരു മുള്ളു കൊണ്ടാ മതി, ലോകം പൊളിക്കും. ಇಲ್ಲದಿದ್ರೆ ಒಂದು ಮುಳ್ಳು ಕಾಲಿಗೆ ಚುಚ್ಚಿದ್ರೆ ಸಾಕು, ಲೋಕ ಪೂರ್ತಿಯಾಗಿ ನಾವು ಹೊಡಿತೇವೆ. മനേനെ ഉൾട്ടാ പുൾട്ടാ ചെയ്യും. ಮನೆಯನ್ನ ಉಲ್ಟಾ ಪಲ್ಟಾ ಮಾಡ್ಬಿಡ್ತೇವೆ. പക്ഷെ ഒരു ചെറിയ സെഡേഷൻ വരുമ്പോൾ, ಆದ್ರೆ ಒಂದು ಚಿಕ್ಕ ಒಂದು ಸಡೇಷನ್ ಕೊಡುವಾಗ നമ്മൾ ഇതൊന്നും അറിയത്തില്ല. ನಾವಿದು ಯಾವುದು ತಿಳಿದುಕೊಳ್ಳುವುದಿಲ್ಲ. ഈ ഭൂമിയിലുള്ള ഒരു ചെറിയ കെമിക്കലിന്, ಈ ಭೂಲೋಕದಲ್ಲಿರುವ ಚಿಕ್ಕ ಕೆಮಿಕಲಿಗೆ, ഒരു ചെറിയ ഇഞ്ചക്ഷന്, ಒಂದು ಚಿಕ್ಕ ಇಂಜೆಕ್ಷನ್ಗೆ പല വേദനകൾ മറക്കാൻ പറ്റുമെങ്കിലും അതിന് ಅನೇಕ ನೋವುಗಳನ್ನು ಮರೆಗೊಳಿಸೋದಕ್ಕಾದರೆ, ഉയരത്തിൽ നിന്ന് വരുന്ന ആത്മീക ശക്തിക്ക്, ಪರಲೋಕದಿಂದ ಬರುವಂತ ಆತ್ಮಿಕ ಶಕ್ತಿಗೆ ജീവിതത്തെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കാനേ പറ്റത്തില്ല. ನಿಮ್ಮ ಜೀವಿತವನ್ನು ಯಾವ ರೀತಿ ಮಾರ್ಪಡಿಸಬಹುದು ಎಂಬುದಾಗಿ ಚಿಂತಿಸಿ ನೋಡೋದಕ್ಕೂ ಕೂಡ ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവത്താൽ വരുന്ന ದೇವರಿಂದ ಬರುವ ആ വലിയ സ്പിരിച്വൽ പവർ, ಆ ದೊಡ್ಡ ಆತ್ಮಿಕವಾದ ಶಕ್ತಿ നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ನಮ್ಮಲ್ಲಿ ಉಂಟಾಗೋದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ಆಸೆ ಪಡುತ್ತಾರೆ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ಒಂದು പോവാണ്. ಮಾತು ಪ್ರಾರ್ಥಿಸಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀವಿ. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും, ಇವತ್ತಿൽ ಆಗಿರುವ ಪ್ರತಿಯೊಬ್ಬರು, യേശുവേ, ಯೇಸುವೇ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ನಿನ್ನ ಪವಿತ್ರ ರಕ್ತದಿಂದ എന്നെ കഴുകണമേ. ನಮ್ಮನ್ನು ತೊಳೆಯಬೇಕು. ഈ കേൾക്കുന്ന പരിശുദ്ധാത്മാവ് ಈ ಕೇಳುವಂತ ಪವಿತ್ರಾತ್ಮನು എനിക്ക് ഒരു അനുഭവമാക്കി തരണമേ. ನನಗೊಂದು ಅನುಭವವಾಗಿ അങ്ങനെ ಮಾರ್ಪಡಿಸು. പ്രാർത്ഥനയോടുകൂടി ಆ ആയിരിക്കാം. ರೀತಿ ಪ್ರಾರ್ಥನೆಗಾಗಿರಿ. കർത്താവേ, തൃക്കരങ്ങളിലേക്ക് നിന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. ಕತ್ತೆ ನಿನ್ನ ಕರಗಳಲ್ಲಿ ಜನರು ಒಪ್ಪಿಸ್ತಾ ಇದ್ದೇವೆ. ഇന്ന് പകലില് ಇವತ್ತು ഇവിടെ ಹಗಲಿನಲ್ಲಿ പ്രസ്താവിക്കേണ്ടുന്ന വചന
വചനത്തെ ആത്മാവ് നൽകി സഹായിക്കും. ಇಲ್ಲಿ ಪ್ರಕಟಿಸಬೇಕಾದ ವಾಕ್ಯವನ್ನು ಆತ್ಮನು ಕೊಟ್ಟು ಸಹಾಯ ಮಾಡು. പരിശുദ്ധാത്മാവൻ കരങ്ങളിലേക്ക് അന്തരീക്ഷത്തെ ഏൽപ്പിക്കുന്നു. ಪವಿತ್ರಾತ್ಮನ ಕರೆದರೆ ಅಂತರಿಕ್ಷ ಒಪ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ദൈവികമായ രൂപാന്തരങ്ങൾ ഇതിന്റെ മേൽ സംഭവിക്കട്ടെ. ದೈವಿಕವಾದ ರೂಪಾಂತರಗಳಲ್ಲಿ ನಡೆಯಲಿ. ദേശം വിടുതലാകട്ടെ. ದೇಶ ಬಿಡುಗಡೆಯಾಗಲಿ. കുടുംബങ്ങൾ വിടുതലാകട്ടെ. ಕುಟುಂಬ ಬಿಡುಗಡೆಯಾಗಲಿ. രക്ഷകനിലേക്ക് ദേശം തിരിഞ്ഞു വരട്ടെ. ರಕ್ಷಕರ ಕಡೆಗೆ ದೇಶ ಪೂರ್ತಿಯಾಗಿ വ്യക്തികൾ അടുത്ത് നിൽക്കട്ടെ. ವ್ಯಕ್ತಿಗಳು ಆ ರೀತಿಯಾಗಿ നിങ്ങളുടെ ദേശത്തിന്റെ മേൽ അസാധാരണമായ ദൈവിക ശക്തി ചലിക്കണമേ. ನಮ್ಮ ದೇಶದ ಮೇಲೆ ದೇವರ ಅಸಾಮಾನ್ಯದ ಶಕ್ತಿ ഈ ಚಲಿಸಲಿ. കുടുംബങ്ങളെ ഓർക്കണമേ. ಈ ಕುಟುಂಬಗಳನ್ನು വ്യക്തികളെ ഓർക്കണമേ. ವ್ಯಕ್ತಿಗಳನ್ನು ನೆನೆಸಬೇಕು. അടിയനെ ക്രൂശിന്റെ ചുവട്ടിൽ മറക്കുകയാണ്. ನಮ್ಮ ಶಿಲುಬೆ ಕೆಳಗೆ ಮರೆಮಾಚ್ತಾ ಇದ್ದೇವೆ. ഇന്നലകളിൽ നിന്നതോ ನೆನ್ನೆಗಳಲ್ಲಿ ನಿಂತದೋ ഇന്ന് വരെയുള്ള അനുഭവങ്ങളോ ನಿನ್ನೆ ನೋಡಿದ ಅನುಭವಗಳು ഇന്ന് നിൽക്കുവാൻ കാരണമാകുന്നില്ലല്ലോ. ಇವತ್ತು ನಿಲ್ಲುವುದಕ್ಕೆ ಅದು ಕಾರಣವಾಗಿಲ್ಲ. ഉയരത്തിന്റെ ശക്തി അയക്കണമേ. ಪರಲೋಕದ ಶಕ್ತಿಯನ್ನು നാവിനോടുകൂടെ ഹൃദയത്തോടുകൂടെ ನಾಲಿಗೆಯೊಟ್ಟಿಗೆ ಹೃದಯದೊಟ್ಟಿಗೆ സകല മേഖലകളിലും യേശുവിന്റെ നാമം മാത്രം മഹത്വം എടുക്കും. ಎಲ್ಲ ಹಂತಗಳಲ್ಲಿ ಯೇಸು ಕರ್ತನ ಪವಿತ್ರ ನಾಮ ಮಾತ್ರ ദൈവിക ദൂതന്മാർ ഇതിന്റെ മേൽ കാവലായിരിക്കും. ದೈವಿಕ ದೂತರು ಕಾವಲಾಗಿರಲಿ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇതിന്റെ മേൽ ചലിക്കും. ನಿನ್ನ ಪವಿತ್ರಾತ್ಮದಲ್ಲಿ ಚಲಿಸಲಿ. യേശുവിൻ നാമത്തിൽ ಯೇಸು ಕರ್ತನ ನಾಮದಲ್ಲಿ ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ಪವಿತ್ರಾತ್ಮ ನಿಮ್ಮ ಮೇಲೆ നിങ്ങൾ ಬರಲು ശക്തി ലഭിച്ചിട്ട് ನೀವು ಬಲವನ್ನು ಹೊಂದಿ യെരൂശലേമിൽ ಯೆರೂಸಲೇಮಿನಲ್ಲಿ യഹൂദയിൽ ಎಲ್ಲ ಯುದಾಯ എല്ലായിടത്തും ಎಲ್ಲ ಜಾಗದಲ್ಲೂ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും ಸಮರ್ಯ ಸೀಮೆಗಳಲ್ಲಿ ಭೂಲೋಕದ ಕಟ್ಟಕಡೆಯವರೆಗೂ എന്റെ സാക്ഷികളാകും. ನನಗೆ ಸಾಕ್ಷಿಗಳಾಗಿರಬೇಕು. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് ಪವಿತ್ರಾತ್ಮನ ವ್ಯಕ್ತಿಯ ಮೇಲೆ ಬರುವುದು യേശുവിനെ സാക്ഷിക്കുവാനാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಸಾಕ್ಷೀಕರಿಸುವುದಕ್ಕೆ, യേശുവിനെ ഉയർത്തുവാനാണ്. ಯೇಸು ಕರ್ತನನ್ನು ಮೇಲಕ್ಕೆತ್ತುವುದಕ್ಕೆ, യേശുവിനെ കുറിച്ച് പറയുവാനാണ്. ಯೇಸು ಕರ್ತನ ಕುರಿತಾಗಿ ಹೇಳುವುದಕ್ಕೆ, യേശുവിനെ കുറിച്ച് പറയുവാനാണ്. ಯೇಸು ಕರ್ತನ ಕುರಿತಾಗಿ ಹೇಳುವುದಕ್ಕೆ, നിങ്ങളുടെ രോഗങ്ങളെ ദൈവം മാറ്റുന്നത്. ನಿಮ್ಮ ರೋಗಗಳ ದೇವರು ನೀಗಿಸುವುದು, യേശുവിനെ കുറിച്ച് പറയുവാനാണ്. ಯೇಸು ಕರ್ತನ ಕುರಿತಾಗಿ നിന്റെ ಹೇಳುವುದಕ್ಕೆ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നത്. ನಿಮ್ಮ ಕುಟುಂಬದ ದೇವರು ಆಶೀರ್ವದಿಸುವುದು, യേശുവിനെ സാക്ഷിക്കുവാനാണ്. ಯೇಸು ಕರ್ತನ ಸಾಕ್ಷೀಕರಿಸುವುದಕ್ಕೆ, ചെറുതോ വലുതോ ആയ ഏത് കാര്യങ്ങളും നിങ്ങളുടെ മേൽ നടക്കുന്നത്. ಚಿಕ್ಕದು ದೊಡ್ಡದಾದ ಯಾವುದೇ ಸಂಗತಿಗಳು ನಿಮ್ಮ ಮೇಲೆ ನಡೆಯುವುದು. ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ട് മുന്നേ പോകുവാൻ ആഗ്രഹിക്കുന്നു. ನಾನೊಂದು ಸಾಕ್ಷಿಯ ಮುಂದಕ್ಕೆ ಹೋಗೋದಕ್ಕೆ ಆಸೆ ಪಡ್ತೇನೆ. സിസ്റ്റർ വന്നില്ലേ? ആ ഇല്ല, ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ಒಂದ್ಸರಿ ನಿಂತ್ಕೊಳ್ಳಿ. രേണുക സിസ്റ്റർ എവിടെ? ರೇಣುಕಾ ಸಿಸ್ಟರ್ ದಯಮಾಡಿ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ. ആ കണ്ടില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നതിന് ചില മെഡിക്കൽ ടേം പറഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിലുള്ളവർ എന്നെ ഹെൽപ്പ് ചെയ്യണം. ನಾನು ಕೇಳುವಂತ ಕೆಲವು ವೈದ್ಯಕೀಯವಾದ ಪದಗಳನ್ನು ಹೇಳ್ತೇನೆ, ಅದನ್ನು ಗೊತ್ತಿರುವಂತವರು ದಯಮಾಡಿ ಸಹಾಯ ಮಾಡಿ. ജോഷുവ എഴുന്നേറ്റ് നിന്നാട്ടെ. ಜೋಶು ದಯಮಾಡಿ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ. ನಿಮಗೆ ಎಷ್ಟು ವಯಸ್ಸಾಯ್ತಪ್ಪ? 7. ആര് പറഞ്ഞു? ಯಾರು ಹೇಳಿರೋದು? അതെ, 7 വർഷം. 7 വർഷം മുന്നേ നടന്നൊരു സാക്ഷ്യം പറയാൻ പോവാണ്. 7 ವರ್ಷ ಮುಂಚಿತವಾಗಿ ನಡೆದಂತ ಒಂದು ಸಾಕ್ಷಿ ಹೇಳೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. 7 വർഷം കഴിഞ്ഞിട്ട് സിസ്റ്റർ പറയാത്തോണ്ടാണ് ഞാനിത് പറയുന്നത്. 7 ವರ್ಷ ಆದಿ ಸಿಸ್ಟರ್ ಹೇಳದ ಕಾರಣವಾಗಿ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. കഴിഞ്ഞ 7 വർഷം മുന്നേ, ಕಳೆದ 7 ವರ್ಷ ಮುಂಚಿತವಾಗಿ, ನಾನು ಹೇಳುವುದು ಡೇಟ್ಗಳು ತಪ್ಪಿ ಹೋದರೆ ನೀವು ಕರೆಕ್ಟ್ ಮಾಡಬಹುದು. ಈ ಸಹೋದರಿ ಈ കുഞ്ഞിന്റെ ഡെലിവറി ടൈം ആയപ്പോൾ, ಆ ಸಹೋದರಿ ಈ ಮಗುವಿನ ಹೆರಿಗೆ ಸಮಯ ಬಂದಾಗ അവർ നാട്ടിൽ പോയി. ಅವ್ರ ಊರಿಗೆ ಹೋದ್ರು. നാട്ടിലുള്ള ഡോക്ടർമാർ പറഞ്ഞു ശരിയാവൂല ബാംഗ്ലൂർക്ക് വിട്ടോളാൻ പറഞ്ഞു. ಊರಿನಲ್ಲಿದ್ದಂತ ವೈದ್ಯರು ಹೇಳಿದ್ರು, ಅಲ್ಲಿ ಸರಿಯಾಗುವುದಿಲ್ಲ, ನೀವು ಬೆಂಗಳೂರಿಗೆ ಕರೆದುಕೊಂಡು ಹೋಗಿ ಎಂಬುದಾಗಿ. അന്ന് സിസ്റ്ററിന് അവർക്കൊരു ഒലയുണ്ട്, തോട്ടമുണ്ട്. ബാംഗ്ലൂരിൽ 6 മാസം, ರಾಯಚೂರಿൽ 6 മാസം. ഇതായിരുന്നു ഇവരുടെ വ്യവസ്ഥ. ಅವರ ಊರಿನಲ್ಲಿ ರಾಯಚೂರಿನಲ್ಲಿ ಅವರಿಗೆ ಒಂದು ತೋಟ ಇತ್ತು. ಆದ ಕಾರಣವಾಗಿ ಬೆಂಗಳೂರಿನಲ್ಲಿ 6 ತಿಂಗಳು ಇದ್ದರೆ ರಾಯಚೂರಿನಲ್ಲಿ 6 ತಿಂಗಳು ಇರ್ತಾ ಇದ್ರು. ಇವರು പറഞ്ഞു, ಇಲ್ಲ ಅಪ್ಪನಿಗೆ ಕೆಲಸ ಮಾಡೋಕ್ಕೆ ಬೇರೆ ಯಾರೂ ಇಲ್ಲ, ನಾವು ಹೋಗಲೇಬೇಕು. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര മെമ്മറിയാണ്. ದೇವರು ಮಾಡುವಂತ ಅದ್ಭುತದ ಕುರಿತಾಗಿ ನನಗೆ ಬಹಳ ಜ್ಞಾಪಕ ಇರುತ್ತದೆ. ഡെലിവറി ടൈമായി അമ്മയുടെ വീട്ടിൽ പോയി ഡെലിവറി എടുക്കാൻ പോയി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തലവേദന, അയ്യോ തലവേദന. ಹೆರಿಗೆ ಸಮಯ ಬಂತು, ತಾಯಿ ಮನೆಗೆ ಹೆರಿಗೆಗೋಸ್ಕರವಾಗಿ ಹೋದ್ರು. ಆದ್ರೆ ಅವರಿಗೆ ಪದೇ ಪದೇ ತುಂಬಾ ತಲೆನೋವು ಬರ್ತಾ ಇತ್ತು. സഹിക്കാൻ പറ്റാത്ത തലവേദന, സഹിസക്കാಗದಿರುವಂತ ಒಂದು ತಲೆನೋವು. അവര് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ പറഞ്ഞു, ഇവിടെ പറ്റൂല, ബാംഗ്ലൂരോട്ട് കൊണ്ടുവരാൻ. ಅವರು ಆಸ್ಪತ್ರೆಗೆ ಹೋಗಿ ತೋರಿಸಿದ್ರು. ಆಗ ಅಲ್ಲಿ ವೈದ್ಯರು ಹೇಳಿದ್ರು, ಇಲ್ಲಿ ಆಗುವುದಿಲ್ಲ, ಬೆಂಗಳೂರಿಗೆ ಕರೆದುಕೊಂಡು ಹೋಗಿ ಎಂಬುದಾಗಿ. ബാംഗ്ലൂരിൽ വന്നു. ಬೆಂಗಳೂರಿಗೆ ಬಂದರು. ഡെലിവറി എവിടെയാ ബ്രദർ നടന്നത്? നിമാൻസിലായിരുന്നു. ഊരിലാണ് ഡെലിവറി ആയത്. ಹೆರಿಗೆ ಆದದ್ದು ಅವರ ಊರಿನಲ್ಲೇ ಆಗಿತ್ತು. ഡെലിവറി ആയി ഇമ്മീഡിയറ്റ് കുഞ്ഞിനെയും അമ്മേനെയും 2 ദിവസം 3 ദിവസം, 3ാമത്തെ ദിവസം അവരെ അമ്മേനെയും കുഞ്ഞിനെയും കൊണ്ട് അവർ ബാംഗ്ലൂരിൽ വന്നു. ಅವರ ಹೆರಿಗೆ ಆಗಿ 2-3 ದಿನ ಆದ ನಂತರವಾಗಿ ತಕ್ಷಣವೇ ಆ ಮಗುವನ್ನು ತಾಯಿಯನ್ನು ಬೆಂಗಳೂರಿಗೆ ಕರೆದುಕೊಂಡು ಬಂದರು. നിമാൻസിൽ അവരെ കൊണ്ടുപോയി. ನಿಮಾನ್ಸ್ನಲ್ಲಿ ಅವರನ್ನು ಕರೆದುಕೊಂಡು ಹೋದರು. ഡോക്ടർ പറഞ്ഞു, കുട്ടിയെയും അമ്മയെയും സെപ്പറേറ്റ് ചെയ്യുക. ವೈದ್ಯರು ಹೇಳಿದ್ರು, ತಾಯಿಯನ್ನು ಮಗುವನ್ನು ಬೇರೆ ಬೇರೆಯಾಗಿ ಇಡ್ರಿ ಎಂಬುದಾಗಿ. 3 ദിവസമുള്ള കുട്ടിയെ
അമ്മയിൽ നിന്ന് മാറ്റി നിർത്തി. 3 ದಿನ ಇರುವಂತ ಒಂದು ಮಗುವನ್ನು ತಾಯಿಯಿಂದ ದೂರಪಡಿಸಿ. അവർ പറഞ്ഞ ഒരു കാരണം, അമ്മയ്ക്കൊരു വലിയ തലവേദനയുണ്ട്. ಅವರು ಹೇಳಿದ ಒಂದು ಕಾರಣ, താಯಿಗೆ ಒಂದು ದೊಡ್ಡ ತಲೆನೋವಿದೆ. ടെസ്റ്റ് ചെയ്തപ്പോൾ ആ റിപ്പോർട്ട് ഞാൻ കണ്ടതാണ്. ആ റിപ്പോർട്ടിൽ എഴുതി വെച്ച വാക്ക് ഇങ്ങനെയാണ്: ഹെപ്പറ്റൈറ്റിസ് മെനഞ്ചൈറ്റിസ് സിയ ബി എന്ന് പറഞ്ഞു. ಆ ರಿಪೋರ್ಟ್ ತಂದಾಗ ಪಾಸ್ಟರ್ ಅದನ್ನು ಓದಿದರು. ಅದರಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವುದು ಹೆಪಟೈಟಿಸ್ ಮೆನಿಂಜೈಟಿಸ್ ಬಿ ಎಂಬುದಾಗಿ. എനിക്കിത് അറിയത്തില്ല. ഞാൻ എൻ്റെ സഹോദരിയോട് ചോദിച്ചു ഇത് എന്താണെന്ന്. ഞാൻ ആ റിപ്പോർട്ടിന്റെ ഒരു ഫോട്ടോ എടുത്തു, അയച്ചു കൊടുത്തു. ಅದರ ಕುರಿತಾಗಿ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನನ್ನ ಸಹೋದರಿಗೆ ಅದರ ಒಂದು ಚಿತ್ರವನ್ನು ತೆಗೆದು ಕಳಿಸಿಕೊಟ್ಟೆ. അവർ പെട്ടെന്ന് ചോദിച്ചു ആർക്കായി രോഗമുള്ളതെന്ന്. ಅವರು ತಕ್ಷಣವೇ ಕೇಳಿದ್ರು ಯಾರಿಗಾಗಿದೆ ಈ ರೋಗ ಎಂಬುದಾಗಿ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സിസ്റ്ററിനാണെന്ന് പറഞ്ഞു. ಪಾಸ್ಟರ್ ಹೇಳಿದ್ರು ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಬರುವಂತ ಒಂದು ಸಹೋದರಿಗಾಗಿದೆ ಎಂಬುದಾಗಿ. അടുത്ത വാക്ക് എൻ്റെ സഹോദരി പറഞ്ഞത്, ಮುಂದಿನ ಮಾತು ನನ್ನ ಸಹೋದರಿ ಹೇಳಿದ್ದು, ദയവ് ചെയ്ത് അവരുടെ അടുക്കൽ പോകരുത്, ದಯಮಾಡಿ ಅವರ ಬಳಿಗೆ ಹೋಗಬೇಡ್ರಿ. ആ രോഗം വന്നാൽ അത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആകുന്നത് സിസ്റ്റർ? എങ്ങനെയാണ് ഒരാളിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നത്? ആ രോഗ ಬಂದ್ರೆ ಯಾವ ರೀತಿಯಾಗಿ ಹರಡುತ್ತದೆ ಒಂದು ವ್ಯಕ್ತಿಯಿಂದ ಇನ್ನೊಂದು ವ್ಯಕ್ತಿಗೆ? പ്രൊഫസറോടും സീനിയർ നഴ്സുമാരോടും ചോദിക്കുവാണ്. ചില രോഗങ്ങൾ വെള്ളത്തിൽ കൂടെ പകരും, വേറെ ചില രോഗങ്ങൾ ബ്ലഡിൽ കൂടെ പകരും, വേറെ ചില രോഗങ്ങൾ ಕೆಲ ರೋಗಗಳು ನೀರಿನಿಂದ ಹರಡುತ್ತದೆ, ಕೆಲ ರೋಗಗಳು ರಕ್ತದಿಂದ ಹರಡುತ್ತದೆ. അന്തരീക്ഷത്തിൽ കൂടെ എയറിൽ കൂടെ സ്പ്രെഡ് ആകും. ಅಂತರಿಕ್ಷದಲ್ಲಿ ಹಾರಾಡುವಂತ ಆ ಒಂದು ಕ್ರಿಯೆಗಳಿಂದ ಕೂಡ ಹರಡಲ್ಪಡುತ್ತದೆ. ആ രോഗമുള്ള വ്യക്തിയുടെ അടുക്കൽ പോലും, ആ റൂമിൽ പോലും മറ്റൊരാൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ആ കുഞ്ഞിനെ അന്ന് തന്നെ ആശുപത്രിക്കാർ പറഞ്ഞു മാറ്റിക്കോ. 3 ദിവസം പ്രായമുള്ള കുഞ്ഞിന് നിശ്ചയമായിട്ടും അമ്മയുടെ പാല് കുടിക്കണം. ആ കുട്ടിക്ക് അതിന് പോലും അവർ പെർമിറ്റ് ചെയ്തില്ല. ಅವರಿಗೆ ರೋಗ ಇದ್ದ ಕಾರಣವಾಗಿ ಯಾರು ಅಲ್ಲಿಗೆ ಹೋಗಬಾರದು. ಅದಕ್ಕೋಸ್ಕರವಾಗಿ 3 ದಿನ ಇರುವಂತ ಪ್ರಾಯ ಇರುವಂತ ಮಗುವನ್ನು ದೂರವಾಗಿದ್ದು, 3 ದಿನ ಪ್ರಾಯ ಇರುವಂತ ಮಗು ತಾಯಿಯ ಹಾಲು ಕುಡಿಯದೆ ಅದನ್ನು ದೂರ ಮಾಡಿದರು. എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു, സിപ്പാനിയിൽ. ನನಗನ್ನಿಸ್ತದೆ ಆ ಮಗುವನ್ನು ಸಿಪಾನಿಗೆ ಇಲ್ಲಿ ಕರೆದುಕೊಂಡು ಬಂದರು. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഇതിന് പശുവും പാല് കൊടുക്കാൻ പറ്റൂല, കുപ്പിപ്പാല് കൊടുക്കാൻ പറ്റൂല. ഇത് എന്ത് സാധനമാണ്? ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ഇത്രയുള്ളൊരു ഫീഡിംഗ് ബോട്ടിൽ കിട്ടി. ഇത്രയുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് 3 ദിവസം പ്രായമുള്ള കുട്ടിക്ക് വേണ്ടി ഒരു ഫീഡിംഗ് ബോട്ടിൽ മേടിക്കാൻ പോകുന്നത്. ನಾನು ನೋಡುವಾಗ ಹಸುವಿನ ಹಾಲು ಕೊಡುವುದಕ್ಕಾಗೋದಿಲ್ಲ, ಹಾಲಿನ ಪುಡಿ ಕಲಿಸಿ ಕೊಡುವುದಕ್ಕಾಗೋದಿಲ್ಲ. ನನ್ನ ಜೀವಿತದಲ್ಲಿ ಮೊದಲೇ ಬಾರಿಗೆ ಮೆಡಿಕಲ್ಗೆ ಹೋದಾಗ ಇಷ್ಟು ಚಿಕ್ಕ ಒಂದು ಬಾಟಲ್ ಇರುವಂಥದ್ದು ಕೊಟ್ಟರು. ഈ കുഞ്ഞു വിരലിൽ ഇത്രയേ ഉള്ളൂ, ಇಷ್ಟು ಈ ಕಿರು ವಿರಳಿನ ಅಷ್ಟೇ ಇರುವಂಥದ್ದು. അങ്ങനത്തെ ഒരു കൊച്ചു ഫീഡിംഗ് ബോട്ടിൽ. ಆ ರೀತಿಯಾಗಿ ಹಾಲು ಕುಡಿಸೋಕ್ಕಿರುವಂಥ ಒಂದು ಬಾಟಲ್. കുട്ടിയുടെ അമ്മയും എന്താണ് ഇപ്പുറത്തെ അമ്മ അപ്പുറത്തെ അമ്മ എല്ലാവരും കൂടി കുട്ടിയിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞ് നല്ല കരച്ചിലാണ്. 2 ತಾಯಂದಿರು ಕೂಡ ಮಗುವನ್ನು ಪ್ರಯತ್ನಿಸ್ತಾ ಇದ್ದಾರೆ ಸುಮ್ಮನೆ ಮಾಡೋದಕ್ಕಾಗಿ. ಆದರೆ ಮಗು ತುಂಬ ಜೋರಾಗಿನೇ ಅಳ್ತಾ ಇತ್ತು. ഞങ്ങൾക്ക് ടെൻഷൻ, ನಮಗೂ ಕೂಡ ಬಹಳ ಒಂದು ರೀತಿಯಾಗಿ ಟೆನ್ಷನ್ ಆಯಿತು. ഓരോ ദിവസവും റിപ്പോർട്ടുകൾ വരുന്നതെല്ലാം ബുദ്ധിമുട്ടായിട്ടാണ്. ಒಂದೊಂದು ದಿನವೂ ರಿಪೋರ್ಟ್ಗಳು ಬರುವುದು ಬಹಳ ಕಷ್ಟಕರವಾಗಿತ್ತು. ഈ സഭയിൽ ഒരു സാറാമ എന്ന് പറയുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു. ಈ ಸಭೆಯಲ್ಲಿ ಸಾರಮ್ಮ ಎಂಬುದಾಗಿರುವಂತಹ ಒಂದು ಆಂಟಿ ಇದ್ದರು. ആന്റി, ಆಂಟಿ ജിസ ಆಂಟಿ, മമ്മി, എനിക്കൊന്ന് അനു ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ನನಗನ್ಸಿದೆ. എനിക്ക് ഉറപ്പില്ല. ഇവർ 3 പേരും അന്ന് നമ്മൾക്ക് ഹൈവേയുടെ അടുക്കൽ ഒരു വാടക ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ പോയി ഒരു ദിവസം ഇവർ ഉപവസിച്ച് അമ്മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ಹೈವೇ ಬಳಿಯಲ್ಲಿ ಒಂದು ಸಭೆ ಇತ್ತು, ಬಾಡಿಗೆಗೆ ತೆಗೆದುಕೊಂಡಂತ. ಅಲ್ಲಿ ಇವರು 3 ಜನರು ಕೂಡ ಕೂತು ಪ್ರಾರ್ಥಿಸಿದರು. ಹಲ್ಲೆಲೂಯಾ. ഒരാഴ്ച കഴിഞ്ഞു ഈ സഹോദരി ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്നു. ಒಂದು ವಾರದ ನಂತರವಾಗಿ ಆ ಸಹೋದರಿ ಆಸ್ಪತ್ರೆಯಿಂದ ಇಲ್ಲಿಗೆ ಬಂದರು. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ജീവനുള്ള എല്ലാ കാലത്തും ഈ മെഡിസിൻ കഴിക്കണം. ವೈದ್ಯರು ಹೇಳಿದ್ರು ನೀವು ಜೀವಂತವಾಗಿರುವಂತ ಎಲ್ಲ ದಿನವೂ ಈ ಔಷಧಿ ನೀವು ತೆಗೆದುಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿ. ಹೌದಾ ಸಿಸ್ಟರ್? ಎಷ್ಟು ದಿನ ತಿಂದಿದ್ದೀರಾ? ಎಷ್ಟು ತಿಂಗಳು? 1 ಮಾസം പോലും അവർ കഴിച്ചില്ല. 1 ತಿಂಗಳು ಕೂಡ ಅವರು ಔಷಧಿಯನ್ನು ತೆಗೆದುಕೊಳ್ಳಲಿಲ್ಲ. ಆ 1 മാസത്തെ മെഡിസിൻ ಎಷ್ಟು ಖರ್ಚಾಗುತ್ತೆ ಬ್ರದರ್? 5,000. അന്ന് ഇദ്ദേഹം പറഞ്ഞോട്ടെ, ഇദ്ദേഹം ഒരു സാധാരണ പെയിന്റ് ജോലി ചെയ്യുന്ന ഒരാളാണ്. ಆವತ್ತಿನ ಸಮಯದಲ್ಲಿ ಅದಕ್ಕೆ 5,000 ರೂಪಾಯಿ ಖರ್ಚಾಗ್ತದೆ. ಆದ್ರೆ ಅವರು ಸಾಮಾನ್ಯವಾಗಿ ಪೇಂಟ್ ಕೆಲಸ ಮಾಡುವಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ರು. 5,000 രൂപ അവർക്ക് കൊണ്ട് വാടക കൊടുക്കാൻ ഒക്കാത്ത സമയങ്ങൾ. 5,000 ರೂಪಾಯಿ ಬಾಡಿಗೆ ಕೂಡ ಕೊಡಕ್ಕಾಗದಿರುವಂತ ಒಂದು ಸನ್ನಿವೇಶ. 1 മാസം 5,000 രൂപ മെഡിസിന് വേണ്ടി മാത്രം വേണം. 1 ತಿಂಗಳು 5,000 ರೂಪಾಯಿ ಬರೋ ಔಷಧಿಗಾಗಿ ಕೊಡಬೇಕು. അങ്ങനെയാണെങ്കിൽ കണക്കിൽ ജയിച്ചവർ മാത്രം പറയുക 1 വർഷം എത്ര രൂപ വേണം? ಹಾಗಿದ್ರೆ ಗಣಿತದಲ್ಲಿ ಪಾಸ್ ಆದರೂ ಮಾತ್ರ ಹೇಳಿರಿ 1 ವರ್ಷ ಎಷ್ಟು ಬೇಕು? 60,000 രൂപ. 60,000 ರೂಪಾಯಿ. സിസ്റ്ററിന് എത്ര ആയുസ്സുണ്ട് അത്രയും വർഷങ്ങൾ ഈ പൈസ
മെഡിസിന് വേണ്ടി മാറ്റിവെക്കണം. ಸಿಸ್ಟರ್ಗೆ ಎಷ್ಟು ಆಯುಸ್ಸು ಇರುತ್ತದೋ ಅಷ್ಟು ವರ್ಷಗಳು ಔಷಧಿಗೋಸ್ಕರವಾಗಿ ಇಷ್ಟು ಹಣವನ್ನು ತೆಗೆದಿರಬೇಕಾಗ್ತದೆ. ബ്രദർ ആഹാരത്തിന് വേണ്ടി മാറ്റിവെച്ചാലില്ലെങ്കിലും മെഡിസിന് വേണ്ടി ഉറപ്പായിട്ടും മാറ്റിവെക്കും. ಸಹೋದರ ಆಹಾರಕ್ಕಾಗಿ ತೆಗೆದಿರ್ತಾರೋ ಇಲ್ಲೋ ಗೊತ್ತಿಲ್ಲ, ಆದ್ರೆ ಔಷಧಿಗಾಗಿ ನಿಶ್ಚಯವಾಗಿ ಅದನ್ನು ಬೇರ್ಪಡಿಸಿರ್ತಾರೆ. വാടക കൊടുത്താലില്ലെങ്കിലും മെഡിസിന് വേണ്ടി മാറ്റിവെക്കും. ಬಾಡಿಗೆ ಕೊಟ್ಟರು ಇಲ್ಲದ ಕೂಡ ಔಷಧಿಗಾಗಿ ಅದನ್ನು ತೆಗೆದಿರ್ತಾರೆ. ഒരു വെള്ളിയാഴ്ച ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ, അതോ ഞായറാഴ്ചയാണോ? ಒಂದು ಶುಕ್ರವಾರ ಇಲ್ಲಿ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ನಡೆಯುವಾಗ, ഇവിടെയാണോ അവിടെയാണോ? ഓക്കെ. അവിടെ നടക്കുമ്പോൾ ಅಲ್ಲಿ ನಡೆಯುವಾಗ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ಈ ಸಹೋದರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿದೆವು. ഞാൻ കാണുന്നത് ഇവർ ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവരുടെ തലയുടെ മുകളിൽ നിന്ന് ഇത്രയും ഭാഗത്തുനിന്ന് ഒരു വേപ്പർ, എന്തോ ഈ ആവി പൊങ്ങിപ്പോകുന്ന ഞാൻ കണ്ടു. ನಾನು ನೋಡುವಾಗ ಅವರು ಹೀಗೆ ನಿಂತಿದ್ದಾರೆ, ಆದ್ರೆ ಅವರ ತಲೆಯ ಮೇಲ್ಭಾಗದಿಂದ ಇಷ್ಟು ಜಾಗದಿಂದ ಒಂದು ರೀತಿಯಾದ ಹೊಗೆ ಆವಿ ಹೋಗ್ತಾ ಇರುವಂತದ್ದನ್ನು ನೋಡಿದೆ. ഞാൻ കണ്ടത് വിളിച്ചു പറഞ്ഞു. ಪಾಸ್ಟರ್ ನೋಡಿದಂತದ್ದನ್ನು ಹೇಳಿದರು. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ಆ ಸಹೋದರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿದೆವು. അന്ന് വരെ എൻ്റെ തല എന്നെ, എനിക്ക് വയ്യ, തലവേദന എന്ന് പറഞ്ഞയാള്, ಅದುವರೆಗೂ ಅವರಿಗೆ ತಲೆನೋವು ಆಗ್ತಾ ಇಲ್ಲ ಎಂದು ಹೇಳಿದ ವ್ಯಕ್ತಿ കഴിഞ്ഞ 7 വർഷമായി, ಕಳೆದ 7 ವರ್ಷವಾಯ್ತು. ആ സഹോദരി മറക്കുന്ന അളവുകളിൽ ദൈവം അവരെ വിടുവിച്ചു. ದೇವರು ಆ ಸಹೋದರಿ ಮರೆಯುವ ಅಳತೆಯಲ್ಲಿ ದೇವರ ಸಹೋದರಿಗೆ ಸೌಖ್ಯವನ್ನು ಕೊಟ್ಟು ಬಿಡುಗಡೆ ಕೊಟ್ಟರು. ഇനി എൻ്റെ സഹോദരി, മൈ സിസ്റ്റർ, ನನ್ನ ಸಹೋದರಿ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ಅವರೊಂದು ವೈದ್ಯಕೀಯ ವಿಭಾಗದಲ್ಲಿ ಅನುಭವಸ್ಥರಾದಂತ ಒಂದು ಒಬ್ಬರಾಗಿದ್ದಾರೆ. ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ PG വാങ്ങിച്ച ആളാണ്. ಫಾರಿನ್ ಯೂನಿವರ್ಸಿಟಿಯಿಂದ PG ಅನ್ನು ಪಡೆದುಕೊಂಡಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ. അവർ പറഞ്ഞ മറുപടി, ಅವರು ಹೇಳಿದ ಉತ್ತರ, ഈ രോഗം വന്നാൽ അത് മാറത്തില്ല. ಈ ರೋಗ ಬಂದ್ರೆ ಅದು ನೀಗಿ ಹೋಗುವುದಿಲ್ಲ. മരണത്താലല്ല അത് പോകത്തില്ല. ಮರಣದ ಹೊರತಾಗಿ ಅದು ದೂರವಾಗುವುದಿಲ್ಲ. മരണത്തിൽ നിന്ന് ജീവന്റെ സോണിലോട്ട് കയറ്റിയ ഒരു യേശുവുണ്ട്. ಮರಣದಿಂದ ಜೀವದ ಕಡೆಗೆ ತಲುಪಿಸುವಂತ ಯೇಸು ಸ್ವಾಮಿ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ಇನ್ನು ಹೇಳಕ್ ಹೋಗುವಂತದ್ದು ನಿಮಗೆ ಸ್ವಲ್ಪ ತೊಂದರೆ ಪಡಿಸುವಂತ ಸಂಗತಿ ಆಗಿರಬಹುದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കുടുംബമായിട്ട് പറയുകയാണ്, ಕುಟುಂಬವಾಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക. ಪರಲೋಕದಿಂದ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. നിങ്ങൾ സാക്ഷിയായി ജീവിക്കുക. ನೀವು ಸಾಕ್ಷಿಗಳಾಗಿ ಜೀವಿಸಿ. നിങ്ങളുടെ ആരോഗ്യം ദൈവം അനുഗ്രഹിച്ചാൽ, ನಿಮ್ಮ ಆರೋಗ್ಯ ದೇವರು ಆಶೀರ್ವದಿಸಿದರೆ, അതേ ആരോഗ്യം ಅದೇ ಆರೋಗ್ಯ കർത്താവിന്റെ വയലിൽ ചെലവഴിക്കുക. ಕರ್ತನ ಹೊಲದಲ್ಲಿ ಅದನ್ನು ಖರ್ಚು ಮಾಡಿರಿ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ಅದಕ್ಕಾಗಿ ದೇವರು ನಿಮಗೆ ಸಹಾಯ ಮಾಡಲಿ. മനസ്സുണ്ടോ? ನಿಮಗೆ ಒಪ್ಪಿಗೆ ಇದೆಯಾ? സിദ്ധത ಇದೆಯಾ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ബാക്കി ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, നിങ്ങളെ ഫാമിലി ആയിട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് സാക്ഷിയാക്കാൻ പോവാണ്. ಹಾಗಿದ್ರೆ ನಿಮ್ಮನ್ನು ಕರೆದ ಕುಟುಂಬವಾಗಿ ಪ್ರಾರ್ಥಿಸಿ ನಿಮ್ಮನ್ನು ಸಾಕ್ಷಿಗಳಾಗಿ ನಿಲ್ಲಿಸಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. എത്ര നല്ല ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ಎಷ್ಟು ಒಳ್ಳೆ ದೇವರನ್ನು ನಾವು ಸೇವಿಸ್ತಾ ಇರುವಂತದ್ದು. എത്ര നല്ല ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ಎಷ್ಟು ಒಳ್ಳೆ ದೇವರನ್ನು ನಾವು ಆರಾಧಿಸ್ತಾ ಇದ್ದೇವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ಎಷ್ಟೊಂದು ಉಪಕಾರ ನನಗಾಗಿ ಮಾಡಿದಿ. എന്തോന്ന്? ಎಷ್ಟೊಂದು ಉಪಕಾರ. ഓ, അത് വേറെയാണ്. ಜಗದಲ್ಲಿ ನೀ ಮಾಡಿರುವೆ ನನ್ನ ಬಲവും എനിക്ക് പാട്ട് ഓർമ്മയില്ല, നിങ്ങൾ ഇത്രയും സഹായിക്കുന്നു വിചാരിച്ചില്ല. ആരാധനേ എന്തെന്തു നിമഗേ ಆರಾಧನೆ ನನ್ನ ಉಸಿರಿರುವ ದಿನವೆಲ್ಲ ನಾ ಮಾಡುವೆ ನಿಮಗೆ ಆರಾಧನೆ. ನನ್ನ ಉಸಿರಿರುವ ದಿನವೆಲ್ಲ ನಾ ಮಾಡುವೆ ನಿಮಗೆ ಆರಾಧನೆ. ಆರಾಧನೆ ಆರಾಧನೆ ಯೇಸುವಿಗೆ ಆರಾಧನೆ. ഒരു പുതിയ സാക്ഷിയെ കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. ಒಂದು ಹೊಸ ಸಾಕ್ಷಿಯಾಗಿ ದೇವರು ಎಬ್ಬಿಸಲಿ. ഞാൻ എന്തിനാ ഇതെല്ലാം ഓർപ്പിക്കുന്നത്? I want you to remind from where God had brought you up.
ನಾನು ಯಾಕೆ ಇದನ್ನು ನೆನಪಿಸುವಂತ ನೀವು ಎಲ್ಲಿಂದ ಇಲ್ಲಿಗೆ ಬಂದಿವೆ ಎಂಬುದಾಗಿ ನಿಮ್ಮನ್ನು ನೆನಪಿಸುವುದಕ್ಕಾಗಿ. ആക്സിഡന്റിൽ പറഞ്ഞല്ല സിസ്റ്റർ, കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞ് എന്നെ പുഷ് ചെയ്യുന്നുണ്ട്. ಆಕಸ್ಮಿಕವಾಗಿ ಹೇಳಿದಂತಲ್ಲ ಸಿಸ್ಟರ್, ದೇವರ ಆತ್ಮನು ಕಳೆದ ಬುಧವಾರದಿಂದ ನನ್ನನ್ನು ಬಹಳ ಒತ್ತಾಯಪಡಿಸ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പഴയ സാക്ഷ്യങ്ങളുണ്ട്, ಹಳೆಯ ಸಾಕ್ಷಿಗಳಿದೆ, പുതിയ സാക്ഷ്യങ്ങളുണ്ട്. ಹೊಸ ಸಾಕ್ಷಿಗಳಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞാൻ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്? ನಾನು ಹೇಳ್ತೇನೆ, ಯಾಕೆ ದೇವರಿಗೆ ಪ್ರಥಮ ಸ್ಥಾನ ಕೊಡಬೇಕೆಂಬುದಾಗಿ. കടം മേടിച്ച് തകർന്നു പോകേണ്ടുന്ന കുടുംബം, ಸಾಲದಿಂದ ನಾಶನವಾಗಬೇಕಾದ ಕುಟುಂಬ, രോഗം കയറി നാശമായി പോകേണ്ടുന്ന കുടുംബം, ರೋಗ ಬಂದು ನಾಶನವಾಗಬೇಕಾದ ಕುಟುಂಬ, ഇന്ന് നന്മയോടെ നിൽക്കുവാൻ ഒറ്റ വ്യക്തിയാണ് കാരണം. ಇವತ್ತು ಆಶೀರ್ವಾದವಾಗಿ ನಿಲ್ಲುವುದಕ್ಕೆ ಒಬ್ಬರೇ ಒಬ್ಬರು ಕಾರಣರು, അതിന്റെ യേശു മാത്രമാണ് ಅದರ കാരണം. ಯೇಸು ಕರ್ತನು ಮಾತ್ರನೇ അവനെ ಕಾರಣ. സ്നേഹിക്കുവാനും അവനെ സേവിക്കുവാനും അല്ലാതെ എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ಆತನನ್ನು ಪ್ರೀತಿಸುವುದಲ್ಲದೆ, ಆತನನ್ನು ಸ್ನೇಹಿಸುವುದಲ್ಲದೆ ಮತ್ತೇನು ದೇವರು ನಮ್ಮಿಂದ ಅಪೇಕ್ಷಿಸುವಂತದ್ದು? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. രോഗം തരുന്നത് ഈ ലോകമാണ്, ರೋಗ ಕೊಡುವಂತದ್ದು ಈ ಲೋಕವಾಗಿದೆ. പക്ഷേ മനുഷ്യന് ഇഷ്ടം ಆದ್ರೆ ಮನುಷ್ಯನ ಇಷ್ಟ ആ രോഗം തരുന്ന ലോകത്തിന്റെ പുറകെ പോകാനാ. ಆ ರೋಗ ಕೊಡುವಂತ ಲೋಕದ ಹಿಂದೆ ಹೋಗುವುದಕ್ಕೆ. നിങ്ങളെ കുറിച്ചല്ലാട്ടോ പറഞ്ഞേ, ബാക്കിയുള്ളവരെ കുറിച്ചാണ്. ನಿಮ್ಮ ಕುರಿತಾಗಿ ಅಲ್ಲ, ಉಳಿದವರ ಕುರಿತಾಗಿ ಹೇಳುವಂತದ್ದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഒരു കൊച്ചു സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ಒಂದು ಚಿಕ್ಕ ಸೌಖ್ಯ ಸಿಕ್ಕಿರುವುದಾದರೆ അതിന്റെ അകത്ത് ಅದರೊಳಗಡೆ നമുക്ക് ഫൈനാൻഷ്യൽ ലോസുകൾ വരാം, ನಮಗೆ ಹಣಕಾಸಿನಲ್ಲಿ ಒಂದು ರಾಶನ ಉಂಟಾಗಬಹುದು, ആരോഗ്യത്തിൽ നമുക്ക് ലോസുകൾ വരാം, ಆರೋಗ್ಯದಲ್ಲಿ ನಾವು ನಷ್ಟ ಆಗಬಹುದು, ആയുസ്സിൽ നമുക്ക് ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ. ಆಯುಸ್ಸು ನಮಗೆ ಚಿಕ್ಕ ಸಮಯ ಇರುತ್ತದೆ. ഇതെല്ലാം ദൈവം നമ്മളെ വിടുവിക്കുമ്പോൾ ಇದೆಲ್ಲ ನಮ್ಮನ್ನು ದೇವರು ಬಿಡಿಸುವಂತದ್ದು. ദൈവത്തെ മറക്കരുത്, ದೇವರನ್ನು ಮರೆಯಬಾರದು, ദൈവത്തെ മറക്കരുത്, ದೇವರನ್ನು ಮರೆಯಬಾರದು, ദൈവത്തെ മറക്കരുത്, ದೇವರನ್ನು ಮರೆಯಬಾರದು, ദൈവത്തെ മറക്കരുത്. ದೇವರನ್ನು ಮರೆಯಬಾರದು. Give first to Lord. ದೇವರಿಗೆ ಮೊದಲನೇದನ್ನು ಕೊಡಿರಿ. നമ്മുടെ ഒന്നാമത്തെ സ്ഥാനം ನಮ್ಮ ദൈവമായിരിക്കും. ಮೊದಲೇ ಪ್ರಥಮ ಸ್ಥಾನ ದೇವರಿಗಾಗಿರಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുക. ನೀವು ನಿಮ್ಮ ಜೀವನವನ್ನು ಪರೀಕ್ಷಿಸಿ ನೋಡಿ. ഏതാണ് എന്റെ ഏറ്റവും വലിയ സാക്ഷ്യം? ಈ ದೊಡ್ಡ ಸಾಕ್ಷಿ ಅಂದರೆ എന്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഏതാണ്? ನನ್ನ ದೊಡ್ಡ ಸಾಕ್ಷಿ ಯಾವುದಂತ ಕೇಳಿದರೆ അത് പോയി ഒരു 4 പേരോട് പറ, ಅದು ಹೋಗಿ ಒಂದು 4 അതൊരു ಜನರಿಗೆ 5 പേരോട് പറ, ಹೇಳಿರಿ, 5 ಜನರೊಟ್ಟಿಗೆ ಹೇಳಿರಿ, ജോലി സ്ഥലങ്ങളിൽ ചെന്നിട്ട് പറ, ಕೆಲಸ ಜಾಗದಲ್ಲಿ ಹೇಳಿರಿ, ഞാൻ ഇന്ന് ഈ കസേരയിൽ ഇരിക്കേണ്ടവനല്ല, ನಾನು ಇವತ್ತು ಕುರ್ಚಿಲಿ ഞാൻ ಕೂರಬೇಕಾದವನಲ್ಲ, ഇന്ന് ഈ സ്ഥലത്ത് വരേണ്ടവനല്ല, ನಾನು ಈ ಜಾಗದಲ್ಲಿ ഞാൻ ಬರಬೇಕಾದವನಲ್ಲ, ഇവിടെ ഇരിക്കേണ്ടവളല്ല. ನಾನು ಇಲ್ಲಿ എന്റെ ಕೂರಬೇಕಾದವನಲ್ಲ. യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട്, ನನ್ನ ಯೇಸುವನ್ನು ಪ್ರೀತಿಸಿದ എന്റെ ಕಾರಣ, യേശുവിനെ സഹായിച്ചതുകൊണ്ട്, ನನ್ನ ಯೇಸು ಸ್ವಾಮಿ ಸಹಾಯ അതേ യേശു ಮಾಡಿದ, നിങ്ങളെയും സഹായിക്കുമെന്ന് അവരോട് പറഞ്ഞാട്ടെ. ನನ್ನ ಯೇಸು ನಿಮಗೂ ಕೂಡ ಸಹಾಯ ಮಾಡ್ತಾರೆ ಅಂತ ಅವರೊಟ್ಟಿಗೆ ಹೇಳಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆ 24ನೇ ಅಧ್ಯಾಯ അതിന്റെ 49. ಅದರ 49ನೇ ವಾಕ್ಯ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ എന്റെ പിതാവ് വാഗ്ദത്തം ഞാൻ ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും. ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പൻ എന്നും അവരോട് പറഞ്ഞു. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ, എന്റെ പിതാവ് പ്രോമിസ് ചെയ്തതിനെ ನನ್ನ ತಂದೆಯು ವಾಗ್ದಾನ ಮಾಡಿದ್ದು ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ನಾನು ನಿಮಗೆ ಕಳಿಸಿಕೊಡುತ್ತೇನೆ. എന്താണ് പിതാവ് പ്രോമിസ് ചെയ്തത്? ಏನಾಗಿದೆ ತಂದೆ ವಾಗ್ದಾನ ಮಾಡಿರುವಂತದ್ದು? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രോമിസ്, ದೇವರ ದೊಡ್ಡ ವಾಗ್ದಾನ ഒന്ന് യേശു തരുന്ന രക്ഷയാണ്. ಯೇಸು ಸ್ವಾಮಿ ಕೊಡುವಂತ യേശു ರಕ್ಷಣೆಯಾಗಿದೆ. തരുന്ന പാപമോചനമാണ്. ಯೇಸು ಕರ್ತನು ಕೊಡುವಂತ ಪಾಪದ ವಿಮೋಚನೆಯಾಗಿದೆ. എത്ര എളുപ്പമാണ് യേശുവിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി, നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് മാറ്റിക്കളയും. ಎಷ್ಟು ಸುಲಭವಾಗಿದೆ. ಯೇಸು ಸ್ವಾಮಿ ಸಾರಿ ನಾವು ನಂಬಿದ್ರೆ ಸಾಕು, ನಮ್ಮ ಎಲ್ಲ ಪಾಪ ವಿಮೋಚನೆ ಆಗುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പലരും ദൈവസന്നിധിയിലോട്ട് വരാനുള്ള പ്രയാസം, ಅದಕ್ಕೆ ಬದಲಾಗಿ ದೇವರ ಸಮ್ಮುಖಕ್ಕೆ ಬರುವಂತ ಒಂದು ತೊಂದರೆ, പലർക്കും കർത്താവിന്റെ അടുക്കൽ വരാൻ പറ്റാത്തതിന്റെ കാരണം, ಅನೇಕರಿಗೆ ದೇವರ ಸಮ್ಮುಖಕ್ಕೆ ಬರದಿರುವಂತ ಕಾರಣ, പാപം വിടാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ಪಾಪ ಬಿಡುವುದಕ್ಕೆ ಮನಸ್ಸಿಲ್ಲದ ಕಾರಣ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞാൻ ആ ഒരു കുടുംബം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് ABCD ഓരോ വ്യക്തികൾ എടുത്താൽ നിങ്ങൾക്ക് പറയാൻ പല സാക്ഷ്യങ്ങളുണ്ട്. ನಾನು ಒಂದು ಕುಟುಂಬನ ತೆಗೆದುಕೊಂಡೆ, ಆದ್ರೆ ಇಲ್ಲಿರುವಂತ ಒಂದು ಕುಟುಂಬಗಳು ಒಂದೊಂದಾಗಿ ತೆಗೆಯುವುದಾದ್ರೆ ಅನೇಕ ಸಾಕ್ಷಿ ನಮಗೆ ಹೇಳುವುದಕ್ಕಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിൽ നിന്ന് ദൂരെ പോകല്ലേ, ದೇವರಿಂದ ದೂರವಾಗಬೇಡಿರಿ, ദൈവസന്നിധിയിൽ നിന്ന് ദൂരെ പോകല്ലേ, ದೇವರ ಸಮ್ಮುಖದಿಂದ ದೂರವಾಗಿರಬೇಡಿರಿ, ദൈവം തന്നതിനെ മറക്കല്ലേ, ದೇವರು ಕೊಟ್ಟದನ್ನು ಮರೆತು ಬಿಡಬೇಡಿರಿ, ദൈവത്തെക്കാട്ടിൽ മറ്റൊന്നിൽ സ്ഥാനം വരല്ലേ, ದೇವರಿಗಿಂತಲೂ ಬೇರೆ ಯಾವುದಕ್ಕೂ ಸ್ಥಾನ ಉಂಟಾಗಬಾರದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. മറ്റൊന്നും ദൈവത്തിന്റെ മുകളിൽ ഇല്ല. ಬೇರೆ ಯಾವುದು ದೇವರಿಗಿಂತ ಹೆಚ್ಚಾಗಿಲ್ಲ. ദൈവം തന്നതല്ലാതെ നമ്മൾക്കൊന്നുമില്ല. ದೇವರು ಕೊಟ್ಟದವರು ಅಲ್ಲದೆ ನಮಗೆ ಏನೂ ಇಲ್ಲ. ദൈവമല്ലാതെ നമ്മുടെ മേൽ മറ്റൊന്നുമില്ല. ದೇವರಲ್ಲದೆ ನಮ್ಮ ಮೇಲೆ ಬೇರೆ ಯಾವುದೂ ಇಲ್ಲ. ആ ദൈവത്തിന് കൊടുക്കുന്നതില് ಆ ದೇವರಿಗೆ ಕೊಡುವುದರಲ್ಲಿ സമയമാകട്ടെ, ಸಮಯವಾಗಲಿ, ദിവസങ്ങളാകട്ടെ, ದಿನಗಳಾಗಲಿ, ആരോഗ്യമാകട്ടെ, ಪಣವಾಗಲಿ, ಹಣವಾಗಲಿ, കണക്ക് പറയരുത്, ಲೆಕ್ಕ ಹೇಳಬಾರದು, പിറുപിറുക്കരുത്. ಗುಣಗುಟ್ಟಬಾರದು. സന്തോഷത്തോടെ ദൈവം തന്നെങ്കിൽ ಸಂತೋಷವಾಗಿ ದೇವರು സന്തോഷത്തോട് കൊടുപ്പാൻ നന്ദിയുള്ളവരായിരിക്കുക. ಸಂತೋಷವಾಗಿ ಕೊಡುವುದಕ್ಕೆ ನಾವು ಕೃತಜ್ಞತೆ ಉಳ್ಳವರಾಗಿರಬೇಕು. യേശു പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದರು, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ನನ್ನ ತಂದೆಯು ವಾಗ್ದಾನ ಮಾಡಿದನು ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ನಾನು ನಿಮಗೆ ಕಳಿಸಿಕೊಡುತ್ತೇನೆ. I will send upon you. ನಾನು ನಿಮ್ಮ ಮೇಲೆ ഞാൻ ಕಳಿಸಿಕೊಡುತ್ತೇನೆ. നിങ്ങളുടെ മേൽ എന്റെ പിതാവ് വാഗ്ദത്തം പറഞ്ഞതിനെ അയക്കും. ನನ್ನ ತಂದೆ ನಿಮಗೆ
ವಾಗ್ದಾನ ಮಾಡಿದ ನಿಮ್ಮ ಮೇಲೆ കർത്താവിന്റെ ಕಳಿಸಿಕೊಡುತ್ತೇನೆ. ആത്മാവിനോട് ഇങ്ങനെ ഇടപെടുന്നു. ಕರ್ತನ ಆತ್ಮನ ಸಂಗಡ ಹೀಗೆ ಮಾತನಾಡ್ತಾ ಇದ್ದಾರೆ. വയറിന്റെ ഈ ഭാഗങ്ങളിൽ മേൽവശങ്ങളിൽ നെഞ്ചിന് താഴെ ಹೊಟ್ಟೆಯ ಮೇಲ್ಭಾಗದ ಸ್ವಲ್ಪ ಕೆಳಗಿನ ಜಾಗದಲ್ಲಿ അതിന്റെ അകത്ത് വീർത്തു വരുന്ന ഒരു വ്യക്തിയെ ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കുന്നു. ಅದರಲ್ಲಿ ಉಬ್ಬಿ ಬರುವಂತ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಕರ್ತನ ಆತ್ಮನ ಬಿಡುಗಡೆ ಕೊಡ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ನನಗೆ ಬಹಳ ಸ್ಪಷ್ಟವಾಗಿ വചനം ಗೊತ್ತು. കേൾക്കുമ്പോൾ തന്നെ ദൈവം പലരെയും തൊടുന്നുണ്ടെന്ന്. ವಾಕ್ಯ ಕೇಳುವಾಗಲೇ ದೇವರು ಅನೇಕರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ. എടുത്തു പറയുവാൻ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വെറുതെ പറഞ്ഞു പോകുന്നത്. ಅದು ಪುನಃ ಪುನಃ ಹೇಳುವುದಕ್ಕೆ ಅಗತ್ಯವಿಲ್ಲದ ಕಾರಣವಾಗಿ ಹೇಳಿ ಹೋಗುವಂತದ್ದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇതിന്റെ അകത്ത് ಇದರ ಒಳಗಡೆ ഒരു ഹീലിംഗ് ദൂതൻ നടക്കുന്നുണ്ട്. ಒಂದು ಸೌಖ್ಯದ ದೇವದೂತನು ನಡೀತಾ ಇದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നീ വചനം കേൾക്കുമ്പോൾ ಈ തന്നെ ವಾಕ್ಯವನ್ನು ಕೇಳುವಾಗಲೇ ചിലരെ ആ ദൂതൻ തൊടും. ಕೆಲವರನ್ನು ದೇವದೂತರು ചിലർ ಮುಟ್ಟುತ್ತಾರೆ. വചനം കേൾക്കുമ്പോൾ ಕೆಲವರು ವಾಕ್ಯವನ್ನು നിങ്ങളുടെ ಕೇಳುವಾಗ ശരീരങ്ങളിൽ കർത്താവിന്റെ സ്പർശനങ്ങൾ ഉണ്ടായിരിക്കും. ನಿಮ್ಮ ಶರೀರದಲ್ಲಿ ಕರ್ತನ ಸ್ಪರ್ಶನ ಇರುತ್ತದೆ. ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ಅಲ್ಲಿ ನಿಂತಿರುವ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಎತ್ತಿ ಹೇಳುವುದಕ್ಕೆ ಅಗತ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തൊടുന്നു. ದೇವರ ಆತ್ಮವನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾರೆ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ನನ್ನ ತಂದೆ ನಿಮಗೆ ವಾಗ್ದಾನ ಮಾಡಿದನು. ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ನಾನು ನಿಮಗೆ ಕಳುಹಿಸಿಕೊಡುತ್ತೇನೆ. യേശു രക്തം തന്നു. ಯೇಸು ಸ್ವಾಮಿ ರಕ್ತವನ್ನು യേശു ಕೊಟ್ಟರು. ജീവൻ തന്നു. ಯೇಸು ಸ್ವಾಮಿ ಜೀವ യേശു ಕೊಟ್ಟರು. നിത്യജീവൻ ಯೇಸು തന്നു. ಸ್ವಾಮಿ ನಿತ್ಯ ಜೀವ ಕೊಟ್ಟರು. തന്റെ ശിഷ്യന്മാരെ മാത്രം വിളിച്ചു. ಆತನ ಶಿಷ್ಯರನ್ನು ಮಾತ್ರ ಕರೆದು. അതെന്താ ശിഷ്യന്മാരെ മാത്രം വിളിച്ചത്? ಯಾಕೆ ಶಿಷ್ಯರು ಮಾತ್ರ ವಿಂಗಡವಾಗಿ ಕರೆದದು? യേശുവിന്റെ കൂടെ ಯೇಸು ಸ್ವಾಮಿಯ ಸಂಗಡ 12 പേര് മാത്രമല്ല, 12 ಜನ ಮಾತ್ರ ಅಲ್ಲ, വേറെ 70 പേരുണ്ടായിരുന്നു. ಬೇರೆ 70 ಜನರಿದ್ದರು. അതല്ലാതെ വേറെ 500 പേരുണ്ടായിരുന്നു. ಅದಲ್ಲದೆ ಬೇರೆ 500 ಜನ ಇದ್ದರು. അതിനുശേഷം വേറെ 5000 പേര് വന്നു. ಆನಂತರವಾಗಿ 5000 ಜನರು ಬಂದರು. 5000 പേര് വന്നത് 5000 ಜನ ಬಂದದು അപ്പം കഴിക്കാനാണ്. ರೊಟ್ಟಿ ತಿನ್ನುವುದಕ್ಕೆ. ബാക്കി പല പുരുഷാരം വന്നത്, ಬಾಕಿ ಅನೇಕ ಪುರುಷರು ಬಂದದ್ದು. ഒത്തിരി ഗുംപു ജനര് ಬಂದಿರುವುದು. ತುಂಬಾ ಗುಂಪಿನ ಜನರು ಬಂದದ್ದು. അവര് വന്നത് ಅವರು ಬಂದದ್ದು ആ സൗഖ്യങ്ങളും വിടുതലിനും ಆ വേണ്ടിയിട്ടാണ്. ಸೌಖ್ಯ ಬಿಡುಗಡೆಗಾಗಿ. പക്ഷേ യേശു വിളിച്ചാലും ಅದು ಯೇಸು ಸ್ವಾಮಿ ಕರೆದರೆ യേശുവിന്റെ കൂടെ നടക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. ಯೇಸು ಸ್ವಾಮಿಯ ಸಂಗಡ ನಡೆಯುವಂತ ಕೆಲವು ವ್ಯಕ್ತಿಗಳಿದ್ದರು. അവരുടെ പേരാണ് ಅವರ ಹೆಸರಾಗಿದೆ ശിഷ്യന്മാർ. ಶಿಷ್ಯರು. നിങ്ങൾ ഒരു പക്ഷെ ആദ്യമായി വന്നവരാണെങ്കിലും ನೀವು ಒಂದು ಪಕ್ಷ ಮೊದಲನೇ ಬಾರಿಗೆ ಬಂದವರಾಗಿದ್ದರೆ ഒരു സൗഖ്യമായിരിക്കും ആവശ്യം. ನಿಮಗೊಂದು ಸೌಖ್ಯ ಅಗತ್ಯವಾಗಿರಬಹುದು. അണ്ടർലൈൻ ചെയ്തു, യേശു നിങ്ങളെ സൗഖ്യമാക്കിയും. ಗುರುತಿಸಿಕೊಳ್ಳಿ, ಯೇಸು ಸ್ವಾಮಿ ನಿಮಗೆ ಸೌಖ್ಯಪಡಿಸಿದ್ದಾರೆ. ഒരു ആവശ്യത്തോടു കൂടിയായിരിക്കും ഇവിടെ ನೀವು വന്നത്. ಒಂದು ಅಗತ್ಯತೆಯೊಂದಿಗೆ ಬಂದಿರಬಹುದು. ആ ആവശ്യത്തെ ദൈവം നടത്തി തരും. ನಿಮ್ಮ ಅಗತ್ಯತೆ ದೇವರು ನಡೆಸಿಕೊಡ್ತಾರೆ. എന്നാൽ ഇനി നിങ്ങൾക്ക് വേണ്ടത് ಆದ್ರೆ ಇನ್ನು ನಿಮಗೆ ಬೇಕಾಗಿರುವುದು ഒന്നാമത്തെ സ്റ്റെപ്പ് കയറിയാൽ ಮೂರನೇ ಅಂತ ಹಚ್ಚಿದರೆ യേശു ആഗ്രഹിക്കുന്നത് ಯೇಸು ಸ್ವಾಮಿ ಆಸೆ ಪಡುವುದು നീ ഒരു നല്ല ശിഷ്യനായിരിക്കണം. ನೀವು ಒಂದು ಒಳ್ಳೆ എന്താണ് ಶಿಷ್ಯನಾಗಿರಬೇಕೆಂಬುದಾಗಿ. ഒരു ശിഷ്യന്റെ പ്രത്യേകത? ಏನಾಗಿದೆ ಒಂದು ಶಿಷ್ಯನ ವಿಶೇಷತೆ? പത്രോസിനോട് യേശു പറഞ്ഞു, ಪೇತ್ರೊಟ್ಟಿಗೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದರು, അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ಅವನು നിന്ന് ಕೆಲಸ ಮಾಡುತ್ತಿರುವ ಜಾಗದಲ್ಲಿ എന്റെ കൂടെ വാ. ನನ್ನ ಜೊತೆಗೆ ಬಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പത്രോസ് നോക്കി, ಪೇತ್ರ ನೋಡಿದನು, 2 ബോട്ട് നിറയെ മീൻ കിടക്കുക. 2 ದೋಣಿ ಪೂರ್ತಿಯಾಗಿ ಮೀನಿದೆ. ഇപ്പുറത്ത് ಈ ಕಡೆ യേശുവിന്റെ ഒരു വിളി കിടക്കുക. ಯೇಸು ಸ್ವಾಮಿ ಒಂದು ಕರೆ ಇದೆ. പത്രോസിന്റെ കണ്ണം ಪೇತ್ರನ ಕಣ್ಣು മീനിലോട്ടും പോയി, ಮೀನ ಕಡೆಗೆ ಹೋಯ್ತು, യേശുവിന്റെ പിറകെ പോയി. ಯೇಸು ಸ್ವಾಮಿ ಕಡೆಗೆ ಹೋಯ್ತು. യേശുവിന്റെ കൈ കാലിയാന്നു. ಯೇಸು ಸ್ವಾಮಿ ಕೈ ಖಾಲಿಯಾಗಿದೆ. പക്ഷെ 2 പടകം നിറഞ്ഞു കിടപ്പുണ്ട്. ಆದ್ರೆ 2 ದೋಣಿ ತುಂಬಲ್ಪಟ್ಟಿದೆ. പക്ഷെ യേശുവിന്റെ വിളി, ಆದ್ರೆ ಯೇಸು ಸ್ವಾಮಿಯ ಕರೆ, യേശുവിന്റെ ആ ശബ്ദം, ಯೇಸು ಸ್ವಾಮಿಯ ಶಬ್ದ അത് വളരെ പവർഫുൾ ಅದು ആയിരുന്നു. ಬಹಳ ಶಕ್ತಿಯುತವಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്റെ പിന്നാലെ വരിക, ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, ഞാൻ നിന്നെ മനുഷ്യരെ ನಾನು പിടിക്കുന്നവരാക്കാം. ಮನುಷ್ಯನ ಹಿಡಿಯುವ ಬೆಸ್ತನಾಗಿ ഇന്ന് ಮಾರ್ಪಡಿಸ್ತೇನೆ. പകൽ ദൈവം ഇതിന്റെ അകത്ത് ചിലരോട് പറയുകയാണ്, ಇವತ್ತು ಹೋಗಲಿ ಇದರೊಳಗೆ ದೇವರು ಕೇಳೋರೊಟ್ಟಿಗೆ ಹೇಳ್ತಾ Follow ಇದ್ದಾರೆ, me. ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, Follow me. ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ನಾನು ನಿನ್ನನ್ನು ಮನುಷ್ಯನ ಹಿಡಿಯುವ ഞാൻ ಬೆಸ್ತನಾಗಿ നിന്നെ മനുഷ്യരെ ಮಾಡ್ತೇನೆ. പിടിക്കുന്നവരാക്കാം. ಮನುಷ್ಯನ ಹಿಡಿಯುವವನಾಗಿ ഞാൻ ಮಾಡ್ತೇನೆ. നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ಮನುಷ್ಯನ ಹಿಡಿಯುವವನಾಗಿ ഞാൻ ಮಾಡ್ತೇನೆ. നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ನಾನು നിನ್ನನ್ನು മನುಷ್ಯನ ಹಿಡಿಯುವವನಾಗಿ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ നിങ്ങളുടെ കുടുംബത്തോട്ട് പറയട്ടെ, ನಿಮ್ಮ ಕುಟುಂಬದೊಟ್ಟಿಗೆ ಹೇಳ್ತೇನೆ, നിങ്ങൾ മനുഷ്യരെ പിടിക്കാനുള്ളവരാ. ನೀವು ಮನುಷ್ಯರು നീ മീനെ ಹಿಡಿಯಬೇಕಾದವರು. പിടിക്കാനുള്ളവനല്ല. ನೀವು ಮೀನು നീ ಹಿಡಿಯಬೇಕಾದವರಲ್ಲ. മീനെ പിടിക്കാനുള്ളവരല്ല. ನೀನು ಮೀನು നീ ಹಿಡಿಯಬೇಕಾದವರಲ್ಲ. മനുഷ്യരെ പിടിക്കണം. ನೀನು മನುಷ್ಯರು ഒരു ಹಿಡಿಯಬೇಕು. സമയം കഴിയുമ്പോൾ ಒಂದು ಸಮಯ ಮುಗಿಯುವಾಗ നിങ്ങളുടെ പ്രൊഫഷനുകൾ വിട്ടിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ನಿಮ್ಮ ಕೆಲಸಗಳನ್ನು ಬಿಟ್ಟು, നീ ചെയ്യുന്ന ജോലികൾ വിട്ടിട്ട് ನೀವು ಮಾಡುವ ಕೆಲಸಗಳು ಬಿಟ್ಟು, നീ യേശുവിന്റെ വേല ചെയ്യാൻ വേണ്ടി റെഡിയാകുക. ನೀವು ಕರ್ತನ ಸೇವೆ അതിന്റെ ಮಾಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ കൗണ്ട് ഡൗണുകൾ നിന്റെ മേൽ ആരംഭിക്കുകയാണ്. ಅದರ ಒಂದು ಎಣಿಕೆ അതിന്റെ ಆರಂಭಿಸ್ತಾ കൗണ്ട് ಇದೆ. ഡൗണുകൾ നിങ്ങളുടെ മേൽ ആരംഭിക്കുക. ಅದರ ಒಂದು ಎಣಿಕೆ ಆರಂಭಿಸ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ ഈ കുടുംബത്തിന്റെ മേൽ, ഞാൻ ಈ ಕುಟುಂಬದ ആ ಮೇಲೆ ദൈവത്തിന്റെ വേലകൾക്ക് വേണ്ട വിളികളെ ಆ ದೇವರ ಕರೆಗೆ ಬೇಕು ಸೇವೆ ദൈവത്താൽ പരമേൽപ്പിക്കുകയാണ്. ದೇವರಿಂದ ಒಪ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. നാളെ മുതൽ എന്ന് ഞാൻ പറഞ്ഞില്ല, ನಾಳೆಯಿಂದನೇ ಹೇಳಿ, പക്ഷെ അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നു. ಆದ್ರೆ ಅದಕ್ಕಾಗಿ ದೇವರು ಸಿದ್ಧಪಡಿಸ್ತಾರೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇതേ സമയങ്ങളിൽ ಆದ್ರೆ ಇದೇ ഒരു ಸಮಯದಲ್ಲಿ നാൾ കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ പ്രത്യേകമായി വേർതിരിക്കും. ಒಂದು ದಿನ ನಿಮ್ಮನ್ನು ವಿಶೇಷವಾಗಿ ದೇವರು ಒಂದು ದಿನವನ್ನು അതിന്റെ ಬೇರ್ಪಡಿಸ್ತಾರೆ. കൗണ്ട് ഡൗൺസ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ಅದರ 1, 2 ಆರಂಭಿಸಿದ ಲೆಕ್ಕ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവം നിങ്ങളെ ದೇವರು അനുഗ്രഹിക്കുമാറാകട്ടെ. ಆಶೀರ್ವದಿಸಲಿ. പ്ലീസ് ബി സീറ്റഡ്. ದಯಮಾಡಿ ಕೂತ್ಕೊಳ್ಳ್ರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവം ചിലരെ നോക്കുന്നുണ്ട്. ದೇವರು ಕೆಲವರು ನೋಡ್ತಾ ಇದ್ದಾರೆ. അപ്പം കഴിക്കാൻ വന്നവരിൽ നിന്ന്, ರೊಟ್ಟಿ ತಿನ್ನೋದಕ್ಕೆ ಬಂದವರಲ್ಲಿ, സൗഖ്യമാകാൻ വന്നവരിൽ നിന്ന് ಸೌಖ್ಯ ಆಗೋದಕ್ಕೆ ಬಂದವರಲ್ಲಿ, യേശു വിളിച്ചാൽ പുറകെ വരാൻ ಯೇಸು ಸ್ವಾಮಿ ಕರೆದ್ರೆ ಹಿಂಬಾಲಿಸುವುದಕ್ಕೆ ദൈവം ചിലരെ നോക്കുന്നു. ದೇವರು ಕೆಲವರು ನೋಡ್ತಾ ಇದ್ದಾರೆ. ഇന്ന് പകൽ അങ്ങനത്തെ ചിലരെ കർത്താവ് പ്രതീക്ഷയോടെ നോക്കുകയാണ്. ಇವತ್ತು ಕೆಲವರು
ಕೆಲವರು ಆ ರೀತಿಯಾಗಿ ದೇವರು ನಿರೀಕ್ಷೆಯಿಂದ ನೋಡ್ತಾ ಇದ್ದಾರೆ. ആരെങ്കിലും ഇതിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ, ಹಾಗೆ ಯಾರು ಇದರ ಮಧ್ಯದಲ್ಲಿ ಇರುವುದಾದ್ರೆ, എനിക്ക് അപ്പമല്ല കർത്താവേ വേണ്ടത്, ನನಗೆ ರೊಟ್ಟಿ ಅಲ್ಲ ಕರ್ತನೆ എനിക്ക് ಬೇಕಾಗಿರುವುದು, സൗഖ്യം മാത്രമല്ല ദൈവമേ വേണ്ടത്, ಸೌಖ್ಯ ಮಾತ್ರ ಅಲ್ಲ ಕರ್ತನೆ നീ ಬೇಕಾಗಿರುವುದು, പറഞ്ഞാൽ അങ്ങയുടെ കൂടെ ഇരിക്കാനും ನೀನು ಹೇಳಿದ್ರೆ ನಿನ್ನ ಸಂಗಡ നിന്റെ പുറകെ ಕೂರುವುದಕ್ಕೂ, നടക്കാനും ನಿನ್ನನ್ನು ಹಿಂಬಾಲಿಸುವುದಕ್ಕೂ എനിക്ക് മനസ്സാണെന്ന് ನನಗೆ ಒಪ್ಪಿಗೆ ಆಗಿದೆ പറയുന്നവരുണ്ടെങ്കിൽ, ಹೇಳುವವರಿದ್ದರೆ നിന്റെ ശബ്ദങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു വരട്ടെ. ನಿನ್ನ ಶಬ್ದ ಈ ಅಂತರಿಕ್ಷದಲ್ಲಿ ತುಂಬಲೇ. ഇതൊരു പ്രിപ്പറേറ്ററി മീറ്റിംഗ് പോലെ കർത്താവ് മാറ്റുകയാണ്. ಇದೊಂದು ಸಿದ್ಧತೆಯ ಕೂಟದ ರೀತಿ ದೇವರು ಮಾರ್ಪಡಿಸ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳ್ತಾ ಇದೆ, യേശു തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ಯೇಸು ಸ್ವಾಮಿ ತನಗೆ ಬೇಕಾದರೂ ಹತ್ತಿರಕ್ಕೆ ಕರೆದು, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണ് യേശുവിനെ ബോധിച്ചത്, ನಿಮ್ಮ ಮನೆ ನೀವಾಗಿದ್ರೆ ಯೇಸು ಸ್ವಾಮಿಗೆ നിന്റെ നാട്ടിൽ ಬೇಕಾದವರು, യേശുവിനെ ബോധിച്ചത് നിന്നെയാണ്. ನಿಮ್ಮ ಊರಿನಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿಗೆ ಬೇಕಾದವರು അതുകൊണ്ടാണ് ನೀವಾಗಿದ್ದೀರಾ. നിന്നെ മാത്രം യേശു വിളിച്ചത്. ಅದಕ್ಕೆ ನಿಮ್ಮನ್ನು ಮಾತ್ರ ಯೇಸು ಸ್ವಾಮಿ ಕರೆದದ್ದು. അതുകൊണ്ടാണ് നിന്റെ മാത്രം വേലകൾക്ക് കുഴപ്പമുള്ളത്. ಅದಕ್ಕೆ ನಿಮ್ಮ ಸೇವೆಗೆ ಮಾತ್ರ ಇರುವಂತದ್ದು. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ മാത്രം വിഷയങ്ങളുള്ളത്. ಅದಕ್ಕೆ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಮಸ್ಯೆಗಳಿರುವಂತದ್ದು. ഇതിന്റെ പരിഹാരങ്ങൾ നടക്കുന്നത് ಇದರ ಪರಿಹಾರ ನಡೆಯುವುದು യേശുവിന്റെ പിറകെ വരുമ്പോഴാണ്. ಯೇಸು ಕರ್ತನ ಹಿಂಬಾಲಿಸುವಾಗ, യേശുവിനെ പിന്തുടരാൻ മനസ്സുള്ളവര്, ನನ್ನ ಯೇಸುವಿನ ಹಿಂಬಾಲಿಸುವುದಕ್ಕೆ ಒಪ್ಪಿಗೆ ಇರುವಂತವರು കർത്താവിനോട് ആ വാക്കുകൾ പറഞ്ഞാട്ടെ. ಕರ್ತನೊಟ್ಟಿಗೆ ಆ ಮಾತು ಹೇಳಿರಿ. മനുഷ്യർ കേട്ടില്ല എന്ന് വന്നേക്കാം, ಮನುಷ್ಯರು ಕೇಳದಿರಬಹುದು, എന്നാൽ ഈ വാക്കുകളെ കേൾക്കുന്ന ഒരു യേശുവുണ്ട്. ಆದ್ರೆ ನಮ್ಮ ಮಾತುಗಳು ಕೇಳುವುದು ಯೇಸು ಸ್ವಾಮಿ ಇದ್ದಾರೆ. ഒരു യേശുവുണ്ട്, ಯೇಸು ಇದ್ದಾರೆ. ഒരു യേശുവുണ്ട്, ಒಂದು ಯೇಸು ಸ್ವಾಮಿ ഒരു ಇದ್ದಾರೆ. യേശുവുണ്ട്. ಒಂದು ಯೇಸು ಸ್ವಾಮಿ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പത്രോസ് പടകിലോട്ട് നോക്കി. ಪೇತ್ರನು ದೋಣಿ ಕಡೆಗೆ ನೋಡಿದನು. 2 പടക് നിറയെ മീൻ കിടക്കുകയാണ്. 2 ದೋಣಿ ಪೂರ್ತಿಯಾಗಿ ಮೀನು ತುಂಬಿದೆ. 2 ബോട്ട് നിറച്ചും മീനുണ്ട്. 2 ದೋಣಿ ಪೂರ್ತಿಯಾಗಿ ಮೀನಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കഴിഞ്ഞ ദിവസം ಕಳೆದ ದಿನ ഏതോ ഒരു മാർക്കറ്റിൽ പോയപ്പോ ಯಾವುದೊಂದು ಮಾರುಕಟ್ಟೆಗೆ ಹೋದಾಗ മീന് വില ചോദിച്ചു. ಮೀನಿಗೆ ಬೆಲೆ ಕೇಳಿದೆವು. പേടിച്ചു പോയി. അമ്മാതിരി വിലയാണ്. ಎದುರು ಬಿಟ್ಟು ಆ ರೀತಿಯಾಗಿದೆ ಬೆಲೆ. അവിടെ നോടി രക്ഷപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ಅಲ್ಲಿಂದ ಓಡಿ ಉಳ್ಕೊಂಡು ಅಷ್ಟೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അങ്ങനെയാണെങ്കിൽ ಹಾಗಾದ್ರೆ പത്രോസ് ಪೇತ್ರನು എന്തോരം പൈസ ഇട്ടു പോകുന്നത്. ಎಷ್ಟೊಂದು ಹಣವನ್ನು ಬಿಟ್ಟು ಬಂದನು. യേശുവിന്റെ വിളിയുടെ മുന്നിൽ ಯೇಸು ಕರ್ತನ ಕರೆಯ ಮುಂದೆ പണം നമുക്കൊരു വിഷയമല്ലാതാകും. ಹಣ ನಮಗೊಂದು ಸಮಸ್ಯೆ ಅಲ್ಲದಾಗುತ್ತದೆ. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുഖ്യമല്ലാതാകും. ನಮ್ಮ ಅಗತ್ಯತೆಗಳು ನಮಗೆ ಮುಖ್ಯವಲ್ಲದಾಗುತ್ತದೆ. God will prepare you in such a way. ದೇವರು ಆ ರೀತಿಯಾಗಿ ನಮ್ಮನ್ನು ಸಿದ್ಧಪಡಿಸುತ್ತಾರೆ. Hallelujah. ಹಲ್ಲೆಲೂಯ. കർത്താവേ, നിന്റെ വിളി കേട്ടിട്ടല്ലേ വന്നേ, ಕರ್ತನೆ ನಿನ್ನ ಕರೆಯನ್ನು ಕೇಳಿ ಬಂದೆವಲ್ಲ, എന്നിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ ಆದ್ರೂ ಕೂಡ ನಮಗೇನು ಸಿಗಲಿಲ್ಲವಲ್ಲ എന്ന് നീ വറി ചെയ്യാത്തൊരു സമയത്തോട്ട് ദൈവം നിന്നെ അടുപ്പിക്കും. ಆ ರೀತಿಯಾಗಿ ಚಿಂತಿಸಿದ ಸಮಯಕ್ಕೆ ದೇವರು ನಿಮ್ಮನ್ನು ಸಮೀಪಿಸುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇതിന്റെ അകത്ത് ಇದರೊಳಗಡೆ കർത്താവ് പലരെയും കാണുന്നുണ്ട്. ಕರ್ತನ ಅನೇಕರು ನೋಡ್ತಾ ಇದ್ದಾರೆ. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ಆದ್ರೆ ಒಂದು ಸಂಗತಿ ನಿಮ್ಮೊಟ್ಟಿಗೆ ಹೇಳ್ತೇನೆ, നീ ഒരു സ്റ്റെപ്പ് വെക്കുന്നിടത്തോളം സ്വർഗം സൈലന്റ് ആയിരിക്കും. ನೀನು ಒಂದು ಹೆಜ್ಜೆ ಇಡುವ ತನಕವೂ ಪರಲೋಕವು ನಿಶ್ಶಬ್ದವಾಗಿರುತ್ತದೆ. യേശു പറഞ്ഞ ഒറ്റ വാക്കാണ്, ಯೇಸು ಸ್ವಾಮಿಯಲ್ಲಿ ಒಂದೇ ಮಾತು, എന്റെ പിന്നാലെ വരിക, ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, എന്റെ പിന്നാലെ വരിക. ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು. ഒറ്റ വാക്ക്, ಒಂದೇ ಒಂದು ಮಾತು, ഫോളോ മീ, ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, ഫോളോ മീ, ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, Follow me. ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, Follow me. ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, Follow me. ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്ന് ഞാൻ ഈ വിഷയം വരെ എന്റെ ഡയറിയിൽ ഇല്ലാത്ത വിഷയമായിട്ട് ഇതൊക്കെ ನನ್ನ ಡೈರಿ ಬರೆಯದಿರುವಂತ ಸಂಗತಿಗಳಾಗಿದೆ ಇರುವಂತದ್ದು. ഇന്നും ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ അത് പറയുന്നുണ്ട്. ಇವತ್ತು ದೇವರ ಆತ್ಮನು ಯಾರೊಟ್ಟಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഫോളോ മീ, ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, Follow me. ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು. നിന്നോടാണ് അത് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തോട് പ്രതികരിക്കാൻ ഞാൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ನಿನ್ನೊಟ್ಟಿಗೆ ದೇವರು ಮಾತನಾಡುವುದು ನೀವು ಅದಕ್ಕೆ ಪ್ರತಿಕ್ರಿಯಿಸಿ ನಾನು ನೋಡದಿದ್ರೂ ಪರವಾಗಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഏത് രീതികളിൽ വേണേലും ദൈവ ശബ്ദത്തോട് നിങ്ങൾക്ക് പ്രതികരിക്കാം. ಯಾವ ರೀತಿಗಳಲ್ಲೂ ಬೇಕಾದರೂ ದೇವರ ಶಬ್ದಕ್ಕೆ ನಿಮ್ಮ ಪ್ರತಿಕ್ರಿಯೆ ಕೊಡಬಹುದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കർത്താവ് ചിലരോട് പറഞ്ഞു, ഫോളോ മീ, ಕರ್ತನು ಕೆಲವರೊಟ್ಟಿಗೆ ಹೇಳಿದ್ರು, ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, ഫോളോ മീ, ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, എന്നെ പിന്തുടരുക, ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು, എന്നെ പിന്തുടരുക. ನನ್ನನ್ನು ಹಿಂಬಾಲಿಸು. പ്രവാചകന്റെ ദൂതല്ല നിന്നെ പിന്തുടരുമാറാക്കുന്നത്. ಪ್ರವಾದಿಯ ಒಂದು ಪ್ರಕಟಣೆ ಅಲ್ಲ ನಿನ್ನ ಹಿಂಬಾಲಿಸುತ್ತೆ നിന്റെ ಮಾಡುತ್ತದೆ. അകത്തുള്ള സമർപ്പണമാണ് നിന്നെ അതിലോട്ട് എടുക്കുന്നത്. ನಿನ್ನ ಒಳಗಿನ ಒಂದು ಸಮರ್ಪಣೆ ಆಗಿದೆ, ಅದರಲ್ಲಿ ಪ್ರವೇಶಿಸುತ್ತೆ ഇതെന്നോടുള്ള ಮಾಡುವುದು. ദൂതാണെന്നുള്ളവര് ಇದು ನನ್ನೊಟ್ಟಿಗಿರುವ ಪ್ರಕಟಣೆ ಅಂತ ಹೇಳುವಂತವರು കർത്താവിനോട് പറയുക, ಕರ್ತನೊಟ್ಟಿಗೆ ಹೇಳಿರಿ, നിന്റെ സമർപ്പണം കേൾക്കുന്ന ദൈവം ನಿನ್ನ ಸಮರ್ಪಣೆ ಕೇಳುವ ದೇವರು അതിനുവേണ്ടി നിന്നെ ഒരുക്കുമാറാകട്ടെ, ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನಿನ್ನ ಸಿದ್ಧ ಮಾಡಲಿ, അതിനുവേണ്ടി നിന്നെ ഒരുക്കുമാറാകട്ടെ. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಸಿದ್ಧ ಮಾಡಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഈ അന്തരീക്ഷങ്ങളിൽ ಈ ಅಂತರಿಕ್ಷದಲ್ಲಿ ഒരു ചെവി പറന്ന് നടക്കുന്നുണ്ട്. ಒಂದು ಕಿವಿ ಹಾರಿ ನಡೀತಾ അത് ಇದೆ. വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു. ಅದು ಬಹಳ ನಿಧಾನವಾಗಿ ಹೋಗ್ತಾ ഒരു ಇದೆ. ചെവി, ഇതിന്റെ അകത്ത് ഒരു ചെവി മാത്രമായിട്ട്, ഒരു മനുഷ്യന്റെ ചെവി മാത്രമായി ഇതിന്റെ അകത്ത് ഇങ്ങനെ മൂവ് ആകുന്നു. ಒಂದು ವ್ಯಕ್ತಿಯ ಕಿವಿ ಮಾತ್ರ ಇಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നീ പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ ನೀನು ಹೇಳುವ ಮಾತುಗಳು ಕೇಳುವುದಕ್ಕೆ സ്വർഗ്ഗം ശ്രദ്ധയോടെ തന്റെ ചെവി കൊടുക്കുകയാണ്. ಪರಲೋಕ ಬಹಳ ಗಮನದಿಂದ ಕಿವಿ ಕೊಡುತ್ತಾ ಇದೆ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ಈತನ ಪ್ರಿಯನಾಗಿ ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു, ನಾನು ಇದರಲ್ಲಿ ಮೆಚ್ಚಿದ್ದೇನೆ, ഇവന് ചെവി കൊടുപ്പീനെന്ന് ಇವನಿಗೆ ಕಿವಿ ಕೊಡಿರಿ ಎಂಬುದಾಗಿ മരുരൂപമലയിൽ പറഞ്ഞതുപോലെ ಆ ಒಂದು ರೂಪಾಂತರದ ಬೆಟ್ಟದಲ್ಲಿ ಹೇಳಿದ ഈ ആലയത്തിന്റെ അകത്ത് ಈ ಆಲಯದೊಳಗಡೆ അതുപോലെ പിതാവിന്റെ ചെവി ചിലരുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ಅದೇ ರೀತಿಯಾಗಿ ತಂದೆಯ ಕಿವಿ ಕೆಲವರ ಮಾತುಗಳಿಗೋಸ್ಕರವಾಗಿ ಗಮನದಿಂದ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്ന് പകലില് ಇವತ್ತು ಹಗಲಿನಲ್ಲಿ ഞാൻ കർത്താവിന്റെ ആത്മാവിൽ അറിയുന്നു, ನಾನು ಕರ್ತನ ಆತ್ಮನ ತಿಳಿದುಕೊಳ್ತಾ ಇದ್ದೇನೆ. ദൈവം ചിലരെ ദൈവത്തിന്റെ വേലകളിലേക്ക് വിളിക്കുകയാണ്. ದೇವರು ಕೆಲವರು
ದೇವರ ಸೇವೆಗಾಗಿ ಕರೀತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അങ്ങനെയുള്ളവരോട് ಆಗಿರುವವರೊಟ್ಟಿಗೆ നിങ്ങൾക്ക് ആവശ്യം, ನಿಮಗೆ ಅಗತ್ಯ, നിങ്ങൾക്ക് അത്യാവശ്യം ನಿಮಗೆ ಅತಿಯಾದ ಅಗತ್ಯ ഉയരത്തിന്റെ ശക്തിയാണ്. ಪರಲೋಕದ ಶಕ್ತಿಯಾಗಿದೆ. അതിന് ബൈബിൾ പറയുന്ന പേരാണ് ಅದಕ್ಕೆ ಸತ್ಯವೇದ ವಾಕ್ಯವಾಗಿದೆ. മറവിടങ്ങളിലെ ശക്തിയും രഹസ്യ സ്ഥലങ്ങളിലെ ശക്തിയും, ಅಂತರಂಗದಲ್ಲಿ ಗುಟ್ಟಾಗಿರುವಂತ ಜಾಗಗಳಿರುವಂತಹ ಶಕ್ತಿ, ഇന്നർ ചേംബർ. ಒಳಗಿನ ಕೋಣೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഏതൊരു മനുഷ്യനും ಯಾವುದೇ ಒಂದು ವ್ಯಕ್ತಿ നമുക്ക് ബലമില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ನಮಗೆ ಬಲವಿಲ್ಲದೆ ಏನು ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഈ ദൈവത്തിന്റെ വേലകൾ ചെയ്യുവാൻ ಈ ದೇವರ ಸೇವೆಗಳನ್ನು ಮಾಡುವುದಕ್ಕೆ നമുക്ക് ആവശ്യമുള്ളത് ನಮಗೆ ಅಗತ್ಯ ಇರುವುದು ബൂസ്റ്റിന്റെയും കോംപ്ലാന്റെയും ബോൺവിറ്റയുടെയും ബലമല്ല, ಬೂಸ್ಟಿನ ಕಾಂಪ್ಲಾನ್ ಬಾನ್ವಿಟದ ಬಲ ಅಲ್ಲ, അതിന് വേണ്ടത് ഉയരത്തിന്റെ ബലമാണ്. ಅದಕ್ಕೆ ಬೇಕಾಗಿರೋದು ಪರಲೋಕದ അത് ಶಕ್ತಿಯಾಗಿದೆ. നൽകുന്നത് യേശുവാണ്. ಅದು ಕೊಡುವುದು ಯೇಸು ಸ್ವಾಮಿಯಾಗಿದ್ದಾರೆ. അത് വരുന്നത് ಅದು ಬರುವಂತದ್ದು പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. ಪವಿತ್ರಾತ್ಮನ ಮೂಲಕವೇ. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಯಲ್ಲ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ಪವಿತ್ರಾತ್ಮನು ಬರುವಾಗ അവരിൽ ഒരു ശക്തി ഉണ്ടായിരിക്കും. ಆತನಲ್ಲಿ ಒಂದು ಶಕ್ತಿ ಇರುತ್ತದೆ. അവരിൽ ശക്തി ഉണ്ടായിരിക്കും. ಅದರಲ್ಲಿ ಶಕ್ತಿ ಇರುತ್ತದೆ. ഇന്ന് പകലിലും ಇವತ್ತು ಹಗಲಿನಲ್ಲಿ ആ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ಆ ಆತ್ಮನ ಶಕ್ತಿಗೋಸ್ಕರವಾಗಿ ചില ആളുകൾ ഒരുങ്ങുമാറാകട്ടെ. ಕೆಲ ವ್ಯಕ್ತಿಗಳು ಸಿದ್ಧರಾಗಲಿ, ചിലവർ ഒരുങ്ങുമാറാകട്ടെ. ಕೆಲವರು ಸಿದ್ಧರಾಗಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ದೇವರ ಆತ್ಮನು ಬರುವಾಗ അവൻ ആരുടെ മേലാണ് വരുന്നത്? ಆತನು ಯಾರ ಮೇಲೆ ಬರ್ತಾನೆ? എല്ലാവരുടെ മേലും വന്നില്ല. ಎಲ್ಲರ ಮೇಲೂ ಬರಲಿಲ್ಲ. ഞാൻ രണ്ട് കമ്പാരിസൺ പറയാൻ പോവാണ്. ಎರಡು ತಾರತಮ್ಯ ಹೇಳೋದಕ್ಕಾಗಿ ಹೋಗ್ತಾ ಇದ್ದೇನೆ. പരിശുദ്ധാത്മാവ് ആദ്യമായി ഈ ഭൂമിയിൽ വന്നത്, ಪವಿತ್ರಾತ್ಮನು ಮೊದಲನೇ ಬಾರಿಗೆ ಈ ಭೂಲೋಕದಲ್ಲಿ നമ്മൾ ಬಂದದ್ದು, ഏതൊരു വിഷയം പഠിക്കുമ്പോഴും ನಾವು ಯಾವುದೇ ಒಂದು ಸಂಗತಿ ವಿಷಯ ಕಲಿಯುವಾಗ ബൈബിളില് ಸತ್ಯವೇದದಲ್ಲಿ അതിന് ചില കോൺസെപ്റ്റ്സ് ഉണ്ട്. ಅದಕ್ಕೆ ಕೆಲವೊಂದು ಕಾನ್ಸೆಪ್ಟ್ಸ್ ಇರುತ್ತದೆ, അതെന്താ? ಸಂಗತಿಗಳು. ആദ്യമായിട്ട് ಅದಕ್ಕೆ ಮೊದಲನೇದಾಗಿ ഇതെങ്ങനെയാണ് എവിടെയാണ് വന്നതെന്ന്, ಇದು ಎಲ್ಲಿ ಯಾವ ರೀತಿಯಾಗಿ ಬಂದಿತ್ತು? ഉയരത്തിന്റെ ശക്തി, ಪರಲೋಕದ ಶಕ್ತಿ, ഈ യേശു പറഞ്ഞ ശക്തി ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ ಈ ಶಕ್ತಿ ശിഷ്യന്മാർ ആദ്യമായി അറിഞ്ഞത് ಶಿಷ್ಯರು ಮೊದಲನೇ ಬಾರಿಗೆ ತಿಳಿದುಕೊಂಡದ್ದು അതൊരു റൂമിന്റെ അകത്ത് വെച്ചാണ്. ಅದೊಂದು ಕೋಣೆ ಒಳಗಾಗಿದೆ. ആ റൂമിന്റെ പേര്, ಆ ಕೋಣೆ ಹೆಸರು, ആ വീട്ടിന്റെ ഉടമസ്ഥന്റെ പേര് മർക്കോസ് എന്നാ. ಆ ಮನೆ ಯಜಮಾನ ಹೆಸರು ಮಾರ್ಕನು ಎಂಬುದಾಗಿ. ആ മർക്കോസിന്റെ വീട്ടില് ಆ ಮಾರ್ಕನ ಮಾಳಿಗೆಯಲ್ಲಿ മുകളിൽ ഒരു റൂം ഉണ്ടായിരുന്നു. ಅದರಲ್ಲಿ ಮೇಲಂತಸ್ತಿನ ಒಂದು ಕೋಣೆ ಇತ್ತು. ബൈബിൾ പറയുന്നത് ಸತ್ಯವೇದ ഒരു ಹೇಳುವಂತದ್ದು വൻ മാളിക എന്നാണ്. ಒಂದು ದೊಡ್ಡ ಒಂದು ಮೇಲಂತಸ್ತು ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവിടെ 120 പേര് കൂടി വന്നു. ಅಲ್ಲಿ 120 ಜನ ಸೇರಿ ಬಂದರು. നിശ്ചയമായിട്ടും ഇതുപോലെയുള്ള ഒരു ഹോളം, ನಿಶ್ಚಯವಾಗಿ ಇದೇ ರೀತಿಯಾಗಿರುವಂತಹ ಹಾಲ್ ಆಗಿರುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവർ കൂടിയിരുന്ന് ಅವರು ಸೇರಿದ್ದಾಗ ഒരുപോലെ പ്രാർത്ഥിച്ചു. ಒಂದೇ ರೀತಿಯಾಗಿ ಪ್ರಾರ್ಥಿಸಿದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതിന്റെ അല്പം ദൂരം മാത്രമാണ് ಆದ್ರೆ ಸ್ವಲ್ಪ ದೂರವೇ ಮಾತ್ರ വലിയൊരു ദൈവാലയം, യെരൂശലേം ദൈവാലയം ഉള്ളത്. ಒಂದು ದೊಡ್ಡ ದೇವಾಲಯ, ಯೆರೂಸಲೇಮ್ ದೇವಾಲಯ ಕಟ್ಟಲ್ಪಟ್ಟಿತ್ತು. ആ ದೇವಾലയം പണി കഴിപ്പിച്ചത് ಆ ದೇವಾಲಯ ಕಟ್ಟಲ್ಪಟ್ಟದ್ದು ശലോമോനാണ്. ಸೊಲೊಮೋನನಾಗಿದ್ದಾನೆ. ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് രാജാവാണ് ದೇವರು ಆರಿಸಿಕೊಂಡಿದ್ದ ಅರಸನಾದ ದಾವೀದನನ್ನು ഇതിനു വേണ്ടുന്ന എല്ലാ മെറ്റീരിയലുകൾ ചേർത്ത് വെച്ചത്. ಇದಕ್ಕೆ ಬೇಕಾದಂತ ಎಲ್ಲ ವಸ್ತುಗಳನ್ನು ಕ್ರಮೀಕರಿಸುವುದಕ್ಕೆ അത് സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയതാണ്. ಅದು ಚಿನ್ನದಿಂದ ಮಾಡಲ್ಪಟ್ಟದ್ದು. കാണാൻ മനോഹരമാണ്. ನೋಡುವುದಕ್ಕೆ ಬಹಳ വളരെ ಸುಂದರವಾದದ್ದು, ഭംഗിയുള്ള ആലയം. ಬಹಳ ಚಂದವಾಗಿರುವಂತ ಆಲಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അത് പൊളിഞ്ഞു പോയി, എന്നാലും പിന്നെയും പണിതു. ಅದು ಕೆಡವಲ್ಪಟ್ಟಿತ್ತು, ಅದು ಪುನಃ ಕಟ್ಟಲ್ಪಟ್ಟಿತ್ತು. പരിശുദ്ധാത്മാവ് വരുമ്പോ ಪವಿತ್ರಾತ್ಮನು ಬರುವಾಗ മനോഹരമായ ആലയം ഒരു സ്ഥലത്തും ಬಹಳ ಸುಂದರವಾದ ಆಲಯ ಒಂದು ಜಾಗದಲ್ಲಿ, അതിന്റെ തൊട്ടടുക്കലായിട്ട് ಅದರ ಹತ್ತಿರದಲ್ಲಾಗಿ ഒരു ചെറിയ മുറിയും ಒಂದು ಚಿಕ್ಕ ಕೋಣೆ, ഒരു മാളികയും, ಒಂದು ಮೇಲಂತಸ್ತಿನ ಕೋಣೆ, അതിന്റെ അകത്ത് ಅದರೊಳಗಡೆ ഒരു 120 പേര് ഇരിക്കുന്നുണ്ട്. ಒಂದು 120 ಜನ ಸೇರಿದ್ದರು. ആ രണ്ട് റൂമുകൾ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ. ಆ ಎರಡು ಜಾಗಗಳು, ಆ ಎರಡು ಕೋಣೆಗಳು ನಿಮ್ಮ ಹೃದಯದೊಳಗೆ ಬರಲಿ. ഒരു സ്ഥലത്തിന്റെ അകത്ത് ಒಂದು ಜಾಗದೊಳಗಡೆ മഹാപുരോഹിതനുണ്ട്, ದೊಡ್ಡ ಮಹಾಯಾಜಕರಿದ್ದಾರೆ, ലേവ്യരുണ്ട്, ಲೇವಿಯರಿದ್ದಾರೆ, പുരോഹിതന്മാരുണ്ട്. ಪುರೋಹಿತರಿದ್ದಾರೆ. അവർ ഈ യാഗം കഴിക്കുന്നു. ಅವರು ಯಜ್ಞ ಅರ್ಪಿಸ್ತಾ ಇದ್ದಾರೆ. ആടിനെ പ്രാവിനെ കൊണ്ടുവരുന്നു, ಕುರಿಯನ್ನು ಪಾರಿವಾಳವನ್ನು ತರ್ತಾ ಇದ್ದಾರೆ, രക്തമൊഴുക്കുന്നു, ರಕ್ತ ಸುರಿಸ್ತಾ ಇದ್ದಾರೆ, യാഗങ്ങളെല്ലാം നടക്കുന്നു, ಯಜ್ಞಗಳೆಲ್ಲ ಅರ್ಪಿಸಲ್ಪಡುತ್ತಾ ಇದೆ, ആളുകളെല്ലാം നിരനിരയായി വരുന്നു, ಜನರೆಲ್ಲ ಸಾಲು ಸಾಲಾಗಿ ಬರ್ತಾ ಇದ್ದಾರೆ. കൂറ് പ്രകാരം അവിടെ പാട്ടുകൾ നടക്കുന്നു, ಅಲ್ಲಿ ಒಬ್ಬರಾಗಿ ಒಂದು ಹಾಡುಗಳು ನಡೀತಾ ಇದೆ, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ವ್ಯವಸ್ಥಾಪೂರ್ವಕವಾಗಿ ಸಂಗತಿಗಳು ನಡೀತಾ ಇದೆ. മറ്റൊരു സ്ഥലത്ത് ಇನ್ನೊಂದು ಜಾಗದಲ್ಲಿ, അവിടെ ഒരു ഹോളിന്റെ അകത്ത് ಅಲ್ಲಿ ಒಂದು ಹಾಲಿನೊಳಗಡೆ ഭ്രാന്ത് പിടിച്ച പോലെ കുറെ ആളുകൾ ഇരിപ്പുണ്ട്. ಹುಚ್ಚ ರೀತಿಯಲ್ಲಿ ಅನೇಕ ಜನರು ಕೂತಿದ್ದಾರೆ. അവർക്ക് ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ, ಅವರಿಗೆ ಒಂದು ಸಂಗತಿ ಮಾತ್ರ ಗೊತ್ತು, പുറത്തു പോകാൻ പേടിയാണ്. ಹೊರಗೆ ಹೋಗೋದಕ್ಕೆ ಭಯ. ആ യഹൂദന്മാര്, ಆ ಯಹೂದ್ಯರು യേശുവിനെ കൊന്നവര് ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಕೊಂದವರು ഇവരെയും കൊല്ലും. ಇವರನ್ನು ಕೂಡ ಕೊಲ್ಲುತ್ತಾರೆ. ഇവർക്ക് പേടിയാണ്. ಇವರಿಗೆ ಹೆದರಿಕೆ ಆಗಿದೆ. ഇത്രയും കാലം മുന്നിൽ നിൽക്കാൻ യേശു ഉണ്ടായിരുന്നു. ಇಷ್ಟು ಕಾಲ ಮುಂದೆ ನಿಲ್ಲೋದಕ್ಕೆ ಯೇಸು ಸ್ವಾಮಿ ಇದ್ದರು. ഇപ്പൊ യേശു പോയി. ಈಗ ಯೇಸು ಸ್ವಾಮಿ ಹೋದರು. യേശു പറഞ്ഞൊരു വാക്കാണ് അവരുടെ മുന്നിലുള്ളത്. ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ ಮಾತು ಅವರ ಮುಂದೆ ಇದೆ. ആ വാക്കെന്താണ്? ಆ ಮಾತೇನಾಗಿದೆ? നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ನೀವು ಕಾದುಕೊಂಡಿರಿ. ഞാനൊരു 3 വാക്കുകൾ അതിനു വേണ്ടി എഴുതി വെച്ചു. ಅದಕ್ಕೋಸ್ಕರವಾಗಿ 3 ವಾಕ್ಯಗಳನ್ನು ಬರೆದಿಟ್ಕೊಂಡಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ಯೇಸು ಸ್ವಾಮಿ ತನ್ನ ಶಿಷ್ಯರಿಗೆ യെരൂശലേം വിട്ടുപോകാതെ അവിടെ കാത്തിരിക്കുക. ಯೆರೂಸಲೇಮನ್ನು ಬಿಟ್ಟು ಹೋಗದೆ ಆ ಪಟ್ಟಣದಲ್ಲಿ ಕಾದುಕೊಂಡಿರಿ. രണ്ടാമത് പറഞ്ഞു, ಎರಡನೇದಾಗಿ ಹೇಳಿದರು, wait for my promise. ನನ್ನ ವಾಗ್ದಾನಕ್ಕೋಸ್ಕರವಾಗಿ
എന്നോട് കേട്ട ಕಾದುಕೊಂಡಿರಿ. വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. ನನ್ನೊಟ್ಟಿಗೆ ಕೇಳಿದ ವಾಗ್ದಾನಕ್ಕಾಗಿ ಕಾದುಕೊಂಡಿರಿ. മൂന്നാമത് പറഞ്ഞു, ಮೂರನೇದಾಗಿ ಹೇಳಿದರು, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ಪವಿತ್ರಾತ್ಮನಿಗಾಗಿ ಕಾದುಕೊಂಡಿರಿ. ഒരു സ്ഥലം പറഞ്ഞു, ಒಂದು ಜಾಗ ಹೇಳಿದರು, ഞാൻ പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. ನಾನು ಹೇಳಿದ ವಾಗ್ದಾನಕ್ಕೋಸ್ಕರವಾಗಿ ಕಾದುಕೊಂಡಿರಿ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ಪವಿತ್ರಾತ್ಮನಿಗಾಗಿ ಕಾದುಕೊಂಡಿರಿ. ദൈവസഭയോട് ഓർപ്പിക്കട്ടെ, ದೇವರ ಸಭೆಯೊಟ್ಟಿಗೆ ನೆನಪಿಸ್ತಾ ಇದ್ದೇನೆ. പാസ്റ്റർ, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതല്ലേ? ಪಾಸ್ಟರ್, ನಮ್ಮ ಮೇಲೆ പവിത്രാತ್ಮರು ಬಂದಿದ್ದಾರಲ್ಲ. മക്കളെ, ഇതൊന്നും പോരാ. ಮಕ್ಕಳ ಇದು ಯಾವುದು ಸಾಲದು. നമ്മൾ കണ്ടതൊന്നും അല്ല ഇനി നടക്കേണ്ടത്. ನಾವು ನೋಡಿದ ಯಾವುದು ಅಲ್ಲ ಇನ್ನು ನಡೆಯಬೇಕಾದದ್ದು. ദൈവം ഈ സഭയുടെ മേൽ ದೇವರ ಸಭೆಯ ಮೇಲೆ വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് വലിയ 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 പ്രോജക്റ്റ് ആണ്. ಇಟ್ಟಿರುವಂತಹ ಯೋಜನೆ ಅದು ಭಯಂಕರವಾದ ದೊಡ್ಡ ಯೋಜನೆ അത് പിടിക്കുവാൻ ಅದು ನಡೆಯುವುದಕ್ಕೆ ഇതൊന്നും പോരാ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ಇದು ಸಾಲುವುದಿಲ್ಲ ಅಂತ ನನಗೆ ಸ್ಪಷ್ಟವಾಗಿ ಗೊತ್ತಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നൂറുകണക്കിന് സഭകൾ ഇവിടെ ഉള്ളപ്പോൾ, ನೂರರಷ್ಟು ಸಭೆಗಳಿರುವಾಗ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശുശ്രൂഷകന്മാരുള്ളപ്പോൾ, ಸಾವಿರಗಟ್ಟಲೆ 10,000 ಸೇವಕರಿರುವಾಗ, ഇന്നർ ചേംബറുകളിൽ കയറുന്നവര്, ಒಳಗಿನ ಕೋಣೆಯಲ್ಲಿ ಪ್ರವೇಶಿಸುವಂತವರು വിരലിൽ എണ്ണാകുന്നവർ മാത്രമേ ഉള്ളൂ. ಬೆರಳಲ್ಲಿ ಎಣಿಸಕ್ಕಾಗುವಂತವರು ಮಾತ್ರ ಇದ್ದಾರೆ. ഹല്ലേലൂയ. 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 ജെറുസലേമില് ಯೆರೂಸಲೇಮಿನಲ್ಲಿ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട്, ಸಾವಿರಗಟ್ಟಲೆ 10,000 ಲಕ್ಷಗಟ್ಟಲೆ ಜನರಿದ್ರು ಕೂಡ, ഹല്ലേലൂയ, ഹല്ലേലൂയ, 11 പേരും 11 ಜನ, വേറെ 70 പേരും, ಬೇರೆ 70 ಜನ, കുറെ സ്ത്രീകളും, ಹಾಗೆ ಅನೇಕ ಹೆಂಗಸರು, അവരാണ് ആ റൂമിന്റെ അകത്ത് കാത്തിരുന്നത്. ಅವರೇ ಆ ಕೋಣೆಯೊಳಗೆ ಕಾದುಕೊಂಡಿದ್ದವರು. അവരുടെ എല്ലാവരുടെയും വായിൽ നിന്ന് ಅವರೆಲ್ಲರ ಬಾಯಿಂದ ഒറ്റ വാക്കാ പറയുന്നത്. ಒಂದೇ ಮಾತು ಹೇಳುವುದು. അവർ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. ಅವರು ವಾಕ್ಯವನ್ನು ಹೇಳುತ್ತಿದ್ದರು. നമുക്കാണെങ്കിൽ ബൈബിൾ വായിക്കാനുണ്ട്. ನಮಗಾದ್ರೆ ಸತ್ಯವೇದ ಓದುವುದಕ್ಕಿದೆ. അവരുടെ കയ്യിൽ ഒരു ബൈബിൾ ഇല്ല. ಅವರ ಕೈಯಲ್ಲಿ ಸತ್ಯವೇದ ಇಲ್ಲ. അന്ന് വരെ ഉള്ളത് തോറ, ന്യായപ്രമാണം മാത്രമേ ഉള്ളൂ. ಅದುವರೆಗೂ ಧರ್ಮಶಾಸ್ತ್ರ ಮಾತ್ರ ಅವರಿಗೆ ಇರುವಂತದ್ದು. പക്ഷേ ഇവർ പറയുന്നത്, ಆದ್ರೆ ಅವರು ಹೇಳುವಂತದ್ದು, യേശു പറഞ്ഞ വാക്ക്, ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ ಮಾತು, യേശു പറഞ്ഞ വാക്കാണ് വചനമായി നമ്മുടെ കയ്യിൽ ബൈബിൾ ആയിട്ടുള്ളത്. ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ ಮಾತುಗಳು ವಾಕ್ಯವಾಗಿ ವಚನವಾಗಿ ನಮ್ಮ ಕೈಯಲ್ಲಿ ಸತ್ಯವೇದ ಇರುವುದು. അത് ഓരോന്ന് കേട്ട് ಅವರು ಒಂದೊಂದನ್ನು ಕೇಳಿ അവരതിനെ റിമൈൻഡ് ചെയ്യാൻ തുടങ്ങി. ಅದನ್ನು ನೆನಪಿಸಿಕೊಳ್ಳೋದಕ್ಕೆ ಆರಂಭಿಸಿದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. യേശു പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದರು, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരും. ಪವಿತ್ರಾತ್ಮನ ನಮ್ಮ ಮೇಲೆ ಬರ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവർ അവിടെ കാത്തിരുന്നു. ಅವರು ಅಲ್ಲೇ ಕಾದುಕೊಂಡಿದ್ದರು. ബൈബിളിൽ 1-2 പ്രാർത്ഥനകൾ പറയാൻ പോവാണ്. ನನ್ನ ಸತ್ಯವೇದ ಒಂದೆರಡು ಪ್ರಾರ್ಥನೆಗಳ ಕುರಿತಾಗಿ ಹಿಡಿದು ಹೋಗ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പല ആളുകളും ಅನೇಕ ಜನರು പല രീതികളിൽ പ്രാർത്ഥിക്കാറുണ്ട്. ಅನೇಕ ರೀತಿಗಳಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ. ഒരിക്കൽ ഒരു അമ്മച്ചി ಒಂದು ಸಾರಿ ಒಂದು ತಾಯಿ ആലയത്തിലോട്ട് ചെന്നു. ಆಲಯಕ್ಕೆ ಬಂದರು. വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. സമയം ഇല്ലാത്തതുകൊണ്ട് ലെറ്റ് മീ ജസ്റ്റ് ಓದಬೇಕಾದ್ರೆ ಓದಬಹುದು, ಅದು ಸಮಯ ಇಲ್ಲದ ಕಾರಣವಾಗಿ ನಾನು ಹಾಗೆ ಹೇಳಿ ಹೋಗ್ತೇನೆ. 1 ശമൂവേൽ അതിന്റെ 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ಒಂದು ಸಮುವೇಲನ 1ನೇ ಅಧ್ಯಾಯ ಅದರ 11 ವಾಕ್ಯಗಳು. ഹന്ന എന്ന് പറയുന്ന സ്ത്രീ ಅನ್ನಲ್ ಎಂಬುದಾಗಿರುವಂತಹ ಸ್ತ್ರೀ വ്യസനത്തോടെ, മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. ಬಹು ದುಃಖದಿಂದ ಕಣ್ಣೀರು ಸುರಿಸುತ್ತಾ ಪ್ರಾರ್ಥಿಸಿದಳು. അവൾക്ക് കാര്യം, ಅವಳಿಗೆ ಇರುವಂತಹ ಸಂಗತಿ, അവൾക്കൊരു കുഞ്ഞില്ല. ಅವಳಿಗೆ ಮಗು ಇಲ್ಲ. എനിക്കൊരു മകനെ തരണേ, ನನಗೊಂದು ಮಗನನ್ನು ಕೊಡಬೇಕು, എനിക്കൊരു കുഞ്ഞിനെ തരണേ, ನನಗೊಂದು ಮಗು ಬೇಕು, എനിക്കൊരു കുഞ്ഞിനെ തരണേ. ನನಗೊಂದು ಮಗು ಬೇಕು. നാട്ടുകാരെല്ലാം കളിയാക്കി, ಊರಿನವರೆಲ್ಲ ಗೇಲಿ ಮಾಡಿದರು, വീട്ടിലുള്ളവരെ കളിയാക്കി. ಮನೆಯಲ್ಲಿರೋ ಗೇಲಿ ಮಾಡಿದರು. അവൾ തീരുമാനിച്ചു, ಅವರು ನಿರ್ಧರಿಸಿದರು. ഒരുപാട് കരഞ്ഞു, വീട്ടിലെല്ലാം കുത്തിയിരുന്ന് കരഞ്ഞു. ಮನೆಯಲ್ಲೆಲ್ಲ ಕೂತು ತುಂಬಾ ಅತ್ತಳು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആൾക്കാര് പറഞ്ഞു, നീ എന്തിനാ ചുമ്മാ ഇവിടെ കിടന്ന് കരയുന്നത്? ಜನರು ಹೇಳಿದ್ರು, ಯಾಕೆ ಸುಮ್ಮನೆ ಇಲ್ಲಿ ಕೂತು ಅಳ್ತಾ ಇದೀಯಾ? യേശുമേ കരയാണ്ട് മാറിക്ക് വിടുന്നു. ಇಲ್ಲಿಂದ ಅಳದೆ ದೂರವಾಗಿ ಎಂಬುದಾಗಿ. നിന്റെ കണ്ണുനീരുകൾ വിലയില്ലാത്ത സ്ഥലത്ത് പൊഴിക്കരുത്. ನಿನ್ನ ಕಣ್ಣೀರು ಬೆಲೆ ಇಲ್ಲದ ಜಾಗದಲ್ಲಿ ಅದನ್ನು ಸುರಿಸಬಾರದು. മനുഷ്യന്റെ മുന്നിൽ വിലയില്ലാത്തടത്ത് ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കരുത്. ಮನುಷ್ಯರ ಮುಂದೆ ಬೆಲೆ ಇಲ್ಲ ಜಾಗದಲ್ಲಿ ಸುಮ್ಮನೆ ಅಳುತ್ತಾ ಇರಬಾರದು. പ്രയോജനമില്ലാതെ വെറും വെള്ളമായി നിലത്ത് വീഴും. ಪ್ರಯೋಜನವಿಲ್ಲದ ಸುಮ್ಮನೆ ಬರೀ ನೀರಾಗಿ ಕೆಳಗೆ ಬೀಳುತ್ತದೆ. വർഷങ്ങൾ വീട്ടിൽ കിടന്ന് കരഞ്ഞവള്, ವರ್ಷಗಳಿಂದ ಮನೆಯಲ್ಲಿ ಕೂತು ಅತ್ತವಳು. ഹസ്ബൻഡ് നല്ലതായിരുന്നു, അദ്ദേഹം പറഞ്ഞു, സാരില്ല, പോട്ടെ പോട്ടെ, കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഞാൻ നിന്നെ നോക്കിക്കോളാം. ಯಜಮಾನ ಹೇಳ್ತಾನೆ, ಆತ ಒಳ್ಳೆ ವ್ಯಕ್ತಿ ಆಗಿದ್ದನು, ಪರವಾಗಿಲ್ಲ, ಮಕ್ಕಳ ರೀತಿಯಲ್ಲಿ ನಾನು ನಿನ್ನ ನೋಡಿಕೊಳ್ಳುತ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. പക്ഷെ ഇവൾ തീരുമാനിച്ചു, ಆದ್ರೆ ಇವರು ನಿರ್ಧರಿಸಿದರು, ഇനി ഞാൻ കരയുന്നുണ്ടെങ്കിൽ ಇನ್ನು ನಾನು ಅಳುವುದಾದರೆ അത് വിലയുള്ള സ്ഥലത്തെ ಅದು കരയത്തുള്ളൂ. ಬೆಲೆ ಇರುವ ಜಾಗದಲ್ಲಿ ಅಳುತ್ತೇನೆ. അവൾ ആലയത്തിൽ കടന്നു ಅವಳು വന്നു. ದೇವರ ಆಲಯಕ್ಕೆ ಬಂದಳು. ആരുമില്ലാത്തപ്പോ ಯಾರು ಇಲ್ಲದಿರುವಾಗ അവൾ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ചു. ಅವಳು ಮೊಣಕಾಲು ಕೂತು ഒരു ಪ್ರಾರ್ಥಿಸಿದಳು. പുരോഹിതൻ വെളിയിലുണ്ടായിരുന്നു. ಒಂದು ಯಾಜಕರು ಹೊರಗೆ ಇದ್ದರು. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ, അത് അവളുടെ ലാസ്റ്റ് പ്രേയർ ആയിരുന്നു. ಅದು ಅವಳ ಕೊನೆ ಪ್ರಾರ್ಥನೆಯಾಗಿತ್ತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവൾ പല വർഷം പോയി കരഞ്ഞു. ಅವಳು ಅನೇಕ ವರ್ಷ ಹೋಗಿ ಅತ್ತಳು. ഒരു വർഷം പോയപ്പോ ಆದ್ರೆ ಒಂದು ವರ್ಷ ಹೋದಾಗ ഈ സഹോദരി പറഞ്ഞു, ಆ ಸಹೋದರಿ ಹೇಳಿದ್ರು, കർത്താവേ, ಕರ್ತನೆ, എനിക്കൊരു മകനെ തന്നാൽ ನನಗೊಂದು ಮಗುವನ್ನು ഞാൻ ಕೊಡುವುದಾದರೆ അവനെ നിനക്ക് വേണ്ടി ನಾನು തരാമെന്ന്. ಅವನ ನಿನಗಾಗಿ ಕೊಡ್ತೇನೆ. വർഷം കഴിഞ്ഞിട്ടൊരു മറുപടിയില്ല. ವರ್ಷಗಳಾದ್ರೂ ಯಾವುದೇ ಉತ್ತರವಿಲ್ಲ. കരഞ്ഞ് മടുത്തിട്ടും കിട്ടുന്നില്ല. ಹತ್ತು ಸುಸ್ತಾದ್ರೂ ಕೂಡ ಸಿಗ್ತಾ ಇಲ್ಲ. എനിക്ക് പേരിനൊരു കൊച്ചിനെ കിട്ടിയാ മതി. ನನಗೆ ಹೆಸರಿಗೊಂದು ಮಗು ಸಿಕ್ಕಿದ್ರೆ ആ ಸಾಕು. കുഞ്ഞിനെ കിട്ടിയാലും ಆ ಮಗು ಸಿಕ್ಕಿದರೆ ഞാൻ അവനെ നിനക്ക് വേണ്ടി ಆ തന്നോളാം. ಮಗುವನ್ನು ನಾನು ನಿನಗೋಸ್ಕರವಾಗಿ ಒಪ್ಪಿಸ್ತೇನೆ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ബൈബിളില് ಸತ್ಯವೇದದಲ್ಲಿ വൗ ഇല്ലെങ്കിൽ ഉടമ്പടികൾക്ക് വളരെ ശക്തിയുണ്ട്. ಉಡಂಬಡಿಕೆ ಬಹಳ ಶಕ್ತಿ ಇದೆ. ഇത്രയും കാലം കഴിഞ്ഞത് വീട്ടുകാര് കണ്ടു, ಇಷ್ಟು ಕಾಲ ಹತ್ತದು ಮನೆಯವರು ನೋಡಿದರು, ഇത്രയും കാലം കഴിഞ്ഞ ദൈവവും കണ്ടു. ಇಷ್ಟು ಕಾಲ ಹತ್ತದು ದೇವರು ನೋಡಿದರು.
എല്ലാവരും വീട്ടുകാരെ കളിയാക്കി ദൈവം സൈലന്റ് ആയിരുന്നു. ಮನೆಯವರು ಗೇಲಿ ಮಾಡಿದ್ರು ಆದ್ರೆ ದೇವರು ನಿಶ್ಶಬ್ದರಾಗಿದ್ದರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ആക്ട് ചെയ്തത്, ದೇವರು ಕ್ರಿಯೆ ಮಾಡಿದ್ದು അവളുടെ ഉള്ളിൽ നിന്ന് സമർപ്പണം വന്നപ്പോഴാണ്. ಅವಳ ಒಳಗಿನಿಂದ ಆ ಸಮರ್ಪಣೆ ಬಂದಾಗ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു കുഞ്ഞിനെ അയക്കുന്നത് ನಾನೊಂದು ಮಗುವನ್ನು ಕಳಿಸುವಂತದ್ದು ഹന്നായെ നിനക്ക് വേണ്ടിയല്ല, ಅನ್ನನೇ ನಿನಗೋಸ್ಕರವಾಗಿ ಅಲ್ಲ, അത് എനിക്ക് വേണ്ടിയാണ്. ಅದು ನನಗೋಸ್ಕರವಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്ന് പകലില് ಇವತ್ತು ಹಗಲಿನಲ್ಲಿ നിങ്ങളുടെ അകത്തുനിന്ന് പ്രാർത്ഥനകളില് ನಿಮ್ಮ ಒಳಗಿನ ಪ್ರಾರ್ಥನೆಗಳಲ್ಲಿ ചില സമർപ്പണം പുറത്തു വരട്ടെ. ಕೆಲ ಸಮರ್ಪಣೆ ಹೊರಗೆ ಬರಲಿ. കർത്താവേ, നിനക്കിപ്പോ കൊച്ചിനെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ಕರ್ತನೇ, ನಿನಗೊಂದು ಮಗು ಸಿಕ್ಕಿ ಏನ್ ಮಾಡೋದಕ್ಕಿದೆ? ഹന്നായെ നിനക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? ಅನ್ನನೇ ನಿನಗೆ ಸಿಕ್ಕಿ ಏನು ಮಾಡೋದಕ್ಕಿದೆ? ഹന്നാ പറയും എനിക്ക് വളർത്താനാണ്. ಅನ್ನನೇ ಹೇಳ್ತಾರೆ ನನಗೆ ಬೆಳೆಸಬೇಕೆಂಬುದಾಗಿ. ദൈവം പറയും എനിക്ക് ഉയർത്താനാണ്. ದೇವರು ಹೇಳ್ತಾರೆ ನಾನು ಅವನನ್ನು ಉನ್ನತಿಗೆ ತರುವುದಕ್ಕೆಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ അവനൊരു പ്രവാചകനായി ഉയർത്തും. ನಾನು ಅವನನ್ನು ಪ್ರವಾದಿಯಾಗಿ ಉನ್ನತಿಸ್ತೇನೆ. അവൻ എന്റെ വാക്കായി ಅವನು ನನ್ನ ಮಾತಾಗಿ ഈ ദേശത്തിൽ അവൻ ಈ സംസാരിക്കും. ದೇಶಗಳಲ್ಲಿ ಅವನು ಮಾತನಾಡುತ್ತಾನೆ. അമ്മ ലാസ്റ്റ് പറഞ്ഞു, ತಾಯಿ ಕೊನೆಯದಾಗಿ ಹೇಳಿದರು, ഒറ്റ ഉടമ്പടി പറഞ്ഞു. ಒಂದೇ ಒಂದು ಒಡಂಬಡಿಕೆ. എന്താ പറഞ്ഞത്? ಏನೆಂಬುದಾಗಿ ಹೇಳಿದರು, നീ എനിക്കൊരു മകനെ തന്നാൽ ನೀ ನನಗೊಂದು ಮಗನನ್ನು ಕೊಟ್ಟರೆ ഞാൻ അവനെ നിനക്ക് വേണ്ടി തന്നോളാം. ನಾನು ಆತನು ನಿನಗಾಗಿ ಕೊಡ್ತೇನೆ. അവൾ വാക്ക് മാറ്റിയില്ല. ಒಂದು ಮಾತು ಬದಲಾಯಿಸಲಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉടമ്പടിയുടെ ശക്തി. ಒಡಂಬಡಿಕೆಯ ಶಕ್ತಿ. പാസ്റ്റർ ബെന്നിഹിൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനും ಪಾಸ್ಟರ್ ಬೆನ್ನಿನ್ ಅಂತ ಹೇಳುವಂತ ಕರ್ತನ ದಾಸರು, അദ്ദേഹത്തിന് ഒരിക്കൽ ക്യാൻസർ വന്നു. ಅವರಿಗೆ ಒಮ್ಮೆ ഹാർട്ട് ബ്രേക്കിംഗ്, ഹാർട്ടിന് കംപ്ലൈന്റ് ആയി. ಅವರ ಹೃದಯಕ್ಕೆ ಏನೋ ತೊಂದರೆ ಉಂಟಾಯಿತು. ಒಂದು ಸಾರಿ അവരെ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തത്, ಅವರನ್ನ ಅಭಿಷೇಕಿಸಿದ್ದು, അദ്ദേഹത്തിന്റെ മേലിട്ടത് കാതറിൻ കുൾമാൻ എന്ന് പറയുന്ന ആളുടെ ഒരു മാന്റിലായിരുന്നു. ಅವರ ಮೇಲೆ ಹಾಕಲ್ಪಟ್ಟದ್ದು ಕ್ಯಾಥರಿನ್ ಕುಲ್ಮಾನ್ ಎಂಬುದಾಗಿ ಅಭಿಷೇಕದ ಹೊದಿಕೆಯಾಗಿತ್ತು. കാതറിൻ കുൾമാൻ ഹാർട്ട് ബ്രേക്ക് വന്നു, എന്ന് വെച്ചാൽ ഹൃദയം പൊട്ടിയ, ഹൃദയാഘാതമുണ്ടായ മരിച്ചത്. ಕ್ಯಾಥರಿನ್ ಕುಲ್ಮಾನ್ ಅವರು ಹೃದಯಾಘಾತದಿಂದ ಮರಣ ಹೊಂದಿದರು. കാതറിൻ കുൾമാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി പേര് സൗഖ്യമായി. പക്ഷെ അവർ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നാണ്. ಕ್ಯಾಥರಿನ್ ಕುಲ್ಮಾನ್ ಅವರು ಪ್ರಾರ್ಥಿಸಿದಾಗ ಅನೇಕರು ಸೌಖ್ಯವಾದರು, ಆದರೆ ಅವರು ಮರಣ ಹೊಂದಿದ್ದು ಒಂದು ಹೃದಯಾಘಾತದಿಂದ. അവരുടെ അതേ അനോയിന്റിംഗിൽ ഈ പാസ്റ്റർ ബെന്നിഹിൻ നടക്കാൻ തുടങ്ങി. ಅವರ ಅದೇ ಅಭಿಷೇಕದಲ್ಲಿ ಪಾಸ್ಟರ್ ಬೆನ್ನಿನ್ ಅವರು ನಡೆಯೋದಕ್ಕೆ ಆರಂಭಿಸಿದರು. അദ്ദേഹത്തിനും ഹാർട്ട് കാർഡിയാക് അറസ്റ്റ് വന്നു. ಅವ್ರಿಗೂ ಕೂಡ ಅದೇ ರೀತಿಯಾಗಿ ಹೃದಯಾಘಾತ ಉಂಟಾಯಿತು. ഡോക്ടർ പറഞ്ഞു, യു കാಂಟ್ ഈവൻ പ്രീച്ച് ഫോർ 1 minute. ವೈದ್ಯರು ಹೇಳಿದ್ರು, ಒಂದು ನಿಮಿಷ ಕೂಡ ನಮಗೆ ಪ್ರಸಂಗ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ ಎಂಬುದಾಗಿ. അദ്ദേഹം പ്രസംഗങ്ങളെല്ലാം നിർത്തി. ಅವರು ಪ್ರಸಂಗ ಎಲ್ಲ ನಿಲ್ಲಿಸಿದರು. അദ്ദേഹം ദൈവത്തിന്റെ മുന്നിൽ കരഞ്ഞു. ಅವರು ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಅತ್ತರು. അദ്ദേഹം ഒരു വചനം കണ്ടു. ಅವರೊಂದು ವಾಕ್ಯ ನೋಡಿದರು, സങ്കീർത്തനങ്ങളിൽ നിന്ന്. ಕೀರ್ತನೆಗಳಿಂದ അവരാ വചനം എടുത്തു. ಅವರ ವಾಕ್ಯ ತೆಗೆದುಕೊಂಡರು. അതിനകത്ത് എങ്ങനെയാ പറഞ്ഞത്? ಅದರಲ್ಲಿ ಹೀಗೆ ಬರೆಯಲ್ಪಟ್ಟಿದೆ, അനാഥരെ, വിധവകളെ നീ ഓർക്കുക. ಅನಾಥರನ್ನು ವಿಧಿಯರನ್ನು ನೆನೆಸಿಕೊಳ್ಳಬೇಕು. ഞാൻ നിനക്ക് സൗഖ്യം തരും. ನಾನು ನಿಮಗೆ ಸೌಖ್ಯ ಕೊಡ್ತೇನೆ. ഇദ്ദേഹം തന്റെ സെക്രട്ടറിയെ വിളിച്ചു. ಅವರವರ ಸೆಕ್ರೆಟರಿಯನ್ನು ಕರೆದರು. തന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മൊത്തം പൈസയും വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. ಅವರ ಅಕೌಂಟ್ ಅಲ್ಲಿರುವಂತ ಎಲ್ಲ ಹಣವನ್ನು ಅದನ್ನು ಬಿಡಿಸಿಕೊಂಡು ಬರುವುದಕ್ಕಾಗಿ ಹೇಳಿದರು. അത് മുഴുവൻ അദ്ദേഹം സുവിശേഷത്തിന് ഒത്തിരി കൊടുക്കുന്ന ആളാണ്. ಅವರು ಸುವಾರ್ತೆಗಾಗಿ ಹೆಚ್ಚಾಗಿ ಕೊಡುವಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ. ഈ 2 കാറ്റഗറിക്ക് വേണ്ടി ആ മുഴുവൻ പൈസ സീറോ ബാലൻസ് ആകുന്നവരെ ചെലവഴിച്ചു. ಈ 2 ವಿಭಾಗದವರಿಗೋಸ್ಕರವಾಗಿ ಅವರು ಪೂರ್ತಿ ಹಣವನ್ನು ತೆಗೆದುಕೊಂಡು ಅದನ್ನು ಸೊನ್ನೆಯಾಗಿ ಅವರ ಉಳಿದ ಮೊತ್ತವಾಗಿ ಮಾರ್ಪಡಿಸಿದರು. ദൈവത്തിന്റെ മുന്നിൽ പോയിരുന്നു. ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಕೂತರು. എന്നിട്ട് പറഞ്ഞു, ಅನಂತರವಾಗಿ ಹೇಳಿದರು, എന്റെ ഭാഗം ഞാൻ ചെയ്തു, നിന്റെ ഭാഗം നീ ചെയ്യുക. ನನ್ನ ಕಡೆಯಿರುವಂತ ಸಂಗತಿ ನಾನು ಮಾಡಿದೆ, ನಿನ್ನ ಕಡೆಯಿರುವಂತ ಸಂಗತಿಯನ್ನು ಮಾಡು ಎಂಬುದಾಗಿ. ദൈവം ആ മനുഷ്യനെ തൊട്ടു. ದೇವರು ಆ ವ್ಯಕ್ತಿಯನ್ನು ಸ್ಪರ್ಶಿಸಿದರು. അടുത്ത ദിവസം വീണ്ടും പോയി സ്കാൻ ചെയ്തു. ಮಾರನೇ ದಿನ ಪುನಃ ಹೋಗಿ ಅವರು ಸ್ಕ್ಯಾನ್ ಮಾಡಿ ನೋಡಿದರು. ഡോക്ടേഴ്സ് പറഞ്ഞു, ವೈದ್ಯರು ಹೇಳಿದ್ರು, പാസ്റ്റർ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ಪಾಸ್ಟರ್ ಏನ್ ನಡೆಯುತ್ತೆ ಎಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. ഇന്നലെ വരെയുള്ള റിപ്പോർട്ട് ನಿನ್ನೆ ತನಕ ಇರುವಂತ ರಿಪೋರ್ಟ್ നിങ്ങളുടെ ഹാർട്ട് വീക്ക് ആണ്, ನಿಮ್ಮ ಹೃದಯ ಬಹಳ ಬಲಹೀನವಾಗಿದೆ ഒന്നും ಎಂಬುದಾಗಿ. ചെയ്യാൻ പറ്റില്ല. ಏನು ಮಾಡೋದಕ್ಕಾಗುವುದಿಲ್ಲ. എന്നാൽ ഈ റിപ്പോർട്ട് ಆದ್ರೆ അനുസരിച്ച് ಈ ರಿಪೋರ್ಟ್ ಅನುಸಾರವಾಗಿ നിങ്ങളുടെ ഹാർട്ട് പെർഫെക്റ്റ്, നിങ്ങൾക്ക് ധാരാളമായി ನಿಮ್ಮ പ്രസംഗിക്കാം. ಹೃದಯ ಅದು ಬಹಳ ಚೆನ್ನಾಗಿದೆ, ನೀವು ಹೋಗಿ ಆರಾಮಾಗಿ ನೀವು ಪ್ರಸಂಗ ಮಾಡಬಹುದು ಎಂಬುದಾಗಿ. ഉടമ്പടിയുടെ ശക്തി. ಒಡಂಬಡಿಕೆಯ ಶಕ್ತಿ. ചിലർ ഉടമ്പടി നടക്കില്ല, എല്ലാം ഇഞ്ഞ് പോരട്ടെ. ഇല്ല, ദൈവം അനങ്ങത്തില്ല. ಕೆಲವರು ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದುಕೊಳ್ಳುವುದಿಲ್ಲ, ಎಲ್ಲವೂ ನಮಗೆ ಬರಲಿ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. ಆ ರೀತಿಯಾಗಿ ಕ್ರಿಯೆಯಲ್ಲಿ ದೇವರು ಕ್ರಿಯೆ ಮಾಡುವುದಿಲ್ಲ. വചനം നിങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കണം. ವಾಕ್ಯವನ್ನು ಬಹಳ ಗಮನದಿಂದ ನೋಡಬೇಕು. ഓരോ വിഷയങ്ങൾ നടക്കുവാൻ ചില ഹന്ന ഒരു ഉടമ്പടി എടുത്തു. ಒಂದೊಂದು ಸಂಗತಿಗಳು ನಡೆಯೋದಕ್ಕೋಸ್ಕರವಾಗಿ ಅನ್ನಲು ಕೆಲವು ಒಡಂಬಡಿಕೆ ತೆಗೆದುಕೊಂಡಳು. Hallelujah. Hallelujah. The moment when the vow had come out from her mouth, ಅವಳ ಬಾಯಿಂದ ಒಡಂಬಡಿಕೆ ಬಂದ ಅದೇ ಕ್ಷಣದಲ್ಲಿ അവളുടെ ഉദരത്തെ ദൈവം തൊട്ടു. ಅವಳ ಗರ್ಭವನ್ನು ದೇವರು ಮುಟ್ಟಿದರು. Hallelujah. Hallelujah. വെളിയിലിരുന്ന പുരോഹിതൻ പറഞ്ഞു, ಹೊರಗಿದ್ದಂತ ಪುರೋಹಿತ ಹೇಳಿದ, അടുത്ത ആണ്ടിൽ ಬರುವ ವರ್ಷದಲ್ಲಿ ഈ സമയത്ത് ಇದೇ ಸಮಯದಲ್ಲಿ നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളും. ನೀನೊಂದು ಮಗುವನ್ನು ತೆಗೆದುಕೊಂಡು. Hallelujah. Hallelujah. അടുത്ത ആണ്ടിൽ അവൾ വന്നില്ല. ಮಾನವ ವರ್ಷದಲ್ಲಿ ಅವಳು ಬರಲಿಲ್ಲ. കാരണം അവൾ കുഞ്ഞിനെ പ്രസവിച്ചു.
ಅವಳು ಆ ಮಗುವನ್ನು ಹೆರಿಗೆ ಆದಳು. അടുത്ത ആണ്ടിലും വന്നില്ല, ಮುಂದಿನ ವರ್ಷ ಕೂಡ ಬರಲಿಲ್ಲ, അടുത്ത ആണ്ടിലും വന്നില്ല. ಅದರ ನಂತರವಾದ ವರ್ಷದಲ್ಲಿ ಬರಲಿಲ್ಲ. ഒരു കുഞ്ഞു പൈതലായിരുന്നപ്പോ, ಒಂದು ಚಿಕ್ಕ ಹುಡುಗನಾದಾಗ, ഹാർഡ്ലി ഒരു 4 വർഷം കഴിഞ്ഞപ്പോ, ಒಂದು 4 ವರ್ಷ ಆಗಿರುವ ಕನಿಷ್ಠ അമ്മ വന്നു. ಆ ತಾಯಿ ಬಂದರು. ഈ പ്രാവശ്യം വന്നപ്പോ ಈ ಸರಿ ಬಂದಾಗ തന്റെ കൂടെ ഒരു കൊച്ചുണ്ട്. ಅವರ ಸಂಗಡ ಒಂದು ಮಗು ಕೂಡ ಇದೆ. അതിനെ കൊണ്ട് ആലയത്തിൽ ഇരുത്തി. ಅದನ್ನು ಹಾಲದಲ್ಲಿ ಕೂರಿಸಿ അമ്മ പോയപ്പോ പറഞ്ഞു, ತಾಯಿ ಹೋದಾಗ ಹೇಳಿದರು, ആ കൊച്ചു എന്നെ ഞെട്ടിപ്പിച്ചത്, ನನ್ನನ್ನು ಬಹಳ ಆಶ್ಚರ್ಯಗೊಳಿಸಿತು. അമ്മ പോയപ്പോ സാരിയുടെ പുറകെ പിടിച്ചോണ്ട് ആ കുട്ടി പുറകെ ഓടിയില്ല. ತಾಯಿ ಹೋದಾಗ ಆ ಸಾರಿ ಹಿಡ್ಕೊಂಡು ಆ ಮಗು ಹಿಂದೆ ಹೋಗ್ಲಿಲ್ಲ. 3.5 വയസ്സുള്ള ഒരു ബാലനെ കുറിച്ചാണ് പറയുന്നത്. 3.5 ವರ್ಷ ಇರುವಂತ ಒಂದು ಚಿಕ್ಕ ಹುಡುಗನ ಕುರಿತಾಗಿ ಹೇಳುವಂತದ್ದು. ഇവിടെ 6, 7, 8, 9 വയസ്സുള്ള പിള്ളേരെ മടിയിൽ വെച്ചോണ്ടിരിക്കുന്നത്. ಇಲ್ಲಿ 6, 7, 8 ವರ್ಷದ ಮಕ್ಕಳನ್ನು ಸೊಂಟದ ಮೇಲೆ ಕೂರಿಸಿಕೊಂಡು ನಡೀತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. 2, 2.5, 3 വയസ്സായപ്പോഴേക്കും 2, 2.5, 3 ವರ್ಷವಾದಾಗ സാമുവേലിനെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ಸಾಮೇಲಲ್ಲಿ ಕೂರಿಸಿ ಹೇಳಿದರು, നീ ഇവിടെ ഇരിക്കേണ്ടവനാ, ನೀನು ಇಲ್ಲಿರಬೇಕಾದವನು, നിന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാ, ನಿನ್ನನ್ನು ದೇವರೊಟ್ಟಿಗೆ ಕೇಳಿ ಪಡೆದುಕೊಂಡದೆ, നിന്റെ അപ്പൻ ദൈവമാ, ನಿನ್ನ ತಂದೆ ದೇವರಾಗಿದ್ದಾರೆ. അമ്മ അവിടെ നിന്നെ വിട്ടേച്ചു പോകും, ತಾಯಿ ನಿನ್ನನ್ನೆಲ್ಲ ಬಿಟ್ಟು ಹೋಗ್ತಾರೆ. ഇനി നീ അമ്മയെ കുറിച്ച് അധികം ഓർക്കണ്ട, ಇನ್ನು ತಾಯಿ ಕುರಿತಾಗಿ ಹೆಚ್ಚಾಗಿ ನೆನೆಸಬೇಡ, നിന്നെ ദൈവം നോക്കിക്കോളും. ನಿನ್ನ ದೇವರು ನೋಡಿಕೊಳ್ಳುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അമ്മ മടങ്ങിപ്പോയി. ಆ ತಾಯಿ ಹಿಂತಿರುಗಿ ಹೋದರು. കൊച്ചു കരഞ്ഞെന്നോ പിഴിഞ്ഞെന്നോ ഒന്നും ബൈബിളിലില്ല. ಆ ಮಗು ಅತ್ಯಂತ ಗೋಳಾಡಿದೆ ಎಂಬುದಾಗಿ ಏನು ಸತ್ಯವೇದದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿಲ್ಲ. അവൻ ആലയത്തിലിരുന്നു. ಅವನ ಆಲಯದಲ್ಲಿ ಇದ್ದನು. അതെന്താ അവൻ കരയാതിരുന്നത്? ಅದು ಯಾಕೆ ಅವನು ಅಳದಿದ್ದದ್ದು? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അവൻ വീട്ടിലിരുന്നപ്പോ കരഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവൻ പള്ളി വന്നപ്പോ കരഞ്ഞില്ല. ಅವನು ಮನೆಯಲ್ಲಿದ್ದಾಗ ಹತ್ತಿರಬಹುದು, ಆದ್ರೆ ಆಲಯಕ್ಕೆ ಬಂದಾಗ ಅವನು ಅಳಲಿಲ್ಲ. വളരേണ്ടുന്ന സ്ഥലത്ത് ಬೆಳೆಯಬೇಕಾದ ಜಾಗದಲ್ಲಿ നിന്റെ മക്കൾ എത്തിയാൽ ನಿಮ್ಮ ಮಕ್ಕಳು ತಲುಪಿದರೆ അവർ അവിടെ കരയില്ല, ಅವರಲ್ಲಿ ಅಳುವುದಿಲ್ಲ, അവരവിടെ ഉയരുകയുള്ളൂ. ಅವರಲ್ಲಿ ಉನ್ನತಿಗೆ ಬರ್ತಾರಷ್ಟೇ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. വേണ്ടാത്ത സ്ഥലത്ത് ಬೇಡದ ಜಾಗಗಳಲ್ಲಿ പിള്ളേര് പോയാൽ ನಿಮ್ಮ ಮಕ್ಕಳು ಹೋದರೆ അവര് മാത്രല്ല നീയും കരയും. ಅವರು ಮಾತ್ರ ನೀವು ಸಹ ಅಳ್ತೀರಿ. വളരേണ്ടുന്നിടത്ത്, ಬೆಳೆಯಬೇಕಾದ ಜಾಗದಲ್ಲಿ, ഉയരേണ്ടുന്നിടത്ത് മേലേക്ക് ಬರಬೇಕಾದ നിന്റെ മക്കൾ ಜಾಗದಲ್ಲಿ വളരുമാറാകട്ടെ. ನಿನ್ನ ಮಕ್ಕಳು ಬೆಳೆಯಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. വചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳ್ತಾ ಇದೆ. 2-ാമത്തെ അധ്യായം, 2ನೇ ಅಧ್ಯಾಯ, 1 സാമുവേൽ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 ಸಮುವೇಲ 2ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯ. അനന്തരം പ്രാർത്ഥന, ഉടമ്പടിയുടെ പവർ, ഉടമ്പടിക്ക് ಒಂದು ಶಕ್ತಿ. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ആഹാ, ഇത്രയും വർഷം കരഞ്ഞുകൊണ്ട് നടന്ന ഹന്ന ഇവിടെ കാണുന്നത് അവളുടെ ഹൃദയം പ്രാർത്ഥിച്ച് ആനന്ദിച്ച് പറയുന്നത്, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ ഹാർട്ട്, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. ആഹാ, ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ, ദൈവം വാഗ്ദത്തങ്ങളെ തരുമ്പോ ದೇವರು ವಾಗ್ದಾನಗಳನ್ನು ಕೊಡುವಾಗ കണ്ണുനീർ ആനന്ദമായി മാറും. ಕಣ್ಣೀರು ಅದು ಆಶ್ರವಾಗಿ യേശു ಮಾರ್ಪಡುತ್ತದೆ. നന്മ ചെയ്യുമ്പോ ಯೇಸು ಸ್ವಾಮಿ ಆಶೀರ್ವಾದ ಮಾಡುವಾಗ കരച്ചിലുകൾ, വിലാപങ്ങൾ നൃത്തമായി തീരും. ಅಳು ಗೋಳಾಡುವಂತದ್ದು ಅದು ನೃತ್ಯವಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಾರೆ. എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, ನನ್ನ ಕೊಂಬು ಯೆಹೋವನಿಂದ ಎತ್ತಲ್ಪಟ್ಟಿದೆ, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. ಶತ್ರುಗಳ ಮುಂದೆ ನನ್ನ ಬಾಯಿ ತೆರೆದಿರುವುದು. ഇന്നുവരെ മൗനമായി നടന്നവള് ಇದುವರೆಗೂ ಮೌನವಾಗಿ ನಡೆದವಳು വായ് തുറന്ന് ശത്രുവിന്റെ മുന്നിൽ പോരെ, ಬಾಯಿ ತೆರೆದ ಶತ್ರುವಿನ ಮುಂದೆ എന്റെ ദൈവം എന്റെ ഹൃദയത്തെ, എന്റെ ഉദരത്തെ തൊട്ടു എന്ന് പറയാൻ തുടങ്ങി. ನನ್ನ ದೇವರು ನನ್ನ ಹೃದಯವನ್ನು ನನ್ನ ಗರ್ಭದಲ್ಲಿ ಮುಟ್ಟಿದನು ಅಂತ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ശമൂവേൽ വളർന്ന ഒരു സ്ഥലമുണ്ട്. ಸಮುವೇಲನು ಬೆಳೆದು ಬಂದಂತ ಒಂದು ಜಾಗವಿದೆ. നമ്മൾ പറയും ആലയമെന്ന്, ನಾವು ಹೇಳ್ತೇವೆ ದೇವರ ಆಲಯ ಎಂಬುದಾಗಿ. ഞാൻ പറയും ನಾನು ಹೇಳ್ತೇನೆ ഇന്നർ ചേംബർ. ಒಳಗಿನ ಕೋಣೆಯೇ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അവനൊരു ആലയത്തിന്റെ അകത്ത് ಅವನೊಂದು ಆಲಯದ ಒಳಗಡೆ ആരാലും അറിയപ്പെടാതെ ಯಾರಿಂದಲೂ ತಿಳಿಯಗೊಳ್ಳದೆ അവൻ ആ ആലയത്തിൽ വളർന്നു. ಅವನ ಆಲಯದಲ್ಲಿ ಬೆಳೆದನು. അവന്റെ ഡ്യൂട്ടി, ಅವನ ಕೆಲಸ വിളക്ക് കിട്ടുപോകരുത്, ಬೆಳಕು ಹಾರಿ ಹೋಗಬಾರದು, എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നു. ಅದಕ್ಕೆ ಎಣ್ಣೆಯನ್ನು ಹಾಕುತ್ತಿರಬೇಕು. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ, ആ കാലങ്ങളിൽ ಆ ಕಾಲದಲ್ಲಿ ദർശനം ഏറെയില്ല, ದರ್ಶನಗಳು ಹೆಚ್ಚಾಗಿರಲಿಲ್ಲ, സ്വപ്നമേറെയില്ല, ಕನಸುಗಳು ಹೆಚ್ಚಾಗಿರಲಿಲ್ಲ, ഒന്നുമില്ല. ಏನೂ ಇಲ್ಲ. ആരും ദർശനം കാണാറില്ല, ಯಾರು ದರ್ಶನಗಳು ನೋಡುವುದಿಲ್ಲ, ആരും പ്രവചിക്കാറില്ല. ಯಾರು ಪ್ರವಾದಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അതിന്റെ മുന്നിൽ ಅದಕ್ಕಿಂತ ಮುಂಚೆ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു സാധനം ಪ್ರವಾದಿ ಎಂಬುದಾಗಿ ಇರುವ ಒಂದು ವ್ಯಕ್ತಿ ഇസ്രായേലിൽ കണ്ടിട്ടില്ല. ಇಸ್ರಾಯೇಲರಲ್ಲಿ ಕಾಣನೇ ಇಲ್ಲ. ആരാണ് പ്രവാചകൻ? ಯಾರು ಪ್ರವಾದಿ? ദൈവം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ದೇವರು ಹೇಳಿಕೊಡುವ ಸಂಗತಿ ഓർമ്മപ്പെടുത്തുന്നവനാണ്. ನೆನಪಿಸುವ ಆತನೇ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇവൻ ദൈവസന്നിധിയിൽ വളർന്നപ്പോൾ ಇವನು ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಬೆಳೆದಾಗ അന്ന് വരെ കാണാത്ത ಅದುವರೆಗೂ ഒരു ನೋಡದಿರುವಂತಹ പുതിയ ശുശ്രൂഷ ಒಂದು ಹೊಸ ಸೇವೆ ഇസ്രായേലിന്റെ ആലയത്തിൽ ദൈവം തുറന്നു. ಇಸ್ರಾಯೇಲ ದೇವರ ಆಲಯದಲ್ಲಿ ದೇವರು ತೆರೆದರು. അതാരുടെ മേലെ തുടങ്ങിയത്? ಅದು ಯಾರ ಮೇಲೆ ದೇವರು ಆರಂಭಿಸಿದರು? പുരോഹിതന്റെ മേലല്ല. ಯಾಜಕನ ಮೇಲಲ್ಲ. അന്ന് വരെ ಅದುವರೆಗೂ അവിടെ ഉണ്ടായിരുന്നത് ಅಲ್ಲಿ ಇದ್ದದ್ದು പൗരോഹിത്യ മിനിസ്ട്രിയാണ്.
priesthood. ಒಂದು ಯಾಜಕದ ಒಂದು ಆ ಒಂದು ಸೇವೆ ಆಗಿದೆ. എന്തുണ്ടെങ്കിലും പുരോഹിതന്റെ അടുക്കൽ ആളുകൾ പോകും. ಏನಾದ್ರೂ ಯಾಜಕರ ಬಳಿಗೆ ಹೋಗೋದು. പക്ഷെ അന്ന് മുതൽ ಆದ್ರೆ ಅವತ್ತಿನಿಂದ ದೇವರು ഒരു കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ಒಂದು ಮಗುವಿನ ಎಬ್ಬಿಸಿ ಹೇಳಿದರು, ആ നാട്ടിൽ നടക്കാൻ പോകുന്ന സകല കാര്യങ്ങളും, ಆ ಊರಿನ ನಡೆಯಕ್ಕೆ ಹೋಗುವಂತ ಎಲ್ಲ ಸಂಗತಿಗಳು ഈ കൊച്ചിനോട് ദൈവം ആദ്യം ಈ പറഞ്ഞു. ಮಗುವೊಟ್ಟಿಗೆ ದೇವರು ಮೊದಲು ಹೇಳ್ತಾರೆ, അവൻ ബാക്കിയുള്ളവരോട് ಅವನು പറയും. ಉಳಿದವರೊಟ್ಟಿಗೆ ಹೇಳ್ತಾನೆ. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ, 3-ാമത്തെ അധ്യായം ಮೂರನೇ ಅಧ್ಯಾಯ അതിന്റെ ലാസ്റ്റ് വാക്യം, ಅದರ ಕೊನೆಯ ವಾಕ್ಯ, ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ്, ശമൂവേൽ ഷീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ഷീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ಯೆಹೋವನು ಶಿಲೋವಿನಲ್ಲಿ ದರ್ಶನ ಕೊಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿ ತನ್ನ ವಾಕ್ಯದಿಂದ ಸಮೂವೇಲನಿಗೆ ತನ್ನನ್ನು ಪ್ರಕಟಿಸಿಕೊಳ್ಳುತ್ತಾ ಬಂದನು. ബൈബിൾ പറയുന്നു, സത്യവേദ ಹೇಳ್ತಾ ಇದೆ, വീണ്ടും 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 യഹോവ പ്രത്യക്ഷനായി. ಪುನಃ ಪುನಃ ಯೆಹೋವನು ದರ್ಶನ ಕೊಟ್ಟನು. അതിന്റെ പേരാണ് ಅದರ ಹೆಸರಾಗಿದೆ പ്രൊഫറ്റിക്കൽ ഓഫീസ്, ಒಂದು ಪ್ರವಾದನಾತ್ಮಕ ಕಚೇರಿ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. ചില ആളുകളിൽ ಕೆಲ ವ್ಯಕ್ತಿಗಳು പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് വരും. ಪ್ರವಾದನಾತ್ಮಕ ವರಗಳು ಬರುತ್ತದೆ എന്ന് വെച്ചാൽ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ, ഒരു മരത്തില് ಒಂದು ಮರದಲ್ಲಿ ഒരു ഫലം ഉണ്ടാകുന്നത് ಒಂದು ಫಲ ಉಂಟಾಗುವುದು 12 മാസം ഉണ്ടായിക്കൊണ്ടിരിക്കുമോ അതോ വല്ല കാലത്ത് ഉണ്ടാവുമോ? 12 ತಿಂಗಳು ಉಂಟಾಗ್ತದ, ಆದ್ರೆ ಯಾವಾಗಾದ್ರೂ ಒಂದು ಸಮಯದಲ್ಲಿ ಫಲ ಉಂಟಾಗ್ತದ. ഒരു വാഴ വെച്ചു, അതിന്റെ അകത്ത് എല്ലാ സമയത്തും വാഴപ്പഴം ഉണ്ടായിക്കൊണ്ടിരിക്കുമോ? ಒಂದು ಬಾಳೆ ಗಿಡ ನೆಟ್ರೆ ಎಲ್ಲಾ ತಿಂಗಳು ಅದರಲ್ಲಿ ಫಲ ಉಂಟಾಗ್ತಾ ಇರುತ್ತದ? ಬಾಳೆಹಣ್ಣು കേട്ടില്ല, ഒരിക്കലും ഉണ്ടാവത്തുള്ളൂ. ಅದು ಒಮ್ಮೆನೆ ಉಂಟಾಗುವುದು. പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് ഉണ്ട്, ಪ್ರವಾದನಾತ್ಮಕ ವರ ಇದೆ, പ്രൊഫറ്റിക്കൽ സ്പിരിറ്റ് ഉണ്ട്, ಪ್ರವಾದನಾತ್ಮಕ ಆತ್ಮವಿದೆ, പ്രൊഫറ്റിക്കൽ ഓഫീസ് ഉണ്ട്, ಪ್ರವಾದನಾತ್ಮಕ ಕಚೇರಿ ಇದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഗിഫ്റ്റ് കിട്ടണമെങ്കിലും ನಮಗೆ ವರ ಸಿಗಬೇಕಾದ್ರೆ ഒരു സീസണിൽ ചോദിച്ചാൽ അത് വരും, വന്നും പോകും. ಒಂದು ಕಾಲದಲ್ಲಿ ಕೇಳಿದ್ರೆ ಬರುತ್ತದೆ ಹೋಗುತ್ತದೆ. പക്ഷേ ഒരു പ്രൊഫറ്റിക്കൽ സ്പിരിറ്റ് ഒരാളിൽ വന്നാൽ, ಒಂದು ಪ್ರವಾದನೆ ಆತ್ಮ ಒಂದು ವ್ಯಕ್ತಿಯೊಳಗೆ ಬಂದರೆ അവന്റെ മരണം വരെ ಆತನ ಮರಣವರೆಗೂ അത് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ಅದು ಆತನ ಸಂಗಡ ಇರುತ್ತದೆ. അതെവിടുന്നാ വന്നത്? ಅದು ಎಲ್ಲಿಂದ ಬಂದದ್ದು? ശമൂവേൽ പറയും, ಸಮುವೇಲ ಹೇಳ್ತಾನೆ, I got it from my inner chamber. ನನ್ನ ಒಳಗಿನ ಕೋಣೆಯಿಂದ ಅದನ್ನು ನಾನು ಪಡೆದುಕೊಂಡೆನೆ ಎಂಬುದಾಗಿ. ഏതാണ് ആ inner chamber? ಏನಾಗಿದೆ ಒಳಗಿನ ಕೋಣೆ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കൂടെയുള്ള കൂട്ടുകാരല്ല, ನನ್ನ ಸಂಗಡ ಇರುವ ಸ್ನೇಹಿತರಲ್ಲ, നിക്കറിട്ട് ബർമുടയിട്ട് പന്തും കളിച്ച് നടക്കുമ്പോൾ, ಚಿಕ್ಕ ಬರ್ಮೋಡ ಹಾಕಿ ಆ ಚೆಂಡನ್ನು ಆಡುತ್ತಾ ನಡೆಯುವಾಗ, അവര് ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി കളിച്ച് നടക്കുമ്പോൾ, ಸ್ನೇಹಿತರ ಜೊತೆ ಪಾರ್ಟಿ ಆಚರಿಸಿ ನಡೆಯುವಾಗ എല്ലാരും പറഞ്ഞു, ಎಲ್ಲರೂ ಹೇಳಿದ್ರು, ഈ മണ്ടൻ ചെറുക്കൻ മാത്രം ആലയത്തിലാണ്. ಈ ಬುದ್ಧಿಹೀನ ಈ ಹುಡುಗ ಮಾತ್ರ ದೇವರ ಆಲಯದೊಳಗಡೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിനക്ക് ആലയത്തിൽ കയറി വരാൻ ഒരു ഭാഗ്യം കിട്ടിയോ? അതിന് സ്തോത്രം പറ. ನಿನಗೆ ಆಲಯದೊಳಗೆ ಪ್ರವೇಶಿಸುವುದಕ್ಕೆ ಒಂದು ಭಾಗ್ಯ ಸಿಕ್ಕಿದೆ, ಅದಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇവിടെ കയറി വരാൻ പറ്റിയ നിന്റെ ഭാഗ്യമാണ്. ಇಲ್ಲಿ ಹತ್ತಿ ಬರುವುದಕ್ಕೆ ಆದದ್ದು ನಿನ್ನ ಒಂದು ಭಾಗ್ಯವಾಗಿದೆ. ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റുന്ന ഭാഗ്യമാണ്. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಕೂರಕ್ಕಾಗುವುದು ಅದೃಷ್ಟವಾಗಿದೆ. വചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳ್ತಾ ಇದೆ, ദാവീദ് ഇങ്ങനെയാ പറയുന്നത്, ದಾವೀದನು ಹೀಗೆ ಹೇಳ್ತಾನೆ, എന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ഗേറ്റ് കീപ്പർ ആയിരിക്കുന്നത് ನನ್ನ ದೇವರ ಆಲಯದ ಕಾವಲುಗಾರನಿರುವುದು എനിക്ക് എത്രയോ ഭാഗ്യമാണ്. ನನಗೆ ಎಷ್ಟೋ ಧನ್ಯನು ഈ ಎಂಬುದಾಗಿ. ലോകത്തിൽ 1000 ദിവസം പാർക്കുന്നതിനേക്കാൾ ಈ ಲೋಕದಲ್ಲಿ ಸಹಸ್ರ ದಿನಗಳು ಇರುವುದಕ್ಕಿಂತಲೂ യഹോവയുടെ ആലയത്തിന്റെ ഗേറ്റ് കീപ്പർ ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ನನ್ನ ಯೆಹೋವನ ದೇವರ ಆಲಯದಲ್ಲಿ ಕಾದುಕೊಂಡಿರುವುದೇ ನನಗೆ ಎಷ್ಟೋ ಶ್ರೇಷ್ಠತೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആരാണോ ദൈവാലയത്തെ ഓണർ ചെയ്യുന്നത്, ಯಾರು ದೇವರ ಆಲಯಕ್ಕೆ ಗೌರವಿಸ್ತಾರೋ, ആരാണോ ദൈവ സാന്നിധ്യമുള്ള മന്ദിരങ്ങളെ ഓണർ ചെയ്യുന്നത്, ಯಾರು ದೇವರ ಸಾನ್ನಿಧ್ಯ ಇರುವಂತ ದೇವರ ಆಲಯಕ್ಕೆ ಗೌರವ അവരെ ಸಲ್ಲಿಸ್ತಾರೋ, ദൈവം ഓണർ ചെയ്യാൻ തുടങ്ങും. ಅವರನ್ನು ಕೂಡ ದೇವರು ಗೌರವಿಸಲಿಕ್ಕೆ ಆರಂಭಿಸ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ശമൂവേൽ ഇന്നർ ചേംബറുകളിൽ നിന്ന് വന്നു. ಸಮುವೇಲನು ಒಳಗಿನ ಕೋಣೆಯಿಂದ ಬಂದದ್ದು ബൈബിൾ പറയുന്നു. ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ. ഇതിന്റെ താഴെ ഒരു വാക്യം കൂടെ ഉണ്ട്. ശമൂവേൽ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി. 20-ാമത്തെ വാക്യം വന്നു. 19. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും. ശമൂവേൽ ഹന്നായുടെ വിശ്വസ്ത പ്രവാചകൻ എന്നല്ല, ഏലി പുരോഹിതന്റെ വിശ്വസ്ത പ്രവാചകൻ എന്നല്ല, യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ಯೆಹೋವನು ಅವನನ್ನು ತನ್ನ ಪ್ರವಾದಿನಿಯಾಗಿ ನೇಮಿಸಿಕೊಂಡದ್ದು ದಾನೂರಿಂದ ಬೇಷದವರೆಗೂ ಎಲ್ಲ ಇಸ್ರಾಯೇಲರಿಗೂ ಗೊತ್ತಾಯಿತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതിനകത്ത് 2 വാക്ക് കിടപ്പുണ്ട്. ಅದರಲ್ಲಿ 2 ವಾಕ್ಯಗಳಿದೆ. വിശ്വസ്ത പ്രവാചകൻ. ನಂಬಿಗಸ್ತನಾದ ಪ್ರವಾದಿ. You can be a prophet, ನೀವೊಂದು ಪ್ರವಾದಿ ಆಗಿರಬಹುದು, or else you could be a faithful prophet of God. ಇಲ್ಲದಿದ್ದರೆ ದೇವರ ನಂಬಿಕೆಸ್ತಿಗಿರುವ ನಿಜ ಪ್ರವಾದಿ ಆಗಿರಬಹುದು.
എന്താണ് വെറും പ്രവാചകനും വിശ്വസ്ത പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം? ಏನಾಗಿದೆ ಒಂದು ಪ್ರವಾದಿಗೂ ಒಂದು ನಂಬಿಗಸ್ತನಾದ ಪ್ರವಾದಿಗೂ ಇರುವಂತಹ ಒಂದು ವ್ಯತ್ಯಾಸ. വെറും പ്രവാചകൻ കാശിന് വേണ്ടി പ്രവചിക്കും. ಒಂದು ಪ್ರವಾದಿ ಹಣಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರವಾದಿಸ್ತಾರೆ. ആളെ കാണുമ്പോൾ ദൂത് മാറ്റി പറയും. ಜನರು ನೋಡುವಾಗ ಪ್ರಕಟಣೆ ಬದಲಾಯಿಸಿ ಹೇಳ್ತಾರೆ. മനുഷ്യരുടെ മുഖം നോക്കി പറയും. ಮನುಷ್ಯನ ಮುಖವನ್ನು ನೋಡಿ ಹೇಳ್ತಾರೆ. വിശ്വസ്ത പ്രവാചകൻ ನಂಬಿಗಸ್ತನಾದ ಪ್ರವಾದಿ ദൈവം പറയുന്നത് പറയും. ದೇವರು ಹೇಳುವುದನ್ನೇ ಹೇಳ್ತಾರೆ. ദൈവം പറയാത്തത് മിണ്ടാതിരിക്കും. ದೇವರು ಹೇಳದಿರುವುದನ್ನು ಸುಮ್ಮನೆ ಮಾತನಾಡದಿರ್ತಾರೆ. ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. ಸಮುವೇಲನು ದೇವರ ಯೆಹೋವನ ಒಂದು ನಂಬಿಗಸ್ತ ಪ್ರವಾದಿ. ಅವನು ಎಲ್ಲಿಂದ ಬಂದದ್ದು? ಅವನು ಎಲ್ಲಿಂದ ಬಂದದ್ದು? He came from ಅವನು ಬಂದದ್ದು the inner chamber. ಒಳಗಿನ ಕೋಣೆಯಿಂದ ಬಂದನು. ശമൂവേൽ നീ എത്ര കാലം കരഞ്ഞു? ಸಮುವೇಲನು ಎಷ್ಟು ಕಾಲ ನೀನು ಅತ್ತೆ? നീ എത്ര കാലം ഒറ്റപ്പെട്ടു? ನೀನು ಎಷ್ಟು ಕಾಲ ಒಬ್ಬಟ್ಟಿಗನಾಗಿದ್ದೆ? എത്ര കാലം അവിടെ മാറിയിരുന്നു? ಎಷ್ಟು ಕಾಲ ನೀನು ದೂರವಾಗಿದ್ದೆ? അതെനിക്കറിയത്തില്ല. ಅದು ನನಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ ശമൂവേൽ പറയും, ಆದ್ರೆ ಸಮುವೇಲನು ಹೇಳ್ತಾನೆ, അയ്യോ ഞാൻ ഒറ്റപ്പെടലില്ല. ಅಯ್ಯೋ ನಾನು ಒಬ್ಬಟ್ಟಿಗ ಸ್ಥಿತಿಯಲ್ಲ. ഞാൻ ആലയത്തിൽ വന്ന ദിവസം മുതൽ ನಾನು ಆಲಯದ ಬಂದ ದಿನದಿಂದಲೂ എന്റെ അകത്തൊരു സന്തോഷം ನನ್ನ ഉണ്ടായിരുന്നു. ಒಳಗೆ ಒಂದು എന്റെ ಸಂತೋಷವಿತ್ತು. അകത്തൊരു സമാധാനം ನನ್ನ ഉണ്ടായിരുന്നു. ಒಳಗೆ ಒಂದು ಸಮಾಧಾನವಿತ್ತು. നാട്ടിലുള്ള പിള്ളേരെല്ലാം കോവിഡ് പിടിച്ചു കിടന്നപ്പോ, ಊರಿನಲ್ಲೆಲ್ಲ ಮಕ್ಕಳು ಕೋವಿಡ್ ಹಿಡಿದು ಮಲಗಿದಾಗ, ബാക്കിയുള്ളവർക്ക് ശീതം ജലദോഷം കോൾഡ് എല്ലാം വന്നപ്പോ, ಉಳಿದವರಿಗೆಲ್ಲ ಶೀತ ಒಂದು ಜ್ವರ ಎಲ್ಲ ಬಂದಾಗ, ഞാൻ ആലയത്തിൽ കയറി അന്ന് മുതൽ ನಾನು ಆಲಯದಲ್ಲಿ ಪ್ರವೇಶಿಸಿದ ಅಂದಿನಿಂದ ഒരു രോഗം എന്നെ തൊട്ടില്ല. ಯಾವುದೇ ರೋಗ ನನ್ನ ಮುಟ್ಟಲಿಲ್ಲ. എന്നെ കൊണ്ട് ഏലി പുരോഹിതൻ ക്ലിനിക്കിൽ പോകേണ്ടതായിട്ട് വന്നില്ല. ನನ್ನನ್ನು ಏಲಿ ಯಾಜಕನು ಒಂದು ಕ್ಲಿನಿಕ್ಗೆ ಹೋಗಬೇಕಾಗಿ ಬಂದಿಲ್ಲ. എന്നെ കൊണ്ട് ഒരു ആശുപത്രിയുടെ വാതിൽ പോകാൻ ദൈവം ഇടവരുത്തിയില്ല. ನನ್ನನ್ನು ಕರೆದುಕೊಂಡು ಆಸ್ಪತ್ರೆ ಬಾಗಿಲಿಗೆ ಹೋಗೋದಕ್ಕೆ ದೇವರು ಅನುಮತಿ ಕೊಡಲಿಲ್ಲ. അതെന്താ ശമൂവേലേ? ಅದ್ಯಾಕೆ ಸಮುವೇಲನೇ? ഞാൻ വസിച്ചത് യഹോവയുടെ മന്ദിരത്തിലായിരുന്നു. ನಾನು ವಾಸಿಸಿದ ಯೆಹೋವನ ഇന്ന് പകൽ ಮಂದಿರದಲ್ಲಾಗಿತ್ತು. ദൈവത്തിന്റെ മന്ദിരത്തിൽ വസിക്കുന്നവരോട്, ಇವತ್ತಾಗಲೂ ದೇವರ ಮಧ್ಯದಲ್ಲಿ നീ ദൈവ ವಾಸವಾಗಿರುವವನಿಗೆ, സാന്നിധ്യത്തിൽ വസിക്കുമ്പോൾ ನೀ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ವಾಸಿಸುವಾಗ മരണത്തിന്റെ സോണുകളിലേക്ക് കാൽ ചവിട്ടുവാൻ ദൈവം നിന്നെ അനുവദിക്കുകയില്ല. ಮರಣದ ಮಂಡಲಕ್ಕೆ ಕಾಲಿಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ನನಗೆ ಅನುಮತಿ ಕೊಡುವುದಿಲ್ಲ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ബാങ്കിന്റെ ജപ്തി നോട്ടീസുമായി നടക്കുവാൻ ദൈവം നിന്നെ സമ്മതിക്കുകയില്ല. ಬ್ಯಾಂಕ್ಗೆ ಜಪ್ತಿ ನೋಟಿಸ್ ಆಗಿ ನಡೆಯುವುದಕ್ಕೆ ದೇವರು ಅನುಮತಿ ಕೊಡುವುದಿಲ್ಲ. ഒന്നുമില്ലെങ്കിൽ ദൂതൻ പോയി നിന്റെ പേയ്മെന്റ് നടത്തും. ಒಂದಲ್ಲ ದೇವದೂತನು ಹೋಗಿ ಸಿದ್ಧಪಡಿಸ್ತಾರೆ. ഇല്ലെങ്കിൽ ദൈവം അതിനെ റൈറ്റ് ഓഫ് ചെയ്യും. ಇಲ್ಲದ್ರೆ ದೇವರು ಅದು ರೈಟ್ ಆಫ್ ಮಾಡ್ತಾರೆ. ലോകത്തിന്റെ ശക്തിയോടെ നടക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ಲೋಕದ ಶಕ್ತಿಯಿಂದ ನಡೆಯುವುದಕ್ಕೆ ದೇವರು ಒಪ್ಪಿಕೊಳ್ಳುವುದಿಲ್ಲ. ഇതെല്ലാം ഓരോ സോണുകളാണ്. ಅದೆಲ್ಲ ಒಂದೊಂದು ಮಂಡಲವಾಗಿದೆ. മരണത്തിന്റെ സോണുകളിൽ കിടക്കുന്നവർക്ക് ಮರಣದ ಮಂಡಲದಲ್ಲಿ ನಡೆಯುವವರಿಗೆ ജീവന്റെ സോണുകളിലേക്ക് ಜೀವದ ಮಂಡಲಕ್ಕೆ കയറുവാൻ ചില ഇന്നർ ചേംബറുകൾ ಹತ್ತುವುದಕ್ಕೆ ಕೆಲವು ಒಳಗಿನ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കുമാറാകട്ടെ. ದೇವರ ಆತ್ಮನು ಸಿದ್ಧಪಡಿಸಲಿ. Father. Hallelujah. Hallelujah. ശാന്തമായി പറയുന്നുണ്ടെങ്കിലും ಶಾಂತವಾಗಿ ಹೇಳುವುದಾದ್ರೂ ಕೂಡ ഈ അന്തരീക്ഷങ്ങളിൽ ഒരു തെളിഞ്ഞ ദൈവ സാന്നിധ്യമുണ്ട്. ಈ ಅಂತರಿಕ್ಷದಲ್ಲಿ ತೆರೆದಿರುವಂತ ಒಂದು ದೈವಿಕದ ಸಾನ್ನಿಧ್ಯವಿದೆ. Hallelujah. Hallelujah. Samuel came out from ಸಮುವೇಲನು ಹೊರಗೆ ಬಂದದ್ದು his inner chamber. ಅವನು ಒಳಗಿನ ಕೋಣೆಯಿಂದ. അവന്റെ inner chamber ഏതായിരുന്നു? ಒಳಗಿನ ಕೋಣೆ ಯಾವುದಾಗಿತ್ತು? യെരൂശലേം ദൈവാലയമായിരുന്നു. ಯೆರೂಸಲೇಮ್ ದೇವಾಲಯವಾಗಿತ್ತು. Hallelujah. Hallelujah. എന്റെ നാട് കേരളമാണെന്ന് പറയുന്നതിലും, ನನ್ನ ಊರು ಕೇರಳ ಅಂತ ಹೇಳುವುದರಲ್ಲಿಯೂ, ഞാൻ എറണാകുളംകാരനാണെന്ന് പറയുന്നതിലും, ನಾನು ಎರ್ನಾಕುಲಂದ ವ್ಯಕ್ತಿಯಿಂದ അല്ല ಹೇಳುವುದಿಲ್ಲ. ഞാൻ ഈ ബാംഗ്ലൂരുകാരനാണെന്നോ ಇಲ್ಲ ನಾನು ಬೆಂಗಳೂರಿನವನಾಗಿದ್ದೇನೆ, ചന്താപുരക്കാരനാണെന്ന് പറയുന്നതിലും, ಚಂದಾಪುರದಲ್ಲಿ ಇರುವಂತವನಾಗಿದ್ದೇನೆ ಅಂತ ಹೇಳುವುದರಲ್ಲೂ, എന്റെ വീട് ദൈവ സാന്നിധ്യത്തിൽ എന്ന് പറയുന്നത് എനിക്ക് ഏറെ അഭിമാനം. ನನ್ನ ಮನೆ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಅಂತ ಹೇಳುವುದು ನನಗೆ ಬಹಳ ಗೌರವವಾಗಿದೆ. Hallelujah. Hallelujah. 2 ദിനവൃത്താന്തം 2 ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 6:29 6:28-29 6:29-28-29 ശരി 29 വായിക്കാം. ഡിഫറെന്റ് പ്രേയേഴ്സ്. പ്രാർത്ഥനകളിരുವಂತ ಬೇರೆ യാതൊരുത്തനെങ്കിലും ഏതൊരു മനുഷ്യനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെ ഒക്കെയും. ബൈബിൾ പറയുന്നു, സത്യവേദ ಹೇಳ್ತಾ ಇದೆ. അതിന്റെ 28 എങ്ങനെയാ പറയുന്നത്? നിങ്ങളുടെ നാട്ടിലൊരു വ്യാധി ഉണ്ടായാൽ, നിങ്ങളുടെ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായാൽ, അതിൽ 28 ಹೇಳ್ತಾ ಇದೆ, ನಿಮ್ಮ ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ, ದೇಶಕ್ಕೆ ಕ್ಷಾಮ ಘೋರ ವ್ಯಾಧಿ, ಬೆಳೆಗೆ ಬಿಸಿಗಾಳಿ ಬೂದಿ ಮಿಡತೆ ಜಿಟ್ಟೆ ಹುಳ, ಪಟ್ಟಣಗಳಿಗೆ ಶತ್ರುಗಳ ಮುತ್ತಿಗೆ ಅಂತೂ ಯಾವ ಉಪದ್ರವದಿಂದಾಗಲಿ ವ್ಯಾಧಿಯಿಂದಾಗಲಿ ಬಾಧೆ ಉಂಟಾಗುವಲ್ಲಿ ಎಲ್ಲ ಇಸ್ರಾಯೇಲ್ ಆಗಲಿ. ദേശത്ത് ക്ഷാമം, ದೇಶದಲ್ಲಿ ಕ್ಷಾಮ, വീട്ടിലൊന്നുമില്ല, ആഹാരമില്ല, ಮನೆಯಲ್ಲಿ ಏನೂ ಇಲ್ಲ, ಆಹಾರವಿಲ್ಲ, കഴിക്കാനൊന്നുമില്ല, ತಿನ್ನುವುದಕ್ಕೇನೂ ಇಲ್ಲ, മഹാമാരി, ವ್ಯಾಧಿಗಳು, എല്ലാവർക്കും വൈറൽ ഡിസീസ് ആണ്, ಎಲ್ಲರಿಗೂ ಒಂದು ವೈರಲ್ ಆಗಿರುವಂತ ಬಂದ ವ್ಯಾಧಿಗಳಾಗಿದೆ. വെൺകതിർ
ಜಿಟ್ಟೆ ಹುಳ. എന്തോന്ന് എന്ന് വെച്ചാൽ വെൺകതിർ എന്ന് പറഞ്ഞാല് ಜಿಟ್ಟೆ- ഫലം ഉണ്ടാകുന്നതിന് മുന്നേ മൂക്കാതെ എന്ന് വെച്ചാൽ അത് വളരുന്നതിന് മുന്നേ അതിന്റെ പ്രീമെച്യൂർഡ് ആയിട്ടിരിക്കും. ಬೆಳೆಯುವುದಕ್ಕೆ ಮುಂಚಿತವಾಗಿನೇ ಅದೊಂದು ಪ್ರಥಮ ಸ್ಥಿತಿಯಲ್ಲಿ ಆಗಿರುತ್ತದೆ, ಮೊದಲನೇ ಸ್ಥಿತಿಯಲ್ಲಿ ಆಗಿರುತ್ತದೆ ಬೆಳೆದೆ. വിഷമഞ്ഞ് എന്ന് വെച്ചാൽ ಬಿಸಿ ಗಾಳಿ. ഡൽഹിയിലൊക്കെ ആളുകൾക്ക് ശ്വാസം മുട്ടലാണ്. ಡೆಲ್ಲಿಲೆಲ್ಲ ಜನರಿಗೆ ಉಸಿರಾಟದ ತೊಂದರೆಯಾಗಿದೆ. ചില ആളുകൾ റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങൂല. ಕೆಲವರು ಕೋಣೆ ಹೊರಗೆ ಇಳಿಯೋದಿಲ್ಲ. ആ സ്ഥലങ്ങളിലുള്ള മഞ്ഞിൽ വിഷമുണ്ട്, പോയിസൺഡ് എയർ. ಆ ಜಾಗದಲ್ಲಿರುವಂತ ಗಾಳಿಯಲ್ಲಿ ವಿಷಕರವಾದಂತ ಒಂದು ಗಾಳಿ ಇದೆ. ചില ആളുകൾ ഇവിടുന്ന് മജസ്റ്റിക്ക് പോയി മടങ്ങി വരുമ്പോൾ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಇಲ್ಲಿಂದ ಮೆಜೆಸ್ಟಿಕ್ ಹೋಗಿ ಹಿಂತಿರುಗಿ ಬರುವಾಗ ചില സ്ഥലത്ത് പെട്ടെന്നൊരു തലവേദന, ಕೆಲವರಿಗೆ ತಕ್ಷಣ ಒಂದು ತಲೆನೋವು, പെട്ടെന്നൊരു രോഗം, ತಕ್ಷಣ ಒಂದು ರೋಗ, പെട്ടെന്ന് വല്ലതും വരുന്നുണ്ടെങ്കിലും ತಕ್ಷಣವೇ ಏನಾದ್ರೂ ಬರುವುದಾದ್ರೆ ഈ വാക്ക് അണ്ടർലൈൻ ചെയ്തു, വിഷമഞ്ഞ്. ಈ ಮಾತನ್ನು ಗುರುತಿಸಿಕೊಳ್ಳಿ. ಆ ಒಂದು ಬಿಸಿ ಗಾಳಿ, ആ സോണുകളിൽ വ്യാപരിക്കുന്ന ചില രോഗശക്തികൾ, ಆ ಮಂಡಲದಲ್ಲಿ ಚಲಿಸುವ ಕೆಲ ರೋಗದ ಶಕ್ತಿಗಳು, വെട്ടുക്കിളി, ಮಿಡತೆ, തുള്ളൻ ಜಿಟ್ಟೆ ಹುಳ എന്ന് വെച്ചാൽ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ഇതെല്ലാം ഒരു മനുഷ്യന് ഫലമുണ്ടാകരുത്. നീ വ്യവസായം ചെയ്യുക, നീ ജോലി ചെയ്യുക, നീ കൃഷി ചെയ്യുക, പക്ഷേ ഇതിന്റെ അകത്ത് ഒരു റിസൾട്ടും ഇല്ല. അതിന് ഞാനതിനെ നശിപ്പിക്കും. അതാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ನೀವು ವ್ಯವಸಾಯ ಮಾಡಿದ್ರು ಕೆಲಸ ಮಾಡಿದ್ರು ಕೂಡ ಅದು ಯಾವುದೇ ಫಲ ಇಲ್ಲದೆ ಅದನ್ನು ಬಂಧಿಸುವಂತದ್ದು ಅದೇ ಆಗಿದೆ ಸಂಗತಿಗಳು ಹೇಳುವಂತದ್ದು. അവരെ നിരോധിച്ചാൽ, ശത്രുക്കൾ വന്നവരെ ചുറ്റും നിന്നാൽ, ಶತ್ರುಗಳು ಅವರ ವಿರುದ್ಧವಾಗಿ ಸುತ್ತ ನಿಂತರೂ ಕೂಡ, വ്യാധിയോ ദീനമോ ഉണ്ടായാൽ, ವ್ಯಾಧಿಯಿಂದಾಗ್ಲಿ ಬಾಧೆ ಉಂಟಾದರೂ എവിടെ പോണം? ಎಲ್ಲಿಗೆ ಹೋಗಬೇಕು? അതുകൊണ്ട് ಅದರಿಂದ ആ ಬೆಟ್ಟದ ಮೇലെയോ ಆ ಬೆಟ್ಟದ ಮೇಲೂ, അപ്പുറത്തെ മല കയറാനോ, ಆ ಕಡೆ ಬೆಟ್ಟ ಹತ್ತುವುದಕ್ಕೂ, ശയന പ്രദക്ഷിണത്തിനോ, ഭാര്യയോട് വഴക്ക് കൂടാനോ, ಹೆಂಡತಿಯೊಟ್ಟಿಗೆ ಜಗಳ ಮಾಡುವುದಕ್ಕೂ, അല്ലെ ബാങ്കിലോ, ಇಲ್ಲ ಬ್ಯಾಂಕಿನಲ್ಲೂ, ഫ്രണ്ട്സിന്റെ കൂടെ ഡ്രിങ്ക്സ് അടിക്കാനോ, ಸ್ನೇಹಿತರ ಜೊತೆ ಮದ್ಯಪಾನ ಸೇವನೆ ಮಾಡುವುದಕ್ಕೂ ഇവിടെ ഒന്നുമല്ല പോകേണ്ടത്. ಇಲ್ಲೆಲ್ಲ ಹೋಗಬೇಕಾದದ್ದು. പിന്നെ എവിടെ പോകണം? ಮತ್ತೆ ಎಲ್ಲಿಗೆ ಹೋಗಬೇಕು? 29 29ನೇ ವಾಕ್ಯ. ഓരോ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താന്താന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് നിന്റെ കൈ സ്വർഗത്തോട്ട് ഉയർത്തുക. ഈ ആലയದ ಕಡೆಗೆ ಕೈ ಎತ್ತಿ കൈ മലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട്, ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ, അങ്ങനെ ചെയ്താല് ಹಾಗೆ ಮಾಡಿದರೆ സ്വർഗത്തിൽ നിന്ന് മറുപടി വരും, ಪರಲೋಕದಿಂದ ಉತ್ತರ ಬರುತ್ತದೆ ಎಂಬುದಾಗಿ. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥന വീട്ടിലോ വഴിയിലോ വെച്ച് കഴിക്കുന്ന പോലെയല്ല, ദൈവം അതിന് മറുപടി നൽകുമെന്ന്. ಇಲ್ಲಿ ಸಲ್ಲಿಸುವಂತ ಪ್ರಾರ್ಥನೆಗಳು ಮನೆಗಳಲ್ಲೋ ದಾರಿಗಳಲ್ಲೋ ಮಾಡುವ ರೀತಿಗಳೆಲ್ಲ ಅದಕ್ಕೆ ಉತ್ತರ ಬರುತ್ತದೆ ಎಂಬುದಾಗಿ. God will provide the answer. ದೇವರು ಉತ್ತರವನ್ನು ದೊರಕಿಸುತ್ತಾರೆ. ഇന്ന് ഇതിന്റെ അകത്ത് നിനക്കൊരു പ്രാർത്ഥനയുണ്ടോ? ಇವತ್ತು ಇದರೊಳಗೆ ನಿನಗೊಂದು ಪ್ರಾರ್ಥನೆ ಇದೆಯಾ? നിന്റെ കണ്ണുകളടിച്ച് സ്വർഗത്തിലോട്ട് ചോദിച്ചാട്ടെ. ನಿಮ್ಮ ಕಣ್ಣುಗಳನ್ನು ತೆಗೆದು ನಿಮ್ಮ ಕೈಗಳೆತ್ತಿ ಸ್ವರ್ಗದ ಕಡೆ നിന്റെ ಕೇಳಿರಿ. വിഷയം എന്താണെന്ന് പറയണം. ನಿಮ್ಮ ಸಮಸ್ಯೆ ಏನೆಂಬುದಾಗಿ. അതിന്റെ പരിഹാരങ്ങൾ ദൈവത്തിൽ നിന്ന് വരും. ಅದರ ಪರಿಹಾರ ಅದು ದೇವರಿಂದ ಬರುತ್ತದೆ. ബൈബിളിൽ യാതൊരുത്തനെങ്കിലും ഏതെങ്കിലും ആള്, ಸತ್ಯವೇದದಲ್ಲಿ ಯಾವುದಾದ್ರೂ ಆಗಲಿ, എന്റെ യേശുവേ, ನನ್ನ ಯೇಸುವೇ, ഞാനൊരു വിഷയത്തോടെയാ ഇതിന്റെ അകത്ത് ഇരിക്കുന്നത്, ನಾನು ಸಮಸ್ಯೆಯೊಂದಿಗೆ ಇದರೊಳಗೆ ಕೂತಿದ್ದೇನೆ, ഒരു മറുപടിക്ക് വേണ്ടി എവിടെ ಒಂದು ഇരിക്കുന്നത്, ಉತ್ತರಕ್ಕೋಸ್ಕರವಾಗಿ ಇದರೊಳಗೆ ಕೂತಿದ್ದೇನೆ. ഈ രോഗം, ಈ ರೋಗ, ഈ വിഷയം, ಈ ಸಮಸ್ಯೆ, ഈ പ്രശ്നം, ಈ ಸಮಸ್ಯೆ, ഇത് ദൈവം നോക്കണമേ. ಇದು ದೇವರು ನೋಡಬೇಕು. ഇന്ന് പകൽ സ്വർഗത്തിൽ നിന്ന് അതിന്റെ മറുപടികൾ ഉണ്ടാകട്ടെ. ಇವತ್ತು ಪರಲೋಕದಿಂದ ಅದಕ್ಕೆ ಬೇಕಾದ ಉತ್ತರ ആ ದಯಪಾಲಿಸಲಿ. രോഗം അവരെ വിട്ടുമാറട്ടെ. ಆ ರೋಗವನ್ನು ಬಿಟ್ಟು ನೀಗಲಿ. നിന്റെ ജനം സൗഖ്യമാകട്ടെ. ನಿನ್ನ ಜನರ ಸೌಖ್ಯವಾಗಲಿ. ദൈവത്താൽ മറുപടികൾ ലഭിക്കട്ടെ. ದೇವರಿಂದ ಉತ್ತರ ಹೊಂದಿಕೊಳ್ಳಲಿ. അത് യേശുവിൻ നാമത്തിൽ. ಅದು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ, ആലയത്തിലെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ಆಲಯದ ಪ್ರಾರ್ಥನೆಗೆ ಉತ್ತರವಿದೆ. ആലയത്തിൽ വന്നിരിക്കുമ്പോൾ ಆಲಯದಲ್ಲಿ ಬಂದು ಕೂರುವಾಗ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പോയാലും ಆ ಕಡೆ ಈ ಕಡೆ ನೋಡುತ್ತಾ ಹೋದರೆ ദൈവം മറ്റു പലരെയും നോക്കുമ്പോ നിന്നെ മിസ്സായി പോയേക്കും. ದೇವರು ಮತ್ತೊಬ್ಬರು ನೋಡುವಾಗ ನೀನು ಅದರಿಂದ ದೂರವಾಗಿ ಹೋಗ್ಬಿಡ್ತೀಯಾ. വചനം കേട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക. ವಾಕ್ಯವನ್ನು ಕೇಳಿ ಅದಕ್ಕೆ ಅನುಸಾರವಾಗಿ ಪ್ರತಿಕ್ರಿಯೆ ಮಾಡಿರಿ. ഞാൻ എന്റെ വാക്കുകൾ ഇന്ന് ನಾನು അവസാനിപ്പിക്കും. ನನ್ನ ಮಾತುಗಳನ್ನು ಮುಕ್ತಾಯಗೊಳಿಸುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്നർ ചേംബർ, ಒಳಗಿನ ಕೋಣೆ. ഒത്തിരി സമയം മുന്നേ പോയി. ಸಮಯ ಮುಂದಕ್ಕೆ ഒരു വാക്ക് പറയുന്നു, നിർത്തുന്നു. ಒಂದು ಮಾತು ಹೇಳಿ ನಾನು ಮುಕ್ತಾಯಗೊಳಿಸುತ್ತೇನೆ. അപ്പോസ്തല പ്രവൃത്തികൾ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು അതിന്റെ ಅದರ 12ാമത്തെ വാക്യം, 12ാമത്തെ അധ്യായം 12ನೇ ಅಧ್ಯಾಯ 5ാമത്തെ വാക്യം. 5ನೇ ವಾಕ್ಯ. ಪೇತ್ರನು ಸೆರೆಮನೆ ಒಳಗೆ ಕಾವಲಲ್ಲಿದ್ದಾಗ സഭയವರು അവനിಗೋಸ್ಕರ ആസക്തിಯಿಂದ ದೇವರಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿದ್ದರು. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മതി. ബൈബിൾ പറയുന്നു, സത്യവേദ ಹೇಳ್ತಾ ಇದೆ, പരിശുദ്ധാത്മാവ് കിട്ടിയ സഭ, ಪವಿತ್ರಾತ್ಮನಿಂದ ಸಭೆ, ആള് കൂടിയപ്പോ ಜನರು ಹೆಚ್ಚಾದಾಗ 3000 5000 3000 ಆದರೂ 5000 ಜನ ಆದರೂ ഹീലിംഗ്സുകൾ കൂട്ടത്തോടെ നടക്കുന്നു. ಸೌಖ್ಯಗಳು ಗುಂಪು ಗುಂಪಾಗಿ ನಡೀತಾ ಇದೆ. അശുദ്ധാത്മാക്കൾ കൂട്ടത്തോടെ ദേശം വിട്ട് ഓടി. ದುಷ್ಟಾತ್ಮ ಶಕ್ತಿಗಳು ಗುಂಪಾಗಿ ದೇಶವನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಯಿತು. ആളുകൾ ബിസിയായി.
ಜನರು ಬಹಳ ಕಾರ್ಯನಿರತರಾದರು. പ്രാർത്ഥന കുറഞ്ഞു. ಪ್ರಾರ್ಥನೆ ಕಡಿಮೆ ಆಯ್ತು. അപ്പോൾ ಆಗ പ്രേയർ കുറഞ്ഞപ്പോ ಪ್ರಾರ್ಥನೆ ಕಡಿಮೆ ಆದಾಗ ഹെരോദാവ് അതിൽ നിന്ന് ഒരുത്തനെ പിടിച്ചു. ಹೆರೋದನು ಅಲ್ಲಿಂದ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಹಿಡಿದು അവന്റെ കഴുത്ത് കട്ട് ചെയ്തു. ಅವನ ಕುತ್ತಿಗೆಯನ್ನು ಮುರಿದನು. അടുത്തയാളെയും പിടിച്ചു. ಇನ್ನೊಂದು ವ್ಯಕ್ತಿಯನ್ನು ಹಿಡಿದನು. അവനെ പിടിച്ച് ജയിലിലിട്ടു. ಅವನನ್ನು ಹಿಡಿದು ಸೆರೆಮನೆ ಹಾಕಿದನು. നാളെ അവനെ വിസ്താരത്തിന് കൊണ്ടുപോകാം. ನಾಳೆ ಅವನ ವಿಚಾರಣೆಗಾಗಿ ತೆಗೆದುಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದಾರೆ. ചർച്ചിന് മനസ്സിലായി. ಸಭೆಗೆ ಅರ್ಥವಾಯ್ತು. ഇറ്റ്സ് നോട്ട് ജോക്ക്, ഇറ്റ്സ് സംതിങ് സീരിയസ്. ಇದು ತಮಾಷೆ ಅಲ್ಲ, ಬಹಳ ಒಂದು ಸೀರಿಯಸ್ ಆಗಿ ಗಂಭೀರವಾಗಿರೋ ಸಂಗತಿ. അവർ ഇതുവരെയും പ്രാർത്ഥിച്ചവര്, ಅವರು ಇದುವರೆಗೆ ಪ್ರಾರ್ಥಿಸಿದವರು ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ಆಸಕ್ತಿಯಿಂದ ಪ್ರಾರ್ಥಿಸಿದರು. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ಆಸಕ್ತಿಯಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರು. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ಆಸಕ್ತಿಯಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಾಗ കർത്താവേ ഇപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിലും ಕರ್ತನೇ ಈಗ ಪ್ರಾರ್ಥನೆ ಮಾಡದಿದ್ದರು അടുത്ത ശവടക്കം നടത്തേണ്ടി വരും. ಮುಂದಿನ ಒಂದು ಶವ ಸಂಸ್ಕಾರ ನಡೆಸಬೇಕಾಗಿ അത് ಬರುತ್ತದೆ. പത്രോസിന്റെ ആയിരിക്കും. ಅದು ಪೇತ್ರನದಾಗುತ್ತದೆ. യേശുവേ കൃപ ചെയ്യണമേ. ಯೇಸುವೇ ಕೃಪೆ ತೋರಿಸಬೇಕು. അവർ കൈമലർത്തി, ಅವರು ಕೈಯನ್ನೆತ್ತಿ ഒരുമിച്ച് കൈമലർത്തി. ಒಟ್ಟಾಗಿ ಕೈ ಎತ್ತಿ അവരുടെ ആൻസറും ಅವರ ಉತ್ತರ ഒരു ദൂതൻ ಒಂದು ದೇವದೂತನು പത്രോസ് കിടക്കുന്ന ജയിലിന്റെ അകത്തോട്ട് ഇറങ്ങി വന്നു. ಪೇತ್ರನಿದ್ದಂತ ಸೆರೆಮನೆ ಆ ಕೋಣೆಗೆ ಇಳಿದು ಬಂದನು. അവിടെ ചെന്നപ്പോ ಅಲ್ಲಿ ಹೋದಾಗ രണ്ട് കൈയിലും ಎರಡು ಕೈಯಲ್ಲಿ രണ്ട് കാലിലും ಎರಡು ಕಾಲುಗಳಲ್ಲಿ കെട്ടപ്പെട്ടവനായി ಕಟ್ಟಲ್ಪಟ್ಟವನಾಗಿ പത്രോസ് കിടന്നുറങ്ങുകയാണ്. ಪೇತ್ರ ನಿದ್ದೆ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ദൂതൻ പോയി ದೇವದೂತನು ಹೋಗಿ ഇവനെ തട്ടി ಅವನ ತಟ್ಟಿದನು. എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. ಎದ್ದೇಳು ಅಂತ ಹೇಳಿದರು. ഇവൻ സ്വപ്നം കാണുവാണെന്ന് വിചാരിച്ച് ಅವನು ಕನಸು ನೋಡ್ತಾ ಇದ್ದಾನೆ ಎಂದು ಅನಿಸಿ ഒന്നാം ഗേറ്റിന്റെ അവിടെ വന്നു. ಮೊದಲನೇ ಒಂದು ಗೇಟ್ ದಾಟಿದನು. ദൂതന്റെ മുന്നിൽ ഗേറ്റ് തുറന്നു. പത്രോസും അതിന്റെ പുറകെ നടന്നു. ದೇವದೂತನ ಮುಂದೆ ಆ ಒಂದು ಕಾವಲುಗಳು ದಾಟಿದನು. ಆ ಪೇತ್ರನು ನಡೆದನು. രണ്ടാം ഗേറ്റിൽ വന്നു. ಎರಡನೇ ಕಾವಲುಗಳನ್ನು ದಾಟಿದರು. അത് തനിയെ തുറന്നു. ಅದು ತನ್ನಷ್ಟಕ್ಕೆ ತಾನೇ ತೆರೆಯಿತು. ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. ಎಲ್ಲ ಸರಪಣಿಗಳು ಬಿಚ್ಚಲ್ಪಟ್ಟಿತು. ഇവൻ പുറത്തിറങ്ങി. ಅವನು ಹೊರಗೆ ಬಂದನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അടുത്ത വാക്യം പറയുന്നത്, ಮುಂದಿನ ವಾಕ್ಯ ಹೇಳ್ತಾ ಇದೆ, ദൂതൻ പറഞ്ഞു ದೇವದೂತನು ಹೇಳಿದನು ബൈ. ദൂതൻ പോയി. ಬಾಯ್ ಎಂಬುದಾಗಿ ಹೇಳಿ ದೇವದೂತನು ಹೋದನು. അന്നേരാണ് പത്രോസിന് സുബോധം വന്നത്. ಆಗ ಪೇತ್ರನು ಎಚ್ಚರವಾಗಿ ജയിലിന്റെ അടുത്ത് കിടന്നവൻ, ಸೆರೆಮನೆ ಒಳಗಿದ್ದವನು, അകത്ത് കിടന്നവൻ, ಒಳಗಿದ್ದವನು, മൂന്നാം പ്രിസന്റ് അകത്ത് കിടന്നവൻ ಮೂರನೇ ಸೆರೆಮನೆ ಒಳಗಿದ್ದವನು പ്രേയർ കഴിഞ്ഞപ്പോൾ ಪ್ರಾರ್ಥನೆ ಮುಗಿದಾಗ സ്വതന്ത്രമായി. ಅವನು ಸ್ವತಂತ್ರನಾದನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പത്രോസിനെ വിടുവിച്ചില്ലേലും ಪೇತ್ರನು ಬಿಡಿಸಿದ್ದು നിന്റെ ദേശത്തിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരെ, ನಿಮ್ಮ ದೇಶದಲ್ಲಿ ಸರಪಣಿಗಳಿಂದ നിന്റെ ಬಂಧಿಸಲ್ಪಟ್ಟವರನ್ನು, inner chamberകള് ನಿಮ್ಮ ಒಳಗಿನ ಕೋಣೆ തകർക്കും. ಅದನ್ನು ಬೀಳಿಸ್ತದೆ. ഈ ബാംഗ്ലൂരില്, ಈ ಬೆಂಗಳೂರಿನಲ್ಲಿ ഓരോ ഭവനങ്ങളില് ಒಂದೊಂದು ಮನೆಗಳಲ್ಲಿ ഒരുപാട് വ്യക്തികളെ ಅನೇಕ ವ್ಯಕ್ತಿಗಳನ್ನು പിശാച് കെട്ടിവെച്ചേക്കുകയാണ്. ಸೈತನ ಬಂಧಿಸಿದ್ದಾನೆ. നീ ഒന്നാം ചേംബറിൽ ഇരിക്കും, ನೀನ್ ಮೊದಲೇ ಕೋಣದಲ್ಲಿ ಇರ್ತೀಯಾ, നീ രണ്ടാം പ്രിസണിൽ ഇരിക്കും, ನೀನು ಎರಡನೇ ಸೆರೆಮನೆ നീ ಇರ್ತೀಯಾ, മൂന്നാം പ്രിസണിൽ ನೀನ್ ഇരിക്കും. ಮೂರನೇ ಸೆರೆಮನೆ ಇರ್ತೀಯಾ. കർത്താവിന്റെ ദൂതന്മാരും ಕರ್ತನ ದೇವದೂತರುಗಳು നോക്കിയിരിക്കുകയാണ്. ನೋಡಿ ಇರ್ತಾ ಇದ್ದಾರೆ. എവിടെയാണ്? ಎಲ್ಲಾಗಿದೆ? ഇന്നർ ചേംബറുകളിൽ കയറുന്ന ദൈവസഭ, ಒಳಗಿನ ಕೋಣೆಯಲ್ಲಿ ಪ್ರವೇಶಿಸುವ ದೇವರ ഇന്നർ ಸಭೆ, ചേംബറുകളിൽ കയറുന്ന പ്രാർത്ഥനക്കാര്, ಒಳಗಿನ ಕೋಣೆಯಲ್ಲಿ ಪ್ರವೇಶಿಸುವ ಪ್ರಾರ್ಥನೆ ಮಾಡುವ ವ್ಯಕ್ತಿಗಳು. ഇതുവരെ പ്രാർത്ഥിച്ച പോലെയല്ല. ಇದುವರೆಗೆ ಪ್ರಾರ್ಥಿಸ ರೀತಿಲಲ್ಲ. 8:30 വീട്ടിൽ പോകാം, 8:30 ಆಯ್ತು ಮನೆಗೆ ಹೋಗೋಣ, 7:30 വീട്ടിൽ പോകാം, 7:30 ಆಯ್ತು ಮನೆಗೆ ಹೋಗೋಣ, 10 മണി ഇത്രയാണ് എന്റെ സമയം. 10 ಗಂಟೆ ಇಷ್ಟು ನನ್ನ ಸಮಯ. അവർ വാച്ചൂരി എറിഞ്ഞു. ಅವರು ವಾಚ್ ತೆಗೆದು ಬಿಸಾಡಿದರು. സമയം അവർക്ക് വിഷയമല്ലാതെയായി. ಸಮಯ ಅವರಿಗೆ ಒಂದು ಸಮಸ್ಯೆ ಅಲ್ಲದೆ ಹೋಯ್ತು. കർത്താവേ മറുപടി തന്നേ പറ്റൂ, ಕರ್ತನ ಉತ್ತರ ಕೊಡಲೇಬೇಕು, അങ്ങ് തൊട്ടേ പറ്റൂ. ನೀನು ಮುಟ್ಟಲೇಬೇಕು. ജനം ചോദിക്കാൻ തുടങ്ങി. ಜನರು ಕೇಳುವುದಕ್ಕೆ ಆರಂಭಿಸಿದರು. മറുപടി, ಉತ್ತರ, ഒരു ദൂതൻ അവിടെ ഇറങ്ങി വന്നു. ಒಂದು ದೇವದೂತನ ಇಳಿದು ಬಂದನು. ಕರ್ನಾಟಕಕ್ಕೆ വേണ്ടി, ಕರ್ನಾಟಕಕ್ಕೋಸ್ಕರವಾಗಿ, ಬ್ಯಾಂಗ್ಳೂರಿನ വേണ്ടി, ಬೆಂಗಳೂರಿಗೋಸ್ಕರವಾಗಿ, ഭാരതത്തിന് വേണ്ടി, ಭಾರತ ದೇಶಕ್ಕೋಸ್ಕರವಾಗಿ അനേക ദൂതന്മാരും ಅನೇಕ ದೇವದೂತರುಗಳು അസൈൻമെന്റുകളുമായിട്ട് ഇരിപ്പുണ്ട്. ಕೆಲಸಗಳ ಸಮೇತವಾಗಿದ್ದಾರೆ. അവർ ജോലി ചെയ്യാൻ റെഡി ആയിട്ട് ಅವರು ಕೆಲಸ ಮಾಡೋದಕ್ಕೆ ಸಿದ್ಧರಾಗಿ അതിന്റെ മുന്നിൽ ಅದರ ಮುಂದೆ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ಗಮನದಿಂದ ಪ್ರಾರ್ಥಿಸುವಂತ ചില ഇന്നർ ചേംബറുകളിലേക്ക് ಕೆಲ ಒಳಗಿನ ಕೋಣೆಗಳಿಗೆ വ്യക്തികൾ കയറുമാറാകട്ടെ. ವ್ಯಕ್ತಿಗಳು ಪ್ರವೇಶಿಸಲಿ. Shall we pray and wind it up? ನಾವು ಪ್ರಾರ್ಥಿಸಿ ಮುಕ್ತಾಯಗೊಳಿಸೋಣವಾ? കർത്താവേ, ಕರ್ತನೇ, ഇന്ന് പകലില് ಇವತ್ತು ಹಗಲಿನಲ್ಲಿ ഞങ്ങൾ കേട്ട വചനം ನಾವು ಕೇಳಿದ ದೇವರ ವಾಕ್ಯ ഞങ്ങളുടെ കാതുകളിൽ നിന്ന് പുറത്തോട്ട് പോകാതെ ನಮ್ಮ ಕಿವಿಗಳಿಂದ ಅದು ಹೊರಗೆ ಹೋಗದೆ ഹൃദയത്തിൽ ಹೃದಯದಲ್ಲಿ അകച്ചേംബറുകളിലോട്ട് കയറുവാൻ, ಒಳಗಿನ ಕೋಣೆಯಲ್ಲಿ ಪ್ರವೇಶಿಸುವಂತೆ, പ്രാർത്ഥനയുടെ കോർണറിലോട്ട് കയറുവാൻ ಪ್ರಾರ್ಥನೆ ಅಂತರಂಗದಲ್ಲಿ ಪ್ರವೇಶಿಸುವಂತೆ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും. ಪವಿತ್ರಾತ್ಮನೇ ಸಹಾಯ ಮಾಡು. കർണാടകയുടെ റിവൈവലുമായി, ಕರ್ನಾಟಕದ ಉಜ್ಜೀವನವಾಗಿ, ഇന്ന് വരെ ഈ ദേശം കാണാത്ത ശുശ്രൂഷകളുമായി, ಇದುವರೆಗೂ ದೇಶ ನೋಡದಿರುವಂತಹ ಸೇವೆಗಳಾಗಿ, പ്രീസ്റ്റ്ഹുഡിനെ നീക്കി പ്രൊഫറ്റിക്കൽ റെലമിനെ തുറന്നതുപോലെ ಆ ಯಾಜಕತ್ವವನ್ನು ನೀಗಿಸಿ ಆ ಪ್ರವಾದನೆಯ ಮಂಡಲವನ್ನು ತೆರೆದ ಹಾಗೆ, കർത്താവേ, ಕರ್ತನೇ, അടുത്ത ദൈവിക അസൈൻമെന്റുകളുമായി ಮುಂದಿನ ದೈವಿಕವಾದಂತಹ ಒಂದು ಯೋಜನೆಗಳಾಗಿ, വെയിറ്റ് ചെയ്യുന്ന ഏഞ്ചലിക് എൻകൗണ്ടറുകളും ಕಾದುಕೊಂಡಿರುವಂತಹ ದೇವದೂತರ ಅಭಿಮುಖಗಳು, ദൂതന്മാരുടെ അഭിമുഖങ്ങള്, ದೇವದೂತರ ಅಭಿಮುಖಗಳು, അസൈൻമെന്റുകളുമായി വരുന്ന ദൂതന്മാര് ಯೋಜನೆಗಳ ಕೆಲಸವಾಗ ನಿಂತ ದೇವದೂತರುಗಳು സഭയ്ക്ക് വേണ്ടി റെഡിയായി കഴിഞ്ഞു. ಈ ಸಭೆಗೋಸ್ಕರವಾಗಿ ഭാരതത്തിന് വേണ്ടി ಸಿದ್ಧರಾಗಿದ್ದಾರೆ. റെഡിയായി കഴിഞ്ഞു. ಭಾರತಕ್ಕೋಸ್ಕರವಾಗಿ ಸಿದ್ಧರಾಗಿದ್ದಾರೆ. കർണാടകയ്ക്ക് വേണ്ടി റെഡിയായി കഴിഞ്ഞു. ಕರ್ನಾಟಕಕ್ಕೋಸ್ಕರವಾಗಿ ಸಿದ್ಧರಾಗಿದ್ದಾರೆ. സഭ
ഇന്നർ ചേംബറുകളിൽ കയറട്ടെ. ಸಭೆ ಒಳಗಿನ ಕೋಣೆಯೊಳಗೆ ಪ್ರವೇಶಿಸಲಿ. ഇന്ന് പകലില് ಇವತ್ತು ಹಗಲಿನಲ್ಲಿ അകത്തെ മുറികളില് ಒಳಗಿನ ಕೋಣೆಯಲ್ಲಿಗೆ യേശുവിന്റെ സന്നിധിയില് ಯೇಸು ಕರ್ತನ ಸಮ್ಮುಖಕ್ಕೆ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಗಾಗಿ ഇരിക്കുന്നവരുണ്ടോ? ಕೂರುವವರಿದ್ದೀರಾ? കർത്താവേ, നിന്റെ ജനത്തിന്റെ മേൽ ಕರ್ತನಿನ ಜನರ ಮೇಲೆ ദൈവിക മാന്റിലുകൾ തുറക്കപ്പെടുമാറാകട്ടെ. ದೈವಿಕದ ಹೊದಿಕೆಗಳು അങ്ങയുടെ ತೆರೆಯಲ್ಪಡಲಿ. ഫേവറുകൾ ചലിക്കട്ടെ. ನಿನ್ನ ದಯೆ ಚಲಿಸಲಿ. ദൈവ കൃപ ഇവരുടെ മേൽ ഇരിക്കട്ടെ. ದೇವರ ಕೃಪೆ ಇವರ ಮೇಲೆ ಇರಲಿ. ആരും തുറന്നെടുക്കാതെ വണ്ണം ಯಾರು ತೆರೆದು ತೆಗೆದುಕೊಳ್ಳುವುದಾಗದ കർണാടക കാണാത്ത, ಕರ್ನಾಟಕ ನೋಡದಿರುವ, ഭാരതം കാണാത്ത, ಭಾರತ ನೋಡದಿರುವ, ബാംഗ്ലൂർ കാണാത്ത, ಬೆಂಗಳೂರು ನೋಡದಿರುವ, ഇന്ന് വരെയുള്ള യുഗങ്ങൾ കാണാത്ത ಇದುವರೆಗೂ ಯುಗ ചില ನೋಡದಿರುವ താക്കോൽ കൂട്ടങ്ങള് ಕೆಲ ಬೀಗದ ഈ ಕೈಗಳು, പ്രാർത്ഥന എൻകൗണ്ടറുകളില്, ಈ ಪ್ರಾರ್ಥನಾ ഈ ಅಭಿವೃದ್ಧಿಗಳು, ഉൾമുറികളില് ഈ ഒതുക്കോളുകളില് ദൈവത്തിന്റെ ആത്മാവ് ದೇವರ ಆತ್ಮನು അസൈൻമെന്റുകളായി ಕೆಲಸಗಳಾಗಿ ഞങ്ങളുടെ മേൽ തരുന്നതിനാൽ നന്ദി ನಮ್ಮ പറയുകയാണ്. ಮೇಲೆ ಕೊಡುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. പൈശാചിക ഗണങ്ങളും ಸೈತಾನನ ಶಕ್ತಿಗಳು, ഇരുട്ടിന്റെ അധികാരങ്ങളും അന്ധകാರದ ബലಗಳು, കൂട്ടിവെച്ച് മുദ്ര ചെയ്തതിനെ മുദ്ര ಹಾಕಿದನು. ഞങ്ങൾ തുറന്നെടുക്കുകയാ. തെളിയിತಾ ഇದ್ದೇವೆ. എന്റെ ജനമേ, ജനമേ, വന്ന് നിന്റെ അറകളിൽ കടക്കാം. ಅದು ನಿಮ್ಮ ಒಳಗಿನ ಕೋಣೆ യേശുവിന് അധികാരമുള്ള നാമത്തിൽ യേശുവിನ അധികാരമുള്ള പൈശാചിക ഗണങ്ങള്, സൈത്താനന്റെ ക്രിയകള്, വിഗ്രഹാരാധനകള്, വിഗ്രഹാരാധനകള്, ആഭിചാരത്തിന്റെ ശക്തികള്, മന്ത്രിയുടെ ശക്തികള്, പൂട്ടിവെച്ച കുടുംബങ്ങൾ, മന്ത്രിയുടെ കുടുംബം, പൂട്ടിവെച്ച സ്ഥലങ്ങൾ, മന്ത്രിയുടെ ജാഗ, പൂട്ടിവെച്ച ഇടങ്ങൾ, മന്ത്രിയുടെ ജാഗ, വചനത്തിന്റെ ശക്തിയാൽ വാക്യದ ಬಲದಿಂದ ദൈവദൂതന്മാർ ದೇವರ ದೂತರು പത്രോസിന്റെ ചങ്ങലകളെ തുറന്നതുപോലെ ಪೇತ್ರನ ಸೆರೆಮನೆಯನ್ನು ತೆರೆದ ಹಾಗೆ ഇന്ന് മകൾ തുറന്നു തരിക. ಅದನ್ನು ತೆರೆದುಕೊಳ್ಳಲಿ. കാരാഗ്രഹങ്ങൾ, ಆ ಒಂದು ಸೆರೆಮನೆಗಳು പരിസരങ്ങൾ തുറന്നു വരട്ടെ. ಅದರ ದಾರಿಗಳು ತೆರೆದು ಬರಲಿ. യൗവനക്കാരെ പൂട്ടിക്കളഞ്ഞത്, യൗവനಸ್ಥರು ಬಂಧಿಸಿರುವುದು, പ്രായമുള്ളവരെ പൂട്ടിക്കളഞ്ഞത്, ವಯಸ್ಸಾದವರು ಬಂಧಿಸಿರುವುದು, രോഗത്താൽ പൂട്ടിക്കളഞ്ഞത് ರೋಗದಿಂದ ಬಂಧಿಸಿದ್ದು തുറന്നെടുക്കാം. ತೆರೆದು ಬರಲಿ. ജീസസ്. ലംബ്ര ഖമ ശദലരഗമന ഹസാരബാന. തുറന്നെടുക്കാം. ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. തുറന്നെടുക്കാം. ತೆರೆಯಿರಿ. തുറന്നെടുക്കാം. ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. ഈ അന്തരീക്ഷങ്ങളിൽ ഇടിവെട്ടുന്നത് പോലെ ಈ ಅಂತರಿಕ್ಷದಲ್ಲಿ ಗುಡುಗು ಬಡಿಯುವ തുറന്നെടുക്കുക എന്ന ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. ഒരു വലിയ ലെറ്റർ ഞാൻ കാണുകയാണ്. ಒಂದು ದೊಡ್ಡ ಪದ ನೋಡ್ತಾ ഇതിന്റെ ಇದ್ದೇವೆ. മുകളിൽ ಇದರ ಮೇಲೆ ഒരു മഴവില്ലും റെയിൻബോയും ಒಂದು ಮುಗಿಲು ಬಿಲ್ಲು, അതിന്റെ താഴെയായി ಅದರ ಕೆಳಗಾಗಿ തുറന്നെടുക്കുക ತೆರೆದುಕೊಳ್ಳಿರಿ എന്ന് എഴുതി വെച്ച ಎಂಬುದಾಗಿ ಬರೆದಿರುವ വെള്ളി സ്വർണ്ണ ലിപികളിലുള്ള ಆ ಒಂದು ಲಿಪಿಗಳಲ್ಲಿ എഴുത്തുകളെ ഞാൻ കാണുന്നു. ನಾನು ಬರವಣಿಗೆ ನೋಡ್ತಾ ಇದ್ದೇವೆ. ബാംഗ്ലൂരിൽ ഞങ്ങൾ തുറന്നെടുക്കുകയാണ്. ಬೆಂಗಳೂರು ತೆರೀತಾ ಇದ್ದೇವೆ. കർണാടകയെ തുറന്നെടുക്കുന്നു. ಕರ್ನಾಟಕ ತೆರೀತಾ ಇದ್ದೇವೆ. ആത്മാക്കളെ തുറന്നെടുക്കുന്നു. ಆತ್ಮಗಳು ತೆರೀತಾ ಇದ್ದೇವೆ. ഇരുട്ടിന്റെ നിക്ഷേപങ്ങളെ തുറന്നെടുക്കുന്നു. ಕತ್ತಲಲ್ಲಿ ನಿಕ್ಷೇಪಗಳು ತೆರೀತಾ ಇದ್ದೇವೆ. ദൈവത്താൽ ದೇವರಿಂದ ഇന്നർ ചേംബറുകളില് ಒಳಗಿನ ಕೋಣೆಯಲ್ಲಿ തുറന്നെടുക്കുന്നു. ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. തുറന്നെടുക്കുന്നു. ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. തുറന്നെടുക്കുന്നു. ತೆರೆಯಿರಿ. തുറന്നെടുക്കുന്നു. ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. തുറന്നെടുക്കുന്നു. ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. തുറന്നെടുക്കുന്നു. ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. തുറന്നെടുക്കുന്നു. ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. കുടുംബങ്ങളെ തുറന്നെടുക്കുകയാ. ತೆರೆದು ತೆಗೆದುಕೊಳ್ಳಿರಿ. ഉറാഖാബ ശന്ദന റബാന. ജീസസ്. കാശി, കാശ്യപ്പ് അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ಕಾಶಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ವ್ಯಕ್ತಿಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇನೆ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ಯೇಸು ಕರ್ತನ ಅಧಿಕಾರವನ್ನು അവനെ ನಾಮದಲ್ಲಿ പൂട്ടിവെച്ച മണ്ഡലങ്ങൾ ഇന്ന് പകൽ പൊട്ടിമാറുക. ಅವರು ಬಂಧಿಸಿರುವಂತ ಮಂಡಲ ಇವತ್ತು ಆಗಲೇ ಮುರಿಯಲ್ಪಡಲಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നു. ಕರ್ತನ ಆತ್ಮನು ಮಾತನಾಡ್ತಾ ಇದ್ದಾನೆ. കൊറിയ എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ಕೊರಿಯಾ ಎಂಬ ಜಾಗಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ഡിവൈൻ അസൈൻമെന്റുകള് ದೈವಿಕವಾದಂತ ಕೆಲಸಗಳು കൊറിയൻ രാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്നത് ಕೊರಿಯಾ ದೇಶವಾಗಿ ಜೋಡಣೆಯಾಗಿರುವ ഈ ദിവസങ്ങളിൽ തുറന്നു വരിക. ಈ ದಿನಗಳಲ್ಲಿ ತೆರೆದು ಬರಲಿ. കർണാടകയുടെ മണ്ണില് ಕರ್ನಾಟಕದ ಮಣ್ಣಲ್ಲಿ ദൈവികമായ വിടുതലുകൾ നടക്കട്ടെ. ದೈವಿಕವಾದ ಬಿಡುಗಡೆ ನಡೆಯಲಿ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ಯೇಸುವಿನ ಅಧಿಕಾರದ ನಾಮದಲ್ಲಿ കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുന്ന ಕೇಳದಿರುವ ಶಬ್ದ ಕೇಳಿಸುವ ചെവികളെ ഇന്ന് പകൽ ദൈവം തുറക്കുന്നു. ಕಿವಿಗಳ ದೇವರು ಇವತ್ತು ತೆರೀತಾ ಇದ್ದಾರೆ. ഭട്ടാചാര്യ എന്ന് പറയുന്ന വ്യക്തിയെ നോക്കി പ്രാർത്ഥിക്കുന്നു. ഭട്ടാചാര്യ ಭಟ್ಟಾಚಾರ್ಯ ಎಂಬುದಾಗಿರುವ ವ್ಯಕ್ತಿಯನ್ನು യേശുവിന് അധികാരമുള്ള നാമത്തിൽ ಯೇಸುವಿನ ಅಧಿಕಾರದ ನಾಮದಲ್ಲಿ ഈ ദിവസങ്ങളില് ಈ ದಿನಗಳಲ್ಲಿ അയാളുടെ കഴുത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ പൊട്ടിമാറുവാൻ ಅವರ ಕುತ್ತಿಗೆ ಮೇಲಿರುವ ಬಂಧನ ಮುರಿಯುವುದಕ್ಕಾಗಿ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ಯೇಸುವಿನ ಅಧಿಕಾರದ ನಾಮದಲ್ಲಿ ദൈവിക വിടുതലുകൾ അവരുടെ മേൽ നടക്കട്ടെ. ದೈವಿಕದ ಬಿಡುಗಡೆ ಮೇಲೆ ನಡೆಯಲಿ. നിന്നെ പൂട്ടിയിട്ട സ്ഥലങ്ങളില് ನಿಮ್ಮನ್ನು ಬಂಧಿಸಿರುವ ಜಾಗದಿಂದ നീ വിടുതലിന്റെ
സമയങ്ങളെ നോക്കിയിരിക്കുന്നു. ನೀನು ಬಿಡುಗಡೆಯ ಸಮಯ ಎದುರು ನೋಡ್ತಾ ಇದೀಯಾ? ദൈവസഭയ്ക്ക് ದೇವರ ಸಭೆಗೆ ദൈവം തരുന്ന അസൈൻമെന്റ് ದೇವರು ಕೊಡುವಂತ ಯೋಜನೆ തുറന്നെടുക്കുക. ತೆಗೆದುಕೊಳ್ಳಿರಿ. തുറന്നെടുക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ പൂട്ടിവെച്ചത്, ಅಂತಕಾದ ಶಕ್ತಿಗಳು പിശാച് പൂട്ടിവെച്ചത്, ಸೈತಾನ ಬಂಧಿಸಿದ, മനുഷ്യൻ പൂട്ടിവെച്ചത്, ಆ ಬಾರಿಗಳು ഈ ಬಂಧಿಸಿದ. ദൈവസഭ തുറന്നെടുക്കുന്നു. ಈ ದೇವರ ಸಭೆ ಅದನ್ನು ತೆರೆದು ತೆಗೆದುಕೊಳ್ತಾ ಇದೆ. It's a season of opening up. ಈ ಒಂದು ಕಾಲ ತೆರೆಯುವ ಕಾಲವಾಗಿದೆ. Ah. ಆಮೆನ್. Jesus. ಆಮೆನ್. ಆಮೆನ್. ಬಾರವಶಂದರೇದ್ರ ಚೂಡಾರವನಾಗ ಶಂದರೇ ಅಸನಾದ ಚೂಡ. ಉರಾಕಮ ಶಂತನ ರಮಾನಿ ರಗಲ್ಕೌಡ ರಂಕಮನ ಶಂದನ. ഏഞ്ചലിക് എൻകൗണ്ടറുകൾ നടക്കുന്നു. ದೇವದೂತರ ಅಭಿಮುಖಗಳು ನಡೀತಾ ಇದೆ. ദൈവത്തിന്റെ ഫേവറുകൾ നടക്കുന്നു. ದೇವರ ದಯಗಳು ನಡೀತಾ ಇದೆ. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ಮಕ್ಕಳ ಸಂಬಂಧವಾಗಿ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതികള്, ಮಕ್ಕಳು ಆಗದಿರುವ ദൈവസഭയിൽ കാലുകുത്താൻ ഇടയില്ലാത്ത ചിലരെ, ದೇವರ ಸಭೆಯಲ್ಲಿ ಕಾಲಿಡಕ್ಕಾಗದಿರುವ ಕೆಲವರನ್ನು, ആചാര്യ അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ളവരെ, ಭಟ್ಟಾಚಾರ್ಯವಾಗಿರುವ കുടുംബಗಳನ್ನು, നെക്സ്റ്റ് ആചാര്യ ಆಚಾರ್ಯ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സംബന്ധപ്പെട്ടവരെ ಆ ರೀತಿಯಾಗಿ ಕುಟುಂಬದ ಸಂಬಂಧಪಟ್ಟವರು പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ದೇವರ ಪವಿತ್ರಾತ್ಮನ ಮುಟ್ಟುತ್ತಾ ಇದ್ದಾರೆ. ഇന്ന് പകലില് അസൈൻമെന്റുകൾ ഇതിന്റെ മേൽ തുറക്കുന്നു. ಯೋಜನೆಗಳು ಇದರ ಮೇಲೆ ತೆರೀತಾ ಇದೆ. രാജ്യങ്ങളുടെ ഫ്ലാഗുകളെ, ದೇಶಗಳ ಬಾವುಟಗಳು, രാജ്യത്തിന്റെ ഫ്ലാഗുകളെ ದೇಶದ ಧ್ವಜವನ್ನು പരിശുദ്ധാത്മാവ് വീശി കാണിക്കുകയാണ്. ಪವಿತ್ರಾತ್ಮನ ಬೀಸಿ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಆಮೆನ್. കർത്താവിനെ രണ്ട് ഫ്ലാഗുകൾ കാണിക്കുന്നു. ಕರ್ತನಿಗೆ ಎರಡು ಧ್ವಜವನ್ನು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. ഒന്നാമത് ಮೊದಲನೇದು വെള്ള കളറിലും ಬಿಳಿ ಬಣ್ಣದಲ್ಲಿ ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ റെഡ് ഐക്കൺ ഉള്ള ಒಂದು ರೆಕ್ಟಾಂಗಲ್ ಶೇಪ್ ನಲ್ಲಿ ಇರುವಂತದ್ದು. എനിക്ക് തോന്നുന്നു അത് കൊറിയയുമായി ബന്ധപ്പെട്ടതാണെന്ന്. ನನಗನ್ಸುತ್ತೆ ಕೊರಿಯಾ ಸಂಬಂಧಪಟ್ಟದ್ದು. ആ രാജ്യത്തോട് ബന്ധപ്പെട്ട് ಆ ದೇಶಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ദൈവസഭയ്ക്ക് വേണ്ടി ದೇವರ ಸಭೆಗಾಗಿ ദൈവം ചില ഓപ്പണിംഗ്സ് ഒന്ന് ചെയ്യുകയാണ്. ದೇವರು ಕೆಲವು ಓಪನಿಂಗ್ಸ್ ಅನ್ನು ತೆರೀತಾ ಇದ್ದಾರೆ. രണ്ടാമതായിട്ട് ಎರಡನೇದಾಗಿ ഗ്രീൻ കളറിലും ಹಸಿರು ಬಣ್ಣದಲ್ಲಿ അതുപോലെ റെക്ടാംഗിൾ ഉള്ള, ಅದೇ ರೀತಿಯಾದ ರೆಕ್ಟಾಂಗಲ್ എനിക്ക് തോന്നുന്നു either ആഫ്രിക്ക അല്ലെങ്കിൽ ബാംഗ്ലാദേശ്, ನನಗನ್ಸುತ್ತೆ ಬಾಂಗ್ಲಾದೇಶ ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ಜಾಗಗಳು ಸಂಬಂಧಪಟ್ಟ ദൈവികമായ കണക്ഷനുകളും ದೈವಿಕದ ಜೋಡಣೆಗಳು ആ സ്ഥലങ്ങളോട് ബന്ധപ്പെടുത്തി ಆ ಜಾಗಗಳಿಗೆ ദൈവമേക്കേണ്ടുന്ന വിടുതലുകൾക്കായി ದೇವರು ಕಳಿಸುವ പരിശുദ്ധാത്മാവ് ചിലതിനെ ഒരുക്കുകയാണ്. ಪವಿತ್ರಾತ್ಮನ ಕೆಲವು ಸಿದ್ಧಪಡಿಸ್ತಾ ಇದ್ದಾರೆ. ചർച്ചിന്റെ ബൗണ്ടറികളെ ദൈവം മാറ്റുന്നു. ಸಭೆಗಳ ಇಲ್ಲಗಳು ದೇವರು ಬದಲಾಯಿಸ್ತಾ പ്രവർത്തനങ്ങളുടെ ಇದ್ದಾರೆ. ബൗണ്ടറികൾ മാറുന്നു. ಕ್ರಿಯೆಗಳ ಇಲ್ಲ ಬದಲಾಯಿಸ್ತಾ ദൈവശക്തിയുടെ ಇದ್ದಾರೆ. ടെറിട്ടറികൾ തുറക്കുകയാണ്. ದೇವರ ಶಕ್ತಿಯ ಕ್ಷೇತ್ರಗಳು ತೆರೀತಾ ഈ ಇದೆ. ദേശത്തിന്റെ ಈ മേൽ ದೇಶದ ಮೇಲೆ ഉദര സംബന്ധമായി ಹೊಟ್ಟೆ ಸಂಬಂಧವಾಗಿ വരണ്ടുപോയ ഉദരങ്ങളുള്ള ಮುಚ್ಚಬಡಿದ ಗರ್ಭ ചില കുടുംബങ്ങളെ ಕುಟುಂಬಗಳನ್ನು പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ಪವಿತ್ರಾತ್ಮರು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾರೆ. 13 ഒരു സംഖ്യ 13 ಎಂಬ ಸಂಖ್ಯೆ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ಪವಿತ್ರಾತ್ಮ ನೆನಪಿಸ್ತಾ ಇದ್ದಾರೆ. 13 കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് 13 ಕುಟುಂಬಗಳ ಸಂಬಂಧವಾಗಿ അൺയൂഷ്വലായ അസാധാരണമായ ಅಸಾಮಾನ್ಯವಾಗಿರುವ ഓപ്പണിംഗുകൾ ദൈവം ചെയ്യുവാൻ പോകുന്നു. ಒಂದು ತೆರೆಯುವಿಕೆ ದೇವರು ಮಾಡಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. നടക്കട്ടെ. ನಿನ್ನ ಧೈರ್ಯ ನಡೆಯಲಿ. കർത്താവേ, ಕರ್ತನೆ, അങ്ങേ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ನಿನ್ನ ಕರಗಳು ಒಪ್ಪಿಸ್ತಾ ಇದ್ದೇವೆ. ഈ ജനത്തെ അനുഗ്രഹിക്കുക. ಈ ಜನನ ಆಶ್ರಯಿಸು. ദൈവത്തിന്റെ ഫേവറുകൾ ഇരിക്കും. ದೇವರ ದಯಗಳಿರಲಿ. ഓൺലൈനിൽ ഈ വാക്കുകൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ ಆನ್ಲೈನ್ ವೀಕ್ಷಿಸುವಂತವರು ಈ ಮಾತು നിന്നോട് ಕೇಳಿದರೆ സംസാരിക്കുന്ന ദൂതുകളെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുകയാണ്. ನಿಮ್ಮೊಟ್ಟಿಗೆ ಮಾತುಗಳ ಪ್ರಕಟಣೆ ಪವಿತ್ರಾತ್ಮರು ಬಿಡುಗಡೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. 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 കാശി അല്ലെങ്കിൽ കാശ്യപ് ആ പേരുമായി സംബന്ധപ്പെട്ട ಕಾಶಿ ಎಂಬುದಾಗಿ ಹೆಸರಿಗೆ ಸಂಬಂಧಪಟ್ಟದ್ದು. അസ്ഥി തകരാറുള്ളതിനെ ദൈവം ഇന്ന് പകൽ സൗഖ്യമാക്കുന്നു. ಎಲುಬಿನ ಸಂಬಂಧ ಇರುವುದನ್ನು ತೊಂದರೆಗಳು ದೇವರು ನೀಗಿಸ್ತಾ ಇದ್ದಾರೆ. ഇതിലേക്ക് ഉദര രോഗമുള്ളവർ സൗഖ്യമാകുന്നു. ಇದರಲ್ಲಿ ಹೊಟ್ಟೆ ಸಂಬಂಧ ರೋಗ ಇರುವುದರ ಸೌಖ್ಯವಾಗ್ತಾ കർത്താവിന്റെ ಇದ್ದಾರೆ. ഫേവർ നിങ്ങളുടെ മേൽ ಕರ್ತನ ഇരിക്കുകയാണ്. ದಯೆ ನಿಮ್ಮ ಮೇಲೆ ಇರಲಿ. സഹോദര, ലേറ്റ് ആകരുത്, നിങ്ങളോട് ദൈവം ഓർപ്പിക്കുകയാണ്. ಸಹೋದರ, ನೀವು ತಡವಾಗಬಾರದು ಎಂಬ ದೇವರ ಆತ್ಮ സുധാകർ എന്ന് പറയുന്ന ബ്രദറോട് ലേറ്റ് ആകരുത്. ಸುಧಾಕರ್ സಹೋದರೊಟ್ಟಿಗೆ ದೇವರ ಆತ್ಮ ദൈവകൽപ്പനകളുടെ ഉള്ളിലോട്ട് വരുവാൻ കർത്താവ് ഓർപ്പിക്കുന്നു. ದೇವರ ಆಜ್ಞೆ ಒಳಗೆ ಬರುವುದಕ್ಕಾಗಿ ದೇವರು നിന്റെ ನೆನಪಿಸ್ತಾ ಇದ್ದಾರೆ. സമയങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ನಿಮ್ಮ ಸಮಯಗಳು ದೇವರಿಗಾಗಿ ಉಪಯೋಗಿಸುವುದಕ್ಕೆ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ. നിന്റെ ഭവനത്തിന്റെ അകത്തും ദൈവം തൊടും. ನಿಮ್ಮ ಮನೆಯೊಳಗೆ ದೇವರು ಮುಟ್ಟುತ್ತಾರೆ. നിന്റെ മുട്ടകളിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ ചിലതിന് ദൈവം തൊടുകയാണ്. ನಿಮ್ಮ ಮಕ್ಕಳಲ್ಲಿ ಕೆಲವರು ದೇವರ ಆತ್ಮ ಮುಟ್ಟುತ್ತಾ ಇದ್ದಾರೆ. ദൈവത്താലുള്ള വഴികൾ തുറക്കപ്പെടുന്നു. ದೇವರಿಂದ ದಾರಿಗಳು ತೆರೆಯಲ್ಪಡುತ್ತದೆ. ദൈവം ചിലരെ വിളിക്കുകയാണ്. ದೇವರು ಕೆಲವರು ಕರೀತಾ കർത്താവിന്റെ ಇದ್ದಾರೆ. ഫേവറുകൾ നിങ്ങളുടെ മേൽ കടന്നു വരട്ടെ. ಕರ್ತನ ದಯೆ ನಿಮ್ಮ ಮೇಲೆ ಬರಲಿ. കാലി ഉദരങ്ങളുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ಖಾಲಿ ಆಗಿರುವಂತ ಹೊಟ್ಟೆ, ഞാനൊരു കാലിയായ പാത്രമാണെന്ന് പറയുന്നവര്, ನಾನು ಖಾಲಿಯಾದ ಪಾತ್ರೆ ಅಂತ ಹೇಳುವವರು, ഹന്നായുടെ ഉടമ്പടി പോലെ ಅನ್ನನ ಒಡಂಬಡಿಕೆ ರೀತಿಯಲ್ಲಿ ദൈവത്തോട് നിന്റെ ഉടമ്പടി പുറത്തു വരട്ടെ. ದೇವರೊಟ್ಟಿಗೆ ನಿನ್ನ ಒಡಂಬಡಿಕೆ ಹೊರಗೆ ಬರಲಿ. വിലയുള്ളത് നീ പറയുമ്പോൾ, ಬೆಲೆ ಉಳ್ಳದು ನೀನು ಹೇಳುವಾಗ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ ನಿನ್ನ ಬಾಯಿಂದ ಹೊರಬರುವಾಗ സൗഖ്യം നിന്റെ മേൽ നടക്കുകയാണ്. ಸೌಖ್ಯ ನಿನ್ನ ಮೇಲೆ ನಡೀತಾ ആ ಇದೆ. സഹോദരി നോക്കി പറയുന്നു, ಆ ಸಹೋದರಿ ನೋಡಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിന്റെ മേലുള്ള രക്തസംബന്ധമായ ചില കേടുകൾ യേശു സൗഖ്യമാക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ
ರಕ್ತ ಸಂಬಂಧವಾಗಿ ಇರುವುದ ಕೇಳುವ ದೇವರು ചോർന്നു പോകുന്നു യേശു നിന്നിൽ നിന്ന് മാറ്റുകയും ಆ ಸೋರುವಿಕೆ ದೇವರಿಂದ ನೀಗಿಸಿ നിന്റെ ഉദരത്തെ ദൈവം നിറയ്ക്കുകയും ചെയ്യും. ನಿಮ್ಮ ಗರ್ಭವನ್ನು ದೇವರು ತುಂಬಿಸುತ್ತಾರೆ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ಯೇಸುವಿನ ಅಧಿಕಾರವುಳ್ಳ ഒരു ನಾಮದಲ್ಲಿ ഡിവൈൻ ഫേവർ ഇവിടെ മേൽ ഇരിക്കട്ടെ. ಒಂದು ದೈವಿಕದ ದೇವರ ಮೇಲೆ ಇರಲಿ. ഞാനൊരു കാഴ്ച കാണുന്നു. ನಾನು ದರ್ಶನ ನೋಡ್ತಾ ಇದ್ದೇನೆ. പനമ്പിൽ പൊതിഞ്ഞു വെച്ചതുപോലെ, ചാക്കിൽ കെട്ടിവെച്ചതുപോലെ ಒಂದು ಚೀಲದಲ್ಲಿ ಬಂದು ಕಟ್ಟಿರುವ ರೀತಿಯಲ್ಲಿ ചില ബോഡികൾ നിന്റെ ഭവനത്തിൽ നിന്ന്, ಕೆಲ ಕ್ರಿಯೆಗಳು ನಿನ್ನ ಮನೆ ಒಳಗಿಂದ, ചില ശരീരങ്ങൾ, ശവങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയി. ಕೆಲ ಶರೀರಗಳು ನಿಮ್ಮ ಮನೆಯಿಂದ ಹೊರಗೆ ആ ಹೋಯಿತು. മരണത്തിന്റെ ബലങ്ങളെ ಆ ಮರಣದ ಫಲಗಳನ್ನು ഇന്ന് പകൽ ദൈവം അഴിച്ചു മാറ്റുകയാ. ದೇವರು ಮುರಿದಾಕ್ತಾ ചില ಇದ್ದಾರೆ. ജീവനുകൾ നിന്റെ ഭവനത്തിൽ ദൈവം അയക്കുന്നു. ಕೆಲ ಜೀವಗಳು ದೇವರು ಮನೆಯಲ್ಲಿ ಕಳಿಸ್ತಾರೆ. ദൈവത്താൽ വഴികൾ തുറക്കപ്പെടുന്നു. ದೇವರ ದಾರಿಗಳು കർത്താവേ, ತೆರೆಯಲ್ಪಡುತ್ತವೆ. മകളെ അനുഗ്രഹിക്കണമേ. ಕರ್ತನೇ, ಈ ಮಗಳನ್ನು ಆಶೀರ್ವದಿಸಬೇಕು. ക്ലോസ് ആയി പോയി എന്ന് നീ വിചാരിച്ചെടുത്ത് ಮುಚ್ಚಲ್ಪಟ್ಟಿದೆ ಎಂಬುದಾಗಿ ಅನಿಸಿಕೊಂಡದಲ್ಲಿ നിന്റെ ഉദരത്തെ ഇന്ന് പകൽ ദൈവം തുറക്കുന്നു. ನಿನ್ನ ಹೊಟ್ಟೆಯಲ್ಲಿ ದೇವರು ಇವತ್ತು ತೆರೀತಾ ಇದ್ದಾರೆ. നന്മകൾ കയറി വരുന്നു. ಆಶೀರ್ವಾದಗಳು ಬರ್ತಾ ಇದ್ದಾರೆ. ഫേവറുകൾ ഉണ്ടാകുന്നു. ದಯೆ ಉಂಟಾಗ್ತಾ ಇದೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അതിനെ പ്രാപിക്കാം. ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive it. ಹೊಂದಿಕೊಳ್ಳಿರಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കർത്താവരെ അനുഗ്രഹിക്കും. ಕರ್ತನ ಆಶೀರ್ವದಿಸಲಿ.